أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله الذي خلقكم من ضعف ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبة يخلق ما يشاء وهو العليم القدير. قال الله عز وجل: نعمتان مغبون فيهما كثير من الناس الصحة والفراغ أو كما قال رسول الله. ഏതാനും വാക്കുകൾ സന്ദർഭത്തിനനുസരിച്ച് എൻ്റെ യുവാക്കളുമായി പങ്കുവെക്കാനാണ് ഞാനിന്ന് ഉദ്ദേശിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെന്ന് ഞാൻ പറയുമ്പോൾ യുവതികളും ഇവിടെ ഉദ്ദേശമുണ്ട്. സംബോധന പലപ്പോഴും യുവാക്കളോടാകും. വിശുദ്ധ ഖുർആൻ്റെയും സംബോധനയുടെ ശൈലി ആണുങ്ങളോടാണ്. പെണ്ണുങ്ങൾ ആ കൂട്ടത്തിൽ കൂട്ടുകയാണ് പലയിടത്തും. അതുകൊണ്ട് യുവാക്കളെ എന്ന് ഞാൻ സംബോധന ചെയ്യുമ്പോൾ യുവതികളും ആ കൂട്ടത്തിൽ അവരെ കൂടി ഉൾക്കൊണ്ട് മനസ്സിലാക്കുകയും യൗവനം എന്നത് അള്ളാഹു നൽകിയ അനുഗ്രഹമാകുന്നത് പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്ക് കൂടിയാണെന്ന് എൻ്റെ പെങ്ങന്മാർ, സഹോദരിമാർ മനസ്സിലാക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് അള്ളാഹു നൽകിയിരിക്കുന്നത്, നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്നത് വളരെ മഹത്തായ ഒരനുഗ്രഹമാണ്. ഈ അനുഗ്രഹം ലഭിക്കാത്തവരായി സമൂഹത്തിൽ കൂടുതൽ പേരില്ല. അപൂർവം ചിലർക്ക് മാത്രമേ യൗവനം വാർദ്ധക്യ സഹജമായ ക്ഷീണവും ദൗർബല്യങ്ങളും നിറഞ്ഞതായി അനുഭവപ്പെടാറുള്ളൂ. മിക്ക മനുഷ്യർക്കും അവർ ജനിച്ച് വളർന്നു വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും സുവർണ കാലഘട്ടം, സുദീർഘമായ വേള യൗവനം തന്നെയാണ്. വളരെ ചെറുപ്പത്തിലുള്ള ബാല്യം കഴിഞ്ഞ് യൗവനത്തിൽ പ്രവേശിച്ച് വാർദ്ധക്യത്തിലേക്ക് എത്തുന്നതിന് മുൻപുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ദശകൾ നാം വീക്ഷിക്കുകയാണെങ്കിൽ, വിലയിരുത്തുകയാണെങ്കിൽ, അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന യൗവനത്തിൻ്റെ ദശയാണ് ഏറ്റവും സുദീർഘമായി നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്നത് എന്ന് നാം ഓർക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഈ ജീവിത ദശകളെ വിശുദ്ധ ഖുർആനിലൂടെ പലയിടത്ത് അനുസ്മരിപ്പിക്കുന്നുണ്ട്. ഒരായത്ത് ഞാൻ ഓതി വെച്ചു. അല്ലാഹുല്ലദീ ഖലഖകും മിൻ ദുഅഫിൻ സുമ്മ ജഅല മിൻ ബഅദി ദുഅഫിൻ ഖുവ്വ സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ദുഅഫൻ വശൈബ യഖ്ലുഖു മാ യശാഉ വഹുവൽ അലീമുൽ ഖദീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ കഴിവും അല്ലാഹു ചെയ്ത പ്രവൃത്തിയും എടുത്തു പറയുകയല്ല, അതിലുപരിയായി അല്ലാഹു നമുക്ക് ചെയ്ത അനുഗ്രഹം, നമ്മെ സംബന്ധിച്ച് അല്ലാഹു തആല നടത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദശയെ ഉണർത്തിക്കൊണ്ട് അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയുമാണ്. അല്ലാഹുല്ലദീ ഖലഖകും മിൻ ദുഅഫിൻ, ദുർബലാവസ്ഥയിൽ നിന്നും നിങ്ങളെ അവൻ സൃഷ്ടിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുർബലാവസ്ഥയെ പല നിലയ്ക്ക് വ്യാഖ്യാനിച്ചു നമുക്ക് മനസ്സിലാക്കാം. മറ്റു പല ആയത്തുകളെ കൂട്ടി വ്യാഖ്യാനിക്കുകയാണെങ്കിൽ പറയപ്പെടാത്ത ഒരവസ്ഥ മനുഷ്യരിലൊക്കെയും കഴിഞ്ഞു പോയിട്ടുണ്ട്. ആദിമ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാം മണ്ണിലും വെള്ളത്തിലും കുഴഞ്ഞു കിടന്ന ദുർഗന്ധം വമിക്കുന്ന മിൻ ഹമഇൻ മസ്നൂൻ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ ഒരവസ്ഥയിൽ നിന്നാണ് കടന്നു വന്ന് മനുഷ്യരൂപത്തിലും മനുഷ്യ സൃഷ്ടിപ്പിലും എത്തിയതെങ്കിൽ ആദം നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ സഹധർമ്മിണി നമ്മുടെ ഉമ്മ ഹവ്വ റളിയല്ലാഹു അൻഹ ആദം നബിയുടെ വാരിയല്ലിന്റെ ഒരു വളഞ്ഞ അസ്ഥിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട രൂപത്തിലാണ് തന്റെ മനുഷ്യരൂപം പ്രാപിച്ചതെങ്കിൽ അവിടെ നിന്നിങ്ങോട്ടുള്ള സകല മക്കളും സകല മനുഷ്യരും ഏറ്റവും ദുർബലമായ, ഏറ്റവും മോശപ്പെട്ട, ഏറ്റവും അംഗീകരിക്കാനും എടുത്തു പറയാനും പറ്റാത്ത ദുർബലാവസ്ഥയിൽ നിന്നു തന്നെയാണ് മനുഷ്യക്കുഞ്ഞായി വളർന്നു വരുന്നതെന്ന് നമ്മളൊക്കെയും നമ്മെക്കുറിച്ച് ഓർത്താൽ ബോധ്യപ്പെടും. വരുന്ന കാലത്ത് നമുക്കറിയില്ലെങ്കിലും നമുക്ക് നമ്മൾ ജന്മം നൽകുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കളിൽ നിന്ന് നമ്മൾ എങ്ങനെ ഉണ്ടായി എന്ന് നമുക്ക് ഓർക്കാം. ലം യകുൻ ശൈഅൻ മദ്കൂറ, പറയപ്പെടുന്ന ഒന്നാകാത്ത ഒരവസ്ഥ മനുഷ്യനിൽ വന്നുപോയില്ലയോ എന്ന് അല്ലാഹു എത്രയോ സ്ഥലങ്ങളിൽ അനുസ്മരിക്കുന്നുണ്ട്. ഭാഷ മാറിയാണെങ്കിലും അല്ലാഹു ഉപയോഗപ്പെടുത്തുന്നത് മിൻ നുതുഫത്തിൻ, ശുക്ലം,
അറക്കുന്ന വസ്തു. ഇത് അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ സ്വഹാബത്തിനെ ധരിപ്പിച്ചത് തന്റെ ഉമിനീര് തന്റെ വലത് കൈയിലേക്ക് എടുത്തുകൊണ്ട് സ്വഹാബത്തിന്റെ മുമ്പാകെ കാണിച്ചാണ്. ഇതിൽ നിന്നാണ് നിങ്ങളുടെ ജനനമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിക്കുമ്പോൾ പ്രാക്ടിക്കലായി പ്രായോഗികമായി അല്ലാഹുവിന്റെ റസൂലിനെ ശരിക്കും റസൂലിന്റെ സ്വഹാബത്തിനെ നബി തങ്ങൾ ശരിക്കും പഠിപ്പിക്കുകയായിരുന്നു. ഇത്തരം ഒരു ജലത്തിൽ നിന്നാണ്, ഇത്തരം ഒരു മലിന വസ്തുവിൽ നിന്നാണ് നമ്മൾ ഉണ്ടായി തീർന്നതെന്ന്. ഇത് നമ്മുടെ ഒരു ദുർബലാവസ്ഥയാണ്. ഇനി ആ അവസ്ഥ കഴിഞ്ഞ് മനുഷ്യ ശിശുവായി നമ്മൾ രൂപപ്പെട്ടുവെന്ന് സങ്കല്പിക്കുക. മനുഷ്യ ശിശുവായി രൂപപ്പെട്ടാലും സാധാരണ അല്ലാഹു തആലാന്റെ സൃഷ്ടികളെ പോലെയല്ല. എല്ലാ ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഏറ്റവും കഴിവുകെട്ട വളരെ മോശപ്പെട്ട ദുർബലനായാണ് മനുഷ്യൻ പിറക്കുന്നത്. മറ്റെല്ലാ ജീവികളും അവക്ക് നൈസർഗികമായി എന്തെല്ലാം വാസനകളും കഴിവുകളുമുണ്ടോ അതൊക്കെ അല്പസ്വല്പമെങ്കിലും പ്രകടിപ്പിക്കും ജനിച്ചു വരുന്ന സമയത്ത്. മുട്ടയിൽ നിന്ന് വിരിയുന്ന ജീവികൾ അങ്ങനെ, അല്ലാതെ തന്നെ നമ്മെപ്പോലെ പ്രസവിക്കപ്പെടുന്ന ജീവികൾ ഇങ്ങനെ. ഏത് തരം ജീവികൾ പരിശോധിച്ചാലും മനുഷ്യരല്ലാത്ത ജീവികളൊക്കെയും അവക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന സിദ്ധികളും അവക്ക് അല്ലാഹു നൽകുന്ന രൂപങ്ങളുമൊക്കെ ഏതാണ്ട് ഒരർത്ഥത്തിൽ ബാല്യകാലത്തും ചെറുകാലത്തും പ്രസവിക്കപ്പെട്ട ഉടനെയും ജനിച്ച ഉടനെയും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. തിന്നാൻ കഴിയും, നടക്കാൻ കഴിയും, ഓടാൻ കഴിയും, പറക്കേണ്ടവർക്ക് ചിലപ്പോൾ പറക്കാനും കഴിയും. ഈ രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മിക്ക സൃഷ്ടികളെയും സൃഷ്ടിക്കുന്നത്. എന്നാൽ അവയെയൊക്കെ നിയന്ത്രിക്കുന്ന അല്ലാഹുവിന്റെ ലോകത്തെ സൃഷ്ടികളിൽ ഉദാത്തരായ മലക്കുകളെ പോലും വെല്ലുന്ന സൗഭാഗ്യവും സ്ഥാനവും അല്ലാഹു തആല കനിഞ്ഞേകിയിട്ടുള്ള മനുഷ്യ മക്കൾ അവർക്ക് യാതൊന്നിനും കഴിവില്ലാത്തവരായി കയ്യിറുകെ പിടിച്ച് കരഞ്ഞുകൊണ്ട് മാത്രം ജനിക്കുന്ന നമ്മുടെ ദുർബലാവസ്ഥ, ശൈശവദശയിലെ കുഞ്ഞുകാലത്തെ മാതാവിന്റെ അമ്മിഞ്ഞപ്പാലും മുലയും കുടിച്ചുകൊണ്ട് മാത്രം വളരുന്ന അവസ്ഥയിൽ നമ്മൾ ആലോചിച്ചാൽ നമ്മുടെ ദുർബലാവസ്ഥ നമുക്ക് ബോധ്യപ്പെടും. അപ്പൊ ശൈശവദശയിലെ ഒന്നിനും കഴിയാത്ത ആ ദുർബലാവസ്ഥയിലോ അല്ലെങ്കിൽ ശിശുവായി തീരുന്നതിന് മുൻപ് മാതാവിന്റെ ഉദരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ആ ദുർബലാവസ്ഥയോ, ഏത് ദുർബലാവസ്ഥ പരിശോധിച്ചാലും നമ്മുടെ തുടക്കം ദുർബലമായ ഒരവസ്ഥയാണ്, പതിതാവസ്ഥയാണ്. അല്ലാഹു പറയുന്നു, ഖലഖക്കും മിൻ ദുഅഫിൻ, ഈ ദുർബലാവസ്ഥയിൽ നിന്നും നിങ്ങളെ അല്ലാഹു തആല സൃഷ്ടിച്ചു. സുമ്മ ജഅല മിൻ ബഅദി ദുഅഫിൻ ഖുവ്വ, ഈ ദൗർബല്യത്തിനു ശേഷം നിങ്ങൾക്ക് അല്ലാഹു തആല സകല സിദ്ധികളുമുള്ള നല്ല ശക്തിയുടെ അവസരം നൽകി, ബലവത്തായ അവസരം നൽകി, ഏറ്റവും കഴിവുള്ള അവസരം. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന യൗവനം. യൗവനം എന്ന് പറഞ്ഞ പദമല്ല അല്ലാഹു ഇവിടെ ഉപയോഗിച്ചത്. യൗവനം എന്ന പദത്തിനും അറബിൽ ശബ്ദമുണ്ട്. അറബ് വാക്യത്തിനൊക്കെ ഉണ്ടല്ലോ. നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഏത് വാക്യത്തിനും അറബിൽ വാക്യമുണ്ട്. അപ്പൊ യൗവനം, യുവത്വം എന്ന് പറഞ്ഞതിനും അറബിൽ വാക്യമുണ്ട്. മലയാളത്തിൽ ഉപയോഗിക്കുന്നതിലും കൂടുതൽ വാക്യമുണ്ട് യൗവനത്തിന്റെ വിവിധ ദശകൾ വിവരിക്കാൻ വിശുദ്ധ ഖുർആന്റെ ഭാഷയായ അറബി ഭാഷയിൽ. അതല്ല ഇവിടെ അല്ലാഹു ഉപയോഗിക്കുന്നത്. ഖുവ്വ, ശക്തിയുടെ ഒരവസരം. എന്തു ശക്തിയാണോ മനുഷ്യൻ നേടുന്നതെങ്കിൽ ആ ശക്തി മുഴുവനുമുള്ള ഒരവസരം, ആ അവസരം നിങ്ങൾക്ക് അല്ലാഹു തആല നിശ്ചയിച്ചു. ഈ അവസ്ഥയെയാണ് ഖുർആൻ വ്യാഖ്യാതാക്കളും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും യുവത്വമെന്നും യൗവനമെന്നും വിവരിച്ചത്. ശൈശവാവസ്ഥ കഴിഞ്ഞ് ബാല്യാവസ്ഥ കഴിഞ്ഞ് നമ്മൾ കഴിവുറ്റവരായിത്തീരുന്ന അവസ്ഥ യൗവനാവസ്ഥയാണ്. ഈ യൗവനാവസ്ഥയ്ക്ക് ശേഷം അല്ലാഹു വിവരിക്കുന്നു, സുമ്മ ജഅല മിൻ ബഅദി ദുഅഫിൻ ഖുവ്വ, സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ദുഅഫൻ വശൈബ. ഈ ശക്തിയുള്ള അവസരം കഴിഞ്ഞിട്ട് പിന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിലാക്കുന്നു ദുഅഫൻ, ദുർബലാവസ്ഥ. അത് പണ്ടത്തെ ദുർബലാവസ്ഥയല്ല, വശൈബ, നരച്ച് കുമ്പളങ്ങയാവുന്ന അവസ്ഥ, വാർദ്ധക്യ സഹജമായ ദൗർബല്യങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ, ബുദ്ധിക്ക് തകരാറ് സംഭവിക്കുന്ന അവസ്ഥ, നിങ്ങളുടെ കൈകാലുകളുടെ സിദ്ധിക്ക് നഷ്ടം വരുന്ന അവസ്ഥ, കണ്ണിനും കാതിനും ദൗർബല്യം പിടിപെടുന്നതായ അവസ്ഥ. ഈ അവസ്ഥ വീണ്ടും അല്ലാഹു തആല നിശ്ചയിച്ചു. യഖ്ലുഖു മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നതൊക്കെയും സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹു. അങ്ങനെ നിങ്ങളെയും അവൻ ഇക്കോലത്തിൽ പല ദശകളിലൂടെ നടത്തിക്കൊണ്ടുപോയി വളർത്തിക്കൊണ്ടുവന്നു. വഹുവൽ അലീമുൽ ഖദീർ, നിങ്ങളുടെ ഓരോ ദശകളും പിന്നിടുമ്പോൾ ആ ദശകളുടെ കഴിവിനെ സംബന്ധിച്ചും അക്കഴിവ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്തിലാണെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രദ്ധിക്കുന്നുണ്ട്. അല്ലാഹു അറിയുന്നുണ്ട്. നിങ്ങളുടെ ഓരോ ദശയിലും നിങ്ങളെ ആര് സഹായിക്കുന്നു അല്ലാഹു തആല ശ്രദ്ധിക്കുന്നുണ്ട്.
ഓരോ ദശയിലും നിങ്ങൾ ആര് വളർത്തുന്നു അല്ലാഹു തആല അറിയുന്നുണ്ട്. ഓരോ ദശയിലും നിങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നുണ്ട് അല്ലാഹു തആല അറിയുന്നുണ്ട്. അൽ ഖദീർ, ഈ അറിയുന്ന അല്ലാഹു തആല നിങ്ങളെ എന്തു ചെയ്യാനും കഴിവുറ്റവനുമാണ്. പക്ഷേ അല്ലാഹു തആല അവന്റെ വ്യവസ്ഥിതി പ്രകാരം തൽക്കാലം ദുന്യാവെന്നൊന്നും ചെയ്യാതെ നിങ്ങളുടെ ഏത് തോന്യാസങ്ങൾക്കും മരുനിന്ന് തോന്യാസങ്ങൾക്കനുസരിച്ച് സിദ്ധികൾ പിൻവലിക്കാതെ അള്ളാഹു നിങ്ങൾക്ക് ഔദാര്യവും അനുഗ്രഹവും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ആശയങ്ങളാണ് ഞാൻ ഓതി വെച്ച ആയത്തുള്ളത്. അപ്പൊ ഈ വിശുദ്ധ ഖുർആനിലെ വാക്യത്തിൽ ഇവിടെ അള്ളാഹു യൗവനത്തെ ഉപയോഗിക്കുന്നത് ഖുവ്വത്ത് എന്നാണ്. വേറെ ചിലയിടത്ത് അള്ളാഹു തആല പറയുന്നത് അശുദ്ധ, ثم لتبلغوا أشدكم ثم لتكونوا شيوخا. നിങ്ങൾ നിങ്ങളുടെ ശക്തിയുടെ പ്രതാപത്തിന്റെ അവസ്ഥക്കെത്തുക. പ്രതാപത്തിന്റെ അവസ്ഥ എന്ന് അല്ലാഹു തആല പ്രയോഗിക്കുന്നതും അർത്ഥവത്താണ്. കയ്യും കാലും കണ്ണും കാതുമെല്ലാം അതിന്റെ സിദ്ധികൾ സമ്പൂർണമായി ഉൾക്കൊള്ളുന്ന ശാരീരികമായ പ്രതാപം, അതോടൊപ്പം മാനസികമായ അറിവും വിവേകവും വിജ്ഞാനവും വന്നുകൊണ്ടിരിക്കുന്ന ശരിയായ മാനസികമായ പ്രതാപം, ഈ രണ്ടു പ്രതാപവും ഖുവ്വത്തും നേടുന്ന ഒരവസ്ഥ. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വേറെ ചിലയിടത്ത് യൗവനത്തെ കുറിച്ച് പറയുന്നത്. എന്റെ യുവാക്കളെ, യുവതികളെ, നമുക്ക് ഈ അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഓട്ടത്തിനിടയിൽ ഏറ്റവും കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നത്. എന്റെ പ്രായമുള്ള രക്ഷിതാക്കൾ, യുവാക്കൾ എന്ന് പറയാൻ പറ്റാത്തവർ എന്റെ മുമ്പിലിരിക്കുന്നവരിലില്ല. അപൂർവം ചില പ്രായമുള്ളവരെ നമ്മുടെ മഹല്ലിൽ തന്നെയുള്ളൂ. നമ്മളൊന്ന് നിലയിരുത്തി നോക്കിയാൽ തന്നെ ബോധ്യപ്പെടുന്നത് വളരെ കുറഞ്ഞ കാലം, വളരെ കുറഞ്ഞ കാലമാണ് വാർദ്ധക്യത്തിന്റെ അവസ്ഥയിലും കഴിവില്ലാത്ത അവസ്ഥയിലും അല്ലാഹു തആല മനുഷ്യനെ ഇരുത്തുന്നുള്ളൂ. യൗവനത്തിന്റെ അവസ്ഥ അൽ ഹാഫിദ് ഇബ്നുൽ ഫറജ്, അദ്ദേഹത്തെ പോലുള്ള മഹാന്മാർ, ഇബ്നുൽ ജൗസിയെ പോലുള്ള ബുദ്ധിശാലികളായ വിജ്ഞന്മാർ നമ്മുടെ പണ്ഡിതന്മാരിൽ നിന്ന് തന്നെ വിവരിക്കുന്നുണ്ട്. 40 വയസ്സിന്റെ താഴെ ഒരു 35 വയസ്സുവരെ ശരിയായ തുടുതുടുത്ത യൗവനം, ശരിയായ കൗമാരം പിന്നിട്ടിട്ട് തുടുതുടുപ്പുള്ള നിറഞ്ഞു നിൽക്കുന്ന യൗവനം. ശേഷം ഒരു 50 വയസ്സുവരെ മധ്യവയസ്കൻ എന്ന് വിളിക്കപ്പെടുന്നുണ്ടെങ്കിലും അതും കഴിവുറ്റ അവസ്ഥയാണ്, കഴിവുകേടിന്റെ അവസ്ഥയല്ല. വിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ യൗവനത്തിന്റെ അവസ്ഥ തന്നെ. 50 മുതൽക്ക് ഒരു 70 വയസ്സുവരെയാണത്രേ ഷെയ്ഖ്, വയസ്സൻ എന്ന് വിശുദ്ധ ഖുർആൻ വിവരിക്കുന്ന ഷെയ്ഖ്. അറബ് ഭാഷയിൽ ഷെയ്ഖ്, ആ വാക്യത്തിന്റെ അർത്ഥം വയസ്സെന്നാണ്. നമ്മളിപ്പോ അങ്ങനെയൊന്നും അല്ല, വലിയ മൂല്യരായ പുറത്തു പോയാൽ ഷെയ്ഖ് എന്നറിയും, ഷെയ്ഖുന എന്നറിയുമ്പോൾ ഷെയ്ഖ് എന്നറിയും. ഇതൊക്കെ ആത്മീയമായ ഗുരുക്കന്മാർ എന്ന അർത്ഥത്തിലാണ്. അറബ് ഭാഷയിൽ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ വയസ്സെന്ന ഭാഷയുടെ അർത്ഥം. അത് ആർക്കും പറയാം, മൊയ്ലേർക്കും പറയാം, ആലിമനും പറയാം, പണ്ഡിതനും പറയും, ഇമാമനും പറയും, ആർക്കും പറയാം. ആ പ്രായമെത്തിയാൽ ഒരു 50 വയസ്സ് മുതൽക്ക് 70 വയസ്സ് വരെയുള്ള അവസ്ഥയാണ് ഷെയ്ഖ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. നന്ന കവിഞ്ഞാൽ 20 വർഷം. ഈ 20 വർഷം തന്നെ ലഭിക്കുന്നവർ മനുഷ്യകുലത്തിൽ വളരെ കമ്മിയായിരിക്കും. 70 പിന്നിട്ടിട്ടുള്ള അവസ്ഥ കിബർ, വളരെ വാർദ്ധക്യം, വാർദ്ധക്യത്തിന്റെ മുഴുവൻ ദൗർബല്യങ്ങളും ഉൾക്കൊള്ളുന്ന മോശപ്പെട്ട അവസ്ഥ കിബർ. കിബർ എന്ന് പറഞ്ഞാല് വിശുദ്ധ ഖുർആൻ മാതാപിതാക്കളെ കുറിച്ച് പറയുന്നുണ്ട്. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ. ബുദ്ധിക്ക് തകരാറുള്ള, കേൾവിക്ക് തകരാറുള്ള, സംസാരത്തിന് തകരാറുള്ള, അവന്റെ ശാരീരികമായ സിദ്ധികൾക്കും മാനസിക സിദ്ധിക്കും ഒക്കെ തകരാറുള്ള അവസ്ഥ. ഈ ഒരവസ്ഥ 70 പിന്നിട്ടിട്ടുള്ള അവസ്ഥയാണ്. 70 പിന്നിട്ടിട്ട് ഈ അവസ്ഥയിലെത്തിയവർ നമ്മുടെ നടുവക്കാട് പ്രദേശത്തോ മമ്പാട് പഞ്ചായത്തിലോ മൊത്തം നിങ്ങൾ എണ്ണി നോക്കി, ഒരു കാലത്ത് എത്രയോ നിരയിൽ നിൽക്കുന്നവർ ഒരുപാടുണ്ടല്ലോ. ഒരേ സമപ്രായക്കാർ ഒരുപാടുണ്ട്. ഇന്നിപ്പോ നമ്മളെ പ്രായക്കാർ ഓരോരുത്തരും വിലയിരുത്തി നോക്കി എത്ര പേരുണ്ടാകും? അസ്റാബ് നാദിന് പറയാം, വയസ്സൊത്ത ഒരേ കടക്കാർ. അറബ് ഭാഷയിൽ ഇതിന് ശബ്ദം അസ്റാബ്. ഒരേ കടക്കാര് നമ്മൾ ഓരോരുത്തരും നമുക്ക് വിലയിരുത്തി നോക്കിയാൽ ഒരുപാട് കടക്കാരെ കാണും. പക്ഷെ 70 വയസ്സായൊരു വയസ്സൻ, അല്ലെങ്കിൽ 50 പിന്നിട്ട ഒരു വയസ്സൻ 60 വരെ പോകുന്നത് സാധാരണമായ ഈ ഉമ്മത്തിന്റെ പ്രായമാണ്. 60ന്റെയും 70ന്റെയും ഇടയിലാണ് എന്റെ ഉമ്മത്തിന്റെ പ്രായം. വഖലീലും മൻ യതജാവസുഹു. അതിനപ്പുറം വിട്ട് കിടക്കുന്നവർ എന്റെ ഉമ്മത്തിൽ വളരെ കമ്മിയാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചതുപോലെ തന്നെ അവസാന കാലത്തെ സമുദായമായ മനുഷ്യമക്കളായ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിൽ 70 പിന്നിട്ടവർ, 60 കഴിഞ്ഞ് 70 പിന്നിട്ടവർ വളരെ വളരെ അപൂർവമായിരിക്കും. ഒരു പഞ്ചായത്തിൽ തന്നെ വിരലുകൾ കൊണ്ട് എണ്ണി തീർക്കാൻ പറ്റുന്ന കാരണവന്മാരെ 70 കഴിഞ്ഞവർ കാണൂ.
ഇനി 50 കഴിഞ്ഞ് 70 വരെയുള്ള വയസ്സന്മാരെ എണ്ണിയാലും കൈകൊണ്ട് എണ്ണി തീർക്കാൻ പറ്റും. നമ്മുടെ നടുവക്കാട് പ്രദേശത്ത് 50 കഴിഞ്ഞിട്ട് 70 വരെ നിൽക്കുന്നവർ എത്ര പേരുണ്ടാകും? വളരെ കുറവായിരിക്കും. ഉണ്ടെങ്കിൽ അവർ ഏറെക്കുറെ യുവാക്കൾ തന്നെയുമായിരിക്കും. 60 വയസ്സിലൊക്കെ യുവാവാവും. യൗവനത്തിന്റെ എല്ലാ തുടിപ്പും ശക്തിയുണ്ട് അയാൾക്ക്. മാനസികമായും ദുർബലല്ല. ചാടാനും ഓടാനും കളിക്കാനും മണ്ടാനും കാണാനും കേൾക്കാനും ഒക്കെ കഴിയും. എങ്കിൽ പിന്നെ യുവാവ് തന്നെയല്ലേ. വയസ്സുകൊണ്ട് മാത്രമല്ലല്ലോ യൗവനം എന്നറിയുന്നത്. അയാൾക്ക് വയസ്സായിക്കണെങ്കിലും ആളയാളൊരു ചെറുപ്പക്കാരനാണ് നമ്മൾ പറയാറില്ലേ. ആ ചെറുപ്പക്കാരെ, എല്ലാ ചെറുപ്പക്കാരുടെ കഴിവും കഴിഞ്ഞിട്ട് അസ്തമിച്ചവർ നമ്മൾ എണ്ണി നോക്കിയാൽ വളരെ കമ്മിയായിരിക്കും സമൂഹത്തിൽ, ഏത് പ്രദേശത്തും. അപ്പൊ അപൂർവർക്ക് നീണ്ടു കിടക്കുന്ന ഒരു 20 വർഷം വയസ്സനായി ജീവിക്കാനുള്ള അവസരമുണ്ടെങ്കിൽ പോലും 15 വയസ്സ് മുതൽ 50 വയസ്സ് വരെ നീണ്ടു കിടക്കുന്ന യൗവനത്തിന്റെ കാലമാണ് നമ്മുടെ ജീവിതത്തിന്റെ ദശകളിലെ ഏറ്റവും സുദീർഘമായ ദശ. അപ്പൊ അള്ളാഹു നൽകുന്ന ജീവിതത്തിന്റെ ദശകളിൽ വളരെയധികം കാലയളവ് അള്ളാഹു തആല നമുക്ക് നൽകുന്നത് കഴിവുറ്റ അവസ്ഥയാണ്, ശാരീരികമായി ബലവത്തായ അവസ്ഥയാണ്, മാനസികമായി ബലമുള്ള അവസ്ഥയാണ്, കായികമായി ബലമുള്ള അവസ്ഥയാണ്, വിജ്ഞാനപരമായി ബലമുണ്ടാക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. ഓടാനും ചാടാനും കാണാനും കേൾക്കാനും പറ്റുന്ന എല്ലാ സിദ്ധികൾക്കും അതിന്റെ പൂർണ്ണമായ എല്ലാ അംശങ്ങളുമുള്ള അവസ്ഥയാണ്. ഈ അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമ്പോൾ 15 വയസ്സ് മുതൽക്കുള്ളവർ 35 വയസ്സ് വരെയുള്ള എന്റെ ചെറുപ്പക്കാരെ, നിങ്ങൾ കിടുകിടുത്ത യുവാക്കളാണ്. ഏറ്റവും നിറഞ്ഞ യൗവനമുള്ള സമയം. ഈ യൗവനമുള്ള സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതിൽ മിക്കവാറും ആളുകൾ പരാജയപ്പെടുന്നവരും നഷ്ടകാരികളുമാണ്. സുന്നി യുവജന ഫെഡറേഷന്റെ ഏതാനും ചെറുപ്പക്കാര് കുട്ടികൾ, അവർ പള്ളിയിൽ കാണും, വയല് സംഘടിപ്പിക്കും, പ്രസംഗമുണ്ടാക്കും, ഇത്തരം പരിപാടികൾക്ക് വന്നെന്നിരിക്കും. പക്ഷെ 35 വയസ്സ് വരെ നീണ്ടു കിടക്കുന്ന ചെറുപ്പക്കാരുടെ പട്ടികയിൽ നാട് മുഴുക്ക നമ്മളൊന്ന് എണ്ണിത്തിരഞ്ഞാൽ, ഇതുപോലത്തെ ദീനീ സംഘടനകളിൽ പ്രവർത്തിക്കുവാനുള്ള അവസരം കിട്ടാത്ത ചെറുപ്പക്കാരെ നമ്മളൊന്ന് വിലയിരുത്തിയാൽ, അവരുടെ രാത്രിയുടെയും പകലിന്റെയും യാമങ്ങളെ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എത്ര ശരിയാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. നിഅമതാൻ മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ് അസ്സിഹ്ഹതു വൽ ഫറാഗ് ഖാല റസൂലുള്ളാഹി. ആരംഭ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുന്നു, നിഅമതാനി, ഒരു 2 സമ്പൂർണമായ അനുഗ്രഹം അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന വലിയ അനുഗ്രഹമാണ്. പക്ഷേ മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്, മനുഷ്യരിൽ നിന്നുള്ള ധാരാളം പേരും അധിക പേരും ഈ 2 അനുഗ്രഹങ്ങളുടെ കാര്യത്തിൽ നഷ്ടപ്പെട്ടവരാണ്. കച്ചവടം ലാഭിച്ചവരല്ല, നഷ്ടം പറ്റിയവരാണ്. അല്ലാഹുവിന്റെ ലോകത്ത് ചെന്ന് കണക്കെടുപ്പ് നടത്തുമ്പോ നിങ്ങൾക്ക് ആ നിഅമത്തിൽ എന്ത് കിട്ടി എന്ന് വിലയിരുത്തുന്ന സമയം വരുമ്പോ, ആ നിഅമത്തുകളുടെ ഫലം വിലയിരുത്തേണ്ട സമയം വരുമ്പോ അവരതിൽ നഷ്ടം സംഭവിച്ചവരാണ്, ലാഭം കിട്ടിയവരല്ല. നഷ്ടം സംഭവിച്ച് പാപ്പരായവരാണ് അധികം പേരുമെന്ന ആ 2 നിഅമത്ത് അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് അസ്സിഹ, ഒന്ന് ആരോഗ്യമുള്ള യൗവനാവസ്ഥയാണ്, ശരീരത്തിന് ആരോഗ്യമുള്ള അവസ്ഥ, കൈകാലുകൾക്ക് ബലമുള്ള അവസ്ഥ, കണ്ണിനും കാതിനും അതിന്റെ 100% പവറുള്ള അവസ്ഥ, നമ്മുടെ മസ്തിഷ്കത്തിന് അതിന്റെ ശരിയായ ബലമുള്ള അവസ്ഥ, നമ്മുടെ മനസ്സിന് ശരിയായി അതിന്റെ എല്ലാവിധ സിദ്ധികളുമുള്ള അവസ്ഥ. ആ അവസ്ഥ അല്ലാഹു തആല നൽകുന്നതാണ് ആരോഗ്യാവസ്ഥ. ഈ ആരോഗ്യാവസ്ഥ മനുഷ്യരിൽ അധിക പേർക്കുമുണ്ട്. പക്ഷേ അധിക പേരും ഇവിടെ നഷ്ടം സംഭവിക്കുന്നവരാണ്. വൽ ഫറാഗ്, ജീവിതത്തിൽ ഈ നിഅമത്തുകൾ വിനിയോഗിക്കാൻ എന്താണോ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുള്ള കടമകളെങ്കിൽ ആ കടമകൾ നിർവഹിക്കുവാനുള്ള അവസരമുണ്ടായിട്ട്, സമയമുണ്ടായിട്ട്, ഒഴിവുണ്ടായിട്ട്, ആ ഒഴിവ് മുഖവിലക്കെടുത്ത് കണക്കിലെടുക്കുന്നവരും ലാഭിക്കുന്നവരും മനുഷ്യരിൽ കമ്മിയാണ്. 2 അനുഗ്രഹം, ഒന്ന് ഒഴിവ്, ഒന്ന് ആരോഗ്യം. ഇത് നമ്മൾ കണക്കിലെടുക്കേണ്ടതാണ്. ഒഴിവില്ല എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരം പരാതി നമ്മളൊക്കെ പറയുന്നെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ കുറേ അധികം ആളുകൾക്ക് ഒഴിവുണ്ടാവില്ല. തിരിയാനും അറിയാനും ഒഴിവില്ലാത്തവരുണ്ട്. മലമൂത്ര വിസർജനം പോലും ശരിക്ക് ചെയ്യാൻ ഒഴിവില്ലാത്തവരുണ്ട്. 5 വക്ത് നിസ്കരിക്കാൻ ശരിക്ക് പറ്റാത്തവരുണ്ട്. ഒഴിവില്ലാത്തത് തന്നെ അത്ര ചുമതലകൾ. കച്ചവടത്തിന്റെ ചുമതലയാവാം, തൊഴിലിന്റെ ചുമതലയാവാം, മറ്റേതെങ്കിലും തരത്തിലുള്ള ചുമതലയാവാം, രാഷ്ട്രീയ പ്രവർത്തനമാകാം, സാമൂഹിക പ്രവർത്തനമാകാം, മതപ്രവർത്തനമാകാം, ഏത് പ്രവർത്തനമാകാം. ഒഴിവില്ലാത്ത ചുമതലയുള്ള സദാസമയവും ജോലിയിൽ വ്യാപൃതരായവർ. മക്കളെ നോക്കാൻ പറ്റില്ല, ഭാര്യയെ പറ്റി ചിന്തിക്കാൻ കഴിയില്ല,
മാതാപിതാക്കളെ കൊണ്ടുപോകാൻ കഴിയില്ല. അവന്റെ സ്വന്തം കാര്യവും ആരോഗ്യാവസ്ഥയും ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇങ്ങനെ ഒഴിവില്ലാത്തവർ സമൂഹത്തിൽ വളരെ കുറഞ്ഞ പേരുണ്ട്. പക്ഷെ അധികം ആളുകൾക്കും ഒഴിവുണ്ട്. നിശ്ചിത സമയമാണ് ജോലി, ആ ജോലി കഴിഞ്ഞാൽ ഒഴിവ്. നിശ്ചിത സമയമാണ് പ്രവർത്തനം, ആ പ്രവർത്തനം കഴിഞ്ഞാൽ ഒഴിവ്. അല്ലെങ്കിൽ ഒരു പ്രവർത്തനവും ഇല്ല കാര്യപ്പെട്ട്. അങ്ങനെ വീട്ടിലിരിക്കുന്നു, നടക്കുന്നു, അങ്ങാടി പോകുന്നു. ഇങ്ങനെയുള്ള ഒരവസ്ഥ അള്ളാഹു നൽകുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണം എന്നതിലുപരി ഒരു വലിയ അനുഗ്രഹമാണ്. ഒഴിവില്ലാത്ത അവസ്ഥ വരുമ്പോഴേ ഒഴിവുണ്ട് എന്ന അവസ്ഥക്കുള്ള വില നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഒഴിവില്ലാത്ത ആളുകൾ പറയുമ്പോഴേ ഒരു ദിവസം ഒഴിവ് കിട്ടിയാലുള്ള വില അറിയുകയുള്ളൂ. ബന്ധുണ്ടായിട്ട്, ഹർത്താലുണ്ടായിട്ട് അന്നൊരു ദിവസം വീട്ടിൽ കിടക്കേണ്ടി വന്നാൽ ജോലി തിരക്കുകൾ കൊണ്ട് ബുദ്ധിമുട്ടിയതായ ആളുകൾക്ക് എന്തോ ഒരു സന്തോഷമാണ്. ഉദ്യോഗം കൊണ്ടും നിത്യജീവിതത്തിലെ ഭാരിച്ച ചുമതലകൾ കൊണ്ടും പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഒരു ബന്ധോ ഹർത്താലോ ഉണ്ടായാൽ വലിയൊരുനാൾ വന്ന സന്തോഷം കാണും. അതെന്താണ് കാരണം? ഒഴിവില്ലാത്ത അവസ്ഥ അവരനുഭവിക്കുന്നുണ്ട്. ക്ലിഷ്ടമായ അവസ്ഥ, വിഷമിക്കുന്ന അവസ്ഥ. ആ അവസ്ഥ വിട്ട് ഒഴിവൊന്ന് കിട്ടിയാൽ വളരെ പ്രയാസമില്ലാത്ത സുന്ദരമായ ഒരവസ്ഥയായവർക്ക് അത് അനുഭവപ്പെടും. ഈ അവസ്ഥ എന്നും അനുഭവിക്കുന്ന ചെറുപ്പക്കാർക്ക് മടുപ്പ് തോന്നുമെങ്കിലും അള്ളാഹു നൽകുന്ന ഈ ഒഴിവ് ചെറുതല്ല, അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണ്. ഈ അനുഗ്രഹത്തിൽ നഷ്ടം ബാധിക്കുന്നവരാണ് സമൂഹത്തിലേറെ പേരും. വളരെ കുറഞ്ഞ പേർ മാത്രമേ അത് ലാഭിക്കുന്നുള്ളൂ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുന്നു, വളരെ കുറഞ്ഞ പേർ മാത്രം അതിൽ ലാഭിക്കും. നമ്മളങ്ങനെ കണക്കെടുത്ത് നോക്കി, നമ്മളെ ആരോഗ്യാവസ്ഥയും അള്ളാഹു നൽകുന്ന ഈ ഒഴിവിന്റെ അവസ്ഥയും നമ്മളിൽ ആരൊക്കെയുണ്ട് ഉപയോഗപ്പെടുത്തുന്നവരും നഷ്ടമില്ലാതാക്കുന്നവരും? യൗവനത്തിന്റെ ദശ ലഭിച്ചിരിക്കുന്ന, യൗവനത്തിന്റെ ദശയിൽ അല്ലാഹു തആല നിർത്തിയിരിക്കുന്ന, നിറഞ്ഞ യൗവനം തുടുത്തു നിൽക്കുന്ന, തുളുമ്പി നിൽക്കുന്ന എന്റെ യുവാക്കളെ, യുവതികളെ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ യൗവനം നഷ്ടപ്പെട്ട ആളുകൾ വിലപിക്കുകയാണെന്ന്, കഴിയാത്ത ആളുകൾ ഇന്ന് പ്രയാസപ്പെടുകയാണ്. വയസ്സായിട്ട് എവിടെയെങ്കിലും കിടക്കേണ്ടി വരുന്നവർ, കണ്ണിനൊരൽപ്പം മങ്ങല് വന്നവർ, കാലുകൊണ്ട് ഇഷ്ടം പോലെ നടക്കാൻ പറ്റാത്തവർ, തലച്ചോറ് കൊണ്ട് ഇഷ്ടം പോലെ ചിന്തിക്കാൻ പറ്റാത്തവർ, മനസ്സുകൊണ്ട് ഇഷ്ടം പോലെ പ്രവർത്തിക്കാൻ പറ്റാത്തവർ, ശാരീരികമായി ചാടാനും ഓടാനും പറ്റാത്തവർ, അവർ യൗവനത്തിന്റെ ദശ വിറ്റ് ഏതെങ്കിലും ഒരു ദുർബലാവസ്ഥയിൽ എത്തിപ്പെട്ടാൽ പലവിധത്തിൽ വിഷമിക്കുകയാണ്. പലവിധ വിഷമങ്ങൾ. ശാരീരികമായവരുടെ വിഷമം മാത്രമല്ല വലിയ വിഷമം, അതിലേറെ വലിയ വിഷമമുണ്ട്. ആർക്കും വേണ്ടാത്തവരായി മാറുകയാണ് ഒരു വയസ്സൻ. വാർദ്ധക്യത്തിൽ ഒരാൾ എത്തിപ്പെട്ടാൽ അയാൾ ആർക്കും വേണ്ട, സമൂഹത്തിന് വേണ്ട. അഭിപ്രായം പറഞ്ഞാൽ പറയാം, ഒക്കെ വയസ്സന്മാര് സ്വാഭാവികമായി പറയും, അങ്ങനെ ഒന്നോട്ടെ. നമ്മൾ ആരെങ്കിലും കണക്കിലെടുക്കുമോ? ഒരുവിധമൊക്കെ അടിക്കാനും പിടിക്കാനൊക്കെ പറ്റിയാണെങ്കിൽ കണക്കിലെടുക്കും. ദുർബലാവസ്ഥയിൽ വയസ്സനായി ശരിക്കും വാർദ്ധക്യത്തിൽ പറ്റിയ ഒരാളാണെങ്കിൽ സമൂഹം കണക്കിലെടുക്കൂല. അത് അത്തും കുത്തും പറയുന്ന ആക്കി മാറ്റും. അല്ലെങ്കിൽ വയസ്സന്മാരങ്ങനെയൊക്കെ പറയും, നല്ല ബഹുമാനത്തിലാണ് വെച്ചാൽ വയസ്സന്മാരങ്ങനെയൊക്കെ പറയും. പ്രായമായ എല്ലാവർക്കും ഉള്ളതാണ്, ഒറ്റ വാക്കിൽ വാക്കും. സമൂഹത്തിലും പുറത്തിറങ്ങിയാലും ഇതാണ് അവസ്ഥയെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്കോ സാമൂഹിക സംഘടനകൾക്കോ അവർക്ക് വേണ്ട. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അത്തരത്തിലുള്ള വാർദ്ധക്യമുള്ളവരെ വേണ്ട. വോട്ടിന് മാത്രം മതി, ഒരു വിലയേറിയ വോട്ട്. അതിന്റെ അപ്പുറത്തേക്ക് വേറൊന്നിനും അവരെ പറ്റൂലല്ലോ. വിലയേറുന്ന വോട്ട് അവരുടെ വോട്ടാണ്, മറ്റുള്ളവരുടേത് വോട്ടല്ല. പ്രവർത്തനം തന്നെ വിലയേറുന്നു. അപ്പൊ പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നാൽ സമൂഹത്തിന് വേണ്ട, നാട്ടുകാർക്ക് വേണ്ട. എന്നാ വീട്ടിന് വേണോ? വേണ്ട, വീട്ടിലും വേണ്ട. ഭാര്യയ്ക്ക് വേണ്ട, മക്കൾക്ക് വേണ്ട, ചെറിയ 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 കുട്ടികൾക്ക് വേണോ? വേണ്ട, ആർക്കും വേണ്ട. ഇത് ആരുടെയും ഒരാളുടെ അവസ്ഥയല്ല, സമൂഹത്തിൽ വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന മിക്ക പേരുടെയും അവസ്ഥ. അല്ലാഹു ഈ ദുർബലാവസ്ഥയിൽ നിന്നും നമുക്ക് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോഴാണ് ഒരാൾ വാർദ്ധക്യമുള്ള വയസ്സനായി മാറുക. ആർക്കും വേണ്ടാത്ത, എല്ലാവരാലും അകറ്റപ്പെടുന്ന, ഭാര്യക്കും മക്കൾക്കും വരെ വേണ്ടാത്ത, വീട്ടിൽ വരെ അയാൾ അധികപ്പറ്റായി വരുന്ന, പള്ളിയിൽ അയാൾ അധികപ്പറ്റായി വരുന്ന, എല്ലായിടത്തും അയാൾ കാർക്കിച്ചു തുപ്പിക്കൊണ്ടിരിക്കുന്ന, ഇവിടെയൊക്കെ അയാൾ വൃത്തികേടാക്കുമെന്ന് സമൂഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിധം ആക്ഷേപിക്കുന്ന ഒരു ദുർബലാവസ്ഥയിൽ ഒരാൾ എത്തിപ്പെട്ടാൽ ആ അവസ്ഥയാണ് വാർദ്ധക്യ സഹജമായ ദൗർബല്യത്തിന്റെ അവസ്ഥ. ഈ അവസ്ഥ വരുമ്പോഴാണ് പടച്ചോനെ, എന്റെ യൗവനകാലം, എന്റെ നല്ല ചോരത്തിളപ്പുള്ള കാലം, ഞാൻ ഓടി നടന്ന കാലം, ഞാൻ അധ്വാനിച്ച കാലം, ഞാൻ കഷ്ടപ്പെട്ട കാലം, ഞാൻ മലയിൽ പോയ കാലം, ഞാൻ തോട്ടത്ത് പോയ കാലം, ഞാൻ മണ്ണ് കളച്ച കാലം, ഞാൻ ഡ്രൈവിംഗ് നടത്തിയ കാലം എന്നൊക്കെ അവരുടെ നഷ്ടപ്രതാപത്തിന്റെ കാലത്ത് എടുത്തുകൊണ്ട് നഷ്ടബോധത്തോടുകൂടി അവർ പറഞ്ഞുകൊണ്ടിരിക്കും.
ഇതേതൊരു വാർദ്ധക്യത്തിലെത്തിയ വയസ്സിന്റെയും മനസ്സിന്റെ അകത്ത് കവിതയാണ്. അലാ ലൈത ശബാബ യഊദു യൗമ ഫഉഖ്ബിറഹു ബിമാ ഫഅലൽ മശീബു. വാർദ്ധക്യത്തിന്റെ ഏറ്റവും വലിയ ദൗർബല്യത്തിലെത്തിയാൽ നഷ്ടപ്പെട്ട യൗവനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ, ഗ്രഹാതുര ചിന്തകൾ ഒരാളെ സംബന്ധിച്ച് വരുന്നത് കവികൾ പലപ്പോഴും വാഴ്ത്തിയിട്ടുണ്ട്. മലയാളത്തിൽ ഇത്തരം കവിതകളുണ്ട്, എല്ലാ ഭാഷയിലും ഇത്തരം കവിതകളുണ്ട്. അറബ് ഭാഷയിൽ ചൊല്ലിപ്പഠിക്കാൻ പറ്റുന്ന കവിത, വളരെ കുഞ്ഞുകാലത്ത് തന്നെ കേൾക്കപ്പെടുന്ന കവിതയുടെ ശകലമാണിത്. അല്ലാ ലൈത ശബാബ യഊദു യൗമ ഫൗഖ്ബിറഹു ബിമാ ഫഅലൽ മശീബു. ഓ, ഒരു ദിവസം, ഒരല്പസമയം എനിക്കെന്റെ യൗവനം ഒന്ന് തിരിച്ചു കിട്ടിയെങ്കിൽ, വാർദ്ധക്യത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും എനിക്കൊന്ന് അതിനോട് പറയായിരുന്നു എന്ന് മനസ്സിന്റെ അകത്ത് തോന്നാത്ത, ഹൃദയത്തിന്റെ അകത്ത് യൗവനത്തെക്കുറിച്ച് ഒരു ചെറിയ നഷ്ടത്തിന്റെ ഓർമ്മ വരാത്ത ഒരാളുമില്ല. എന്താ കവി പറയുന്നത്? യൗവനകാലത്തുണ്ടായിരുന്ന സംഭവങ്ങൾക്ക് ശേഷം നരച്ചിട്ട് കുമ്പളങ്ങയായപ്പോ ഞാൻ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഈ ഒരവസ്ഥ എനിക്കെന്റെ യൗവനത്തോടെങ്കിലും ഒന്ന് പറയായിരുന്നു. വേറെ ആരും എനിക്ക് പറയാല്ല. ചെറിയ കുഞ്ഞു മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു കൊടുത്താൽ വയസ്സന്മാരെ വാക്ക് ഓൽക്ക് കേൾക്കണ്ട. ഭാര്യയെയും മക്കളെയും വിളിച്ചാൽ അവർക്ക് വേണ്ട. സമൂഹത്തിലുള്ള ചെറിയ കുട്ടിമക്കളെ പറഞ്ഞാൽ അവർക്ക് വേണ്ട. ആരും ഇവരുടെ വാക്ക് കേൾക്കാതെ വരുമ്പോ അവർ ഒറ്റക്ക് മലച്ച് കിടന്നിട്ട് പറയാ, എന്റെ യൗവനം ഒന്ന് തിരിച്ചു കിട്ടിയാൽ യൗവനത്തോടൊരു ദിവസം എനിക്കിപ്പോ വന്ന ഈ ദൗർബല്യത്തെ കുറിച്ചൊക്കെ ഒന്ന് പറയായിരുന്നു. ഇത് കവിതയുടെ മനസ്സാണ്, കവിതരുടെ മനസ്സിൽ തോന്നുന്ന വികാരം. നമ്മളെ കാലത്താണെങ്കിൽ എന്തൊക്കെ കാലന്റെ കഴിഞ്ഞു വരുന്നു തോന്നിയാൽ മതി. ഇത് നമ്മളെ സാധാരണ മനസ്സിനിങ്ങനെ തോന്നുള്ളൂ. അധ്വാനിക്കുന്ന സാധാരണക്കാരന്റെ മനസ്സങ്ങനെ. കവികളുടെ ഭാവനാവിലാസത്തിൽ വന്നാൽ ഞാൻ എന്റെ ചെറിയ നാക്കുകൊണ്ട് എന്തെല്ലാം പറയുമായിരുന്നു യൗവനത്തോട് എന്ന് പറയുന്നത് കവിതയാണ്. നഷ്ടപ്പെട്ട് കിട്ടുന്നത് ഏതെങ്കിലും ഒരാൾ വിലപിച്ചിട്ട് കിട്ടുമായിരുന്നെങ്കിൽ, അല്ല, അങ്ങാടിയിൽ കിട്ടുന്ന വല്ല പച്ചമരുന്നുമായിരുന്നു യൗവനമെങ്കിൽ, ഇത് അറബിൽ ഒരു ശബ്ദമാണ്. ആയെങ്കിൽ ഇങ്ങനെ ആയെങ്കിൽ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്നതിനാ ലൈത്ത് എന്ന് പറയാം. നടക്കാത്ത കാര്യം കൊതിച്ചാൽ അപ്പോഴാണ് ലൈത്ത് എന്ന് പറയാം. ഞാനൊരു നല്ല മുതലാളി ആയെങ്കിൽ അതിന് ലൈത്ത പറയില്ല. ചിലപ്പോൾ നടക്കാം, ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും അവസ്ഥയിൽ ഒരു സ്വർണത്തിന്റെ വലിയൊരു കട്ടണ് കിട്ടിയാൽ നമ്മൾ മുതലാളിയാവും. അതുപോലത്തെ ഒക്കെ പറയാൻ ലൈത്ത പറയില്ല. ലൈത്ത് ഉപയോഗിക്കുന്നത് എനിക്കൊരു 10 വയസ്സായെങ്കിൽ എന്ന് 40 വയസ്സുകാരൻ കൊതിച്ചാൽ ഇത് ലൈത്താണ്. കുഴച്ചിലുവാദം പിടിച്ചിട്ട് പറ്റ കിടന്ന ഒരു 80 വയസ്സുകാരൻ ഞാൻ എന്റെ കുട്ടിക്കാലത്തേക്ക് എത്തിയെങ്കിൽ, ഇനിയൊന്ന് നടക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ചിലപ്പം കൊതിക്കുന്നത് ലൈത്താണ്. ഒരാണ് പെണ്ണായെങ്കിൽ എന്നോ പെണ്ണ് ആണായെങ്കിൽ എന്നോ കൊതിച്ചാൽ അതും ലൈത്യാണ്. എന്ന് വെച്ചാൽ നടക്കാത്ത കാര്യം പറയുമ്പോഴും പ്രതീക്ഷിക്കാത്ത കാര്യം പറയുമ്പോഴാ ലൈത്ത പറയാം. കവി വിവരിക്കുന്നത് ലൈത്ത് എന്ന ശബ്ദം കൊണ്ടുപയോഗിച്ചിട്ട് ഏതെങ്കിലും ഒരു കാര്യം നടക്കുമായിരുന്നെങ്കിൽ ഞാൻ ലൈത്ത കൊണ്ടുപയോഗിക്കുന്നത് ഏതെങ്കിലും കടയിൽ പോയാൽ എത്ര രൂപ കൊടുത്തിട്ട് മേടിക്കാൻ പറ്റും യൗവനമെങ്കിലും ഞാനത് മേടിക്കുമായിരുന്നു. അമേരിക്കയിൽ പോയിട്ട് സമ്പാദിക്കാൻ കഴിയും യൗവനമെങ്കിൽ ഞാനത് യൗവനം മേടിക്കുമായിരുന്നു. അത്യാവശ്യമൊക്കെ നമ്മൾ മേടിക്കും. നല്ലൊരു ബാർബർ ഷാപ്പിൽ പോയിട്ട് ഒക്കെ പഠിച്ച് കളഞ്ഞിട്ട് യൗവനം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ നിറച്ച താടിക്കാരനൊക്കെ പഠിക്കും. നല്ല യശക്കൊരു യൗവനം കിട്ടും. എന്റെ പ്രായം തോന്നൂല. എന്റെ കടക്കാര് താടിയൊക്കെ പഠിച്ചു നടന്നാലേ, താടിയൊക്കെ പഠിച്ചാലല്ലേ യശം സാറാവുമല്ലോ. ഇനിയൊക്കെ കറുത്ത് ശരിക്കും മുടിയായെങ്കിൽ എന്ന് കൊതിക്കുന്നവരുണ്ട്. നിറച്ച മുടികളൊക്കെ ഗൾഫിൽ പോയ ചെറുപ്പക്കാരൊക്കെയാണെന്ന് വെച്ചാല് എത്ര മുടക്കിയാലും നിത്യേനമാണെങ്കിലൊക്കെ കറുപ്പിച്ചിട്ട് ചെറുപ്പക്കാരനാകാൻ നടക്കും. അപ്പൊ പണം കൊടുത്തിട്ട് യൗവനം വാങ്ങുന്നത് നമ്മളടുത്തുണ്ട് ഇടപാട്. പക്ഷെ വേഷത്തില് ഫാഷനില് ഒരല്പൊക്കെ ഉള്ളൂ. ഇതല്ല പറയുന്നത്. എവിടെയെങ്കിലും ശരിയായ യൗവനം എനിക്ക് വരാലോ. ചിലപ്പോ ആ വെബ്സൈറ്റിൽ ഇങ്ങനെ നോക്കി നോക്കിയാൽ ചിലപ്പോ ഇവിടുന്ന് യൗവനം വിൽക്കാണ്ടോ എന്നൊക്കെ കേട്ട് വരും. പത്രത്തിൽ എന്തൊക്കെ കേൾക്കുഞ്ഞ് ഏതെല്ലാം തരത്തിലുള്ള കച്ചവടങ്ങൾ നടക്കും. അപ്പൊ യൗവനം വിൽക്കാണ്ടോ യുവത്വം വിൽക്കാണ്ടോ എന്ന് എവിടെയെങ്കിലും പറയുമ്പോ എന്ത് മുടക്കിയിട്ട് വാങ്ങാനുണ്ടെങ്കിലും ഞാനത് വാങ്ങുമായിരുന്നേനെ എന്ന് കൊതിക്കുമെന്നത് വയസ്സാകുന്ന ഒരു വയസ്സിനെ സംബന്ധിച്ച ശരിയായ കൊതിയാണ്. അനുഭവപ്പെടുമ്പോൾ നമുക്ക് യാഥാർത്ഥ്യമായി തോന്നും. ഒരു ദിവസം പെട്ടെന്ന് കുടിയോടുന്ന ശുദ്ധ മദ്യം
ആ മദ്യം ഓന്നുന്നതിനേക്കാൾ ആസ്വാദ്യമാണ് ഒരല്പസമയം എന്റെ യൗവനത്തെ കുറിച്ചൊന്ന് ഓർത്തിരിക്കൽ എന്നൊരു കവി പറഞ്ഞു. അത് പണ്ടത്തെ കള്ളു കുടിച്ചണ കവികളാ. നല്ല മുന്തിരിന്റെ ചാറ് ഉഷാറായിട്ട് കുടിച്ചിട്ട് നല്ല സൗരഭ്യമുള്ള, നല്ല ആസ്വാദ്യതയുള്ള, അതുപോലെ തന്നെ കുവ്വത്ത് നൽകുന്ന, ശക്തി പകരുന്ന, ഉപകാരം നൽകുന്ന മദ്യം. നമ്മളെ ഈ വിദേശ മദ്യം ഒന്നും നോക്കിയിട്ടല്ല, ഈ ചപ്പടാച്ചി മദ്യം സാധാരണ ഒന്നുമല്ല പറയുന്നത്. ശുദ്ധ മുന്തിരിയുടെ വീഞ്ഞ്, ആ വീഞ്ഞ് കുടിച്ചിട്ടുള്ള ഹംർ അസൽസൽ തൊള്ളേക്കാണ് പറഞ്ഞാൽ ഓടുന്നത്. നമ്മൾ ചാച്ചിട്ട് അരച്ചിട്ട് കുടിക്കാനേ നമ്മളെ നാട്ടിലെ മദ്യമൊക്കെ പറ്റുള്ളൂ. അല്ല, കുടിക്കണോല് പറയണ കേട്ടാണ്, ഞാൻ ഒന്നോ കുടിച്ചു നോക്കണമെന്നും വിചാരിക്കണ്ട. അക്കള്ളല്ലേ പറയുന്നത്. ഹം അസൽസൽ, കുടിയോടുന്ന ആ ഹംർ, അതിനേക്കാൾ ഓർമ്മയുണ്ട് ഒരു ദിവസം എന്റെ യൗവനത്തെ കുറിച്ചൊന്നൊരു അല്പനേരം ഓർത്തിരിക്കാൻ. ഇതെന്റെ ചെറുപ്പക്കാരെ ഞാനും നിങ്ങളുമൊക്കെ ഓർക്കും. കയ്യിന് ബലമുള്ള അവസ്ഥ കഴിഞ്ഞിട്ട് അവിടെ തരിക്കണ്, ഇവിടെ തരിക്കണ്, ഇവിടെ പിടിച്ചിട്ട് കിട്ടണില്ല, ഇവിടെ കൊതിയിരുന്നിട്ട് അറിയുന്നില്ല എന്ന് വരുമ്പോ, ഓ എന്റെ കൈ കൊണ്ട് എന്തെല്ലാം പിടിച്ചിരുന്നു, ഞാൻ എന്തെല്ലാം വേലകൾ എന്റെ കൈ കൊണ്ട് പ്രവർത്തിച്ചിരുന്നു, നമുക്ക് ഓർമ്മ വരും. ഓടിയിട്ട് എവിടെയൊക്കെയോ എത്താനുള്ള കാലിന്റെ ശക്തികൾ അല്പം മരവിപ്പ് കൊണ്ട് സ്വല്പം നഷ്ടപ്പെട്ടു തോന്നിയാൽ, അല്ലെങ്കിൽ വാദം പിടിച്ചിട്ട് കാലിന്റെ മുട്ടുകൾ വേദന തുടങ്ങിയാൽ, അന്ന് കാലത്ത് നാം ഓടിയതും നാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി നടന്നിരുന്നതുമെല്ലാം നമ്മൾ ഓർത്തുപോകും. അത്തരം ശരീരത്തിന്റെ എല്ലാ ദുർബലാവസ്ഥകളും, ഏത് തരത്തിലുള്ള അവയവത്തിന്റെ അവസ്ഥകളും വരുമ്പോ അതിന്റെ പ്രതാപത്തിന്റെ അവസ്ഥ നമ്മളൊന്ന് സ്മരിക്കും. ഓ, അന്നത്തെ അവസ്ഥ. ഇതെന്റെ യുവാക്കൾ ഓർക്കണം. ഇത് വാർദ്ധക്യം എത്തിയിട്ട് ചിന്തിച്ചാൽ ലൈത്യ നടക്കാത്ത കാര്യം. ഇപ്പൊ ചിന്തിച്ചാൽ കാര്യം, ഇപ്പൊ ചിന്തിച്ചാൽ ഒരുപാട് കാര്യമുണ്ട്. നമ്മളെ യൗവനം നഷ്ടപ്പെടാതെ കാക്കാൻ കഴിയും. നമ്മുടെ യൗവനത്തിന്റെ ദൗർബല്യങ്ങൾ നമുക്ക് ബാധിക്കാതെ കാക്കാൻ കഴിയും. യൗവനത്തിന്റെ ചാപല്യങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയും. എന്തു വേണം? ഹമ്മില്ലാത്ത, മനസ്താപമില്ലാത്ത, വേവലാതിയില്ലാത്ത, ദുഃഖമില്ലാത്ത, പ്രയാസമില്ലാത്ത, സന്തോഷദായകമായ, എല്ലാം പൊരുത്തപ്പെടുന്ന ഒരു മനസ്സ് നമുക്ക് നേടുവാൻ പറ്റും. യൗവനത്തിന്റെ കാലത്ത് വേണ്ടതുപോലെ വിനിയോഗിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അള്ളാഹുവിന്റെ നിഅമത്താണെന്ന് മനസ്സിലാക്കി ആ നിഅമത്തിനെ നന്ദി രേഖപ്പെടുത്താൻ വേണ്ടി നിർദ്ദേശിച്ച രൂപമേതോ, ശൈലിയേതോ, കർമ്മമേതോ, ആ വിഷയത്തിലേക്ക് തിരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ നിഅമത്തിന് ഒരാൾ നന്ദിയുള്ളവനായി ജീവിച്ചാൽ തീർത്തും ശുദ്ധമായ മനസ്സ്, വേവലാതിയില്ലാത്ത മനസ്സ്, ഭയമില്ലാത്ത മനസ്സ്, പൊറുതികേടില്ലാത്ത മനസ്സ്, നഷ്ടം തോന്നാത്ത മനസ്സ്, ദുഃഖം തോന്നാത്ത മനസ്സ് ഒരാൾക്ക് നേടാൻ കഴിയും. അത് ഇപ്പോഴെന്റെ ചെറുപ്പക്കാരും യുവാക്കളും ആലോചിക്കണം. സുന്നി യുവജന ഫെഡറേഷൻ പോലുള്ള മതസംഘടനകൾ പ്രവർത്തിക്കുന്ന എന്റെ ചെറുപ്പക്കാർക്ക് ഉത്തരവാദിത്വം കൂടുതലുണ്ട്. നിങ്ങൾ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ വിശ്വാസകാര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട സംഘത്തിൽ പ്രവർത്തിക്കുന്നവരാണ്, ഇതിനോട് ആഭിമുഖ്യം പുലർത്തുന്നവരാണ്. ഇതൊന്നുമില്ലെങ്കിൽ മുസ്ലിമായ ചെറുപ്പക്കാർ മറ്റേതെങ്കിലും ചെറുപ്പക്കാരുടെ യൗവനം പോലെയല്ല. അള്ളാഹുവിൽ വിശ്വാസമുള്ള ചെറുപ്പക്കാരുടെ യൗവനം, അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിക്കുന്ന ചെറുപ്പക്കാരന്റെ യൗവനം, ഇസ്ലാം എന്ന ദീനിൽ വിശ്വസിക്കുന്ന ചെറുപ്പക്കാരന്റെ യൗവനം, ആ യൗവനം അള്ളാഹുവിൽ വിശ്വാസമുണ്ടെങ്കിൽ, നബിയിൽ വിശ്വാസമുണ്ടെങ്കിൽ, അള്ളാഹു നബിയിലൂടെ നൽകിയിരിക്കുന്ന ദീനിൽ വിശ്വാസമുണ്ടെങ്കിൽ, ദീനിയായ പാഠങ്ങളോർത്ത്, ദീനിയായ ചിട്ടകൾ മനസ്സിലാക്കി, ദീനിയായ കടമകളും ചുമതലകളും ഓർത്തുകൊണ്ട് ഒരാൾ പ്രവർത്തിച്ചാൽ യൗവനം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാം. യൗവനത്തിന്റെ സിദ്ധികൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാം. യൗവനത്തിന്റെ ചാപല്യങ്ങൾ, യൗവനത്തിന്റെ കഴിവുകൾ നഷ്ടപ്പെട്ട് വാർദ്ധക്യ സഹജമായ ദൗർബല്യങ്ങളും പ്രത്യേകിച്ച് മാനസിക ദൗർബല്യവും വരാതെ നമുക്ക് കാക്കാം. ഇതാണ് നമ്മുടെ ചെറുപ്പക്കാരനെ ആലോചിക്കേണ്ടത്. അള്ളാഹു നൽകിയ ഈ അവസ്ഥ ഏറ്റവും സുന്ദരമായ അവസ്ഥ. ഈ അവസ്ഥയിൽ നോക്കണം. ഇപ്പൊ നോക്കിയിട്ടില്ലെങ്കിൽ ഒന്നും നടക്കൂല. അത്യാവശ്യം ഒരു 10-20 വയസ്സിൻ്റെ ഉള്ളിൽ നോക്കണം. അതിനെ ചെറുപ്പം. ഒരു 10-20 വയസ്സിന്റെ ഉള്ളിൽ ഒരാൾക്ക് കിട്ടുന്ന പവർ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അവന് പവറില്ല. നല്ല യൗവനത്തിന്റെ തുടക്കത്തിൽ നോക്കണം. ഒരാൾ നേതാവാകുന്നത് യൗവനത്തിന്റെ തുടക്കത്തിലാണ്. വയസ്സായി കഴിഞ്ഞിട്ട് ഒരാൾ നേതാവാകൂല. ആകാൻ ശ്രമിച്ചിട്ട് ഫലമല്ല. എനിക്കൊക്കെ വയസ്സായി, ഇനി ഞാൻ പറയുന്നത് കേൾക്കണോന്ന് അറിഞ്ഞാണ്ട് ഒരാൾ വന്നാൽ കുട്ടികൾ കോമാളിയൊക്കെ അയാളെ. അങ്ങനെ ആ ചെറുപ്പ വയസ്സന്മാരൊക്കെ വന്നാൽ സ്വീകരിക്കാത്തത്. കുട്ടിക്കാലത്ത്, യൗവനക്കാലത്ത് അയാളുടെ പ്രതാപം വരണം. അതൊരു 10-20 വയസ്സിന്റെ ആ ചെറുപ്പത്തിൽ തന്നെ അറിയാം. ഒരു അറബി കവി തന്നെ അങ്ങനുണ്ട്. ഇദാലം തസുദ് ഫീ ലയാലി ശബാബ് ഫലാ സുത്ത മാ ഇശ്ത മിൻ ബഅദിഹിൻ. ഇദാലം തസുദ് ഫീ ലയാലി ശബാബ് ഫലാ സുത്ത മാ ഇശ്ത മിൻ ബഅദിഹിൻ. ഒരു 20 വയസ്സിന്റെ ഉള്ളിൽ നീ ഒരു നേതാവായി മാറിയില്ലെങ്കിൽ ഇനി പിന്നെ അതിന്റെ ശേഷം നീ നേതാവാകൂലോ. ജീവിക്കുന്ന കാലം അത്രയും നേതാവാകൂല.
ഒരു 20 വയസ്സിന്റെ സമയത്ത് അറിയാം ഒരു നേതാവിന്റെ മുഖം, നേതൃത്വത്തിന്റെ ഗുണം. ഒരു നേതാവാകാൻ നീ ഉണ്ടോ എന്ന് ഒരു 20 വയസ്സിന്റെ മുൻപറിയും. 20 വയസ്സായിട്ട് നീ എവിടെയും നേതാവായില്ലെങ്കിൽ, നിന്നെ നേതാവായ ആരും വാഴ്ത്തിയില്ലെങ്കിൽ, പിന്നെ നീ നേതാവാകാൻ നിന്റെ ആയുഷ്കാലത്തിൽ സാധ്യമല്ല. വഹൽ ജുല്ലു ഉംദിക ഇല്ല ശബാബ് ഖുദിൽ ഹല്ല മിൻഹു വലാ തുഹ്മിലൻ. നിന്റെ ആയുസ് മുഴുക്കൊന്ന് നീണ്ടു പരിശോധിച്ചു നോക്ക്. വലിയ ഭാഗം യൗവനമല്ലേ? ആ യൗവനത്തിന്റെ കാലം ദീർഘമായ കാലമാക്കി അള്ളാഹു നൽകിയിട്ടും അതിന്റെ അംശം പിടിക്കുന്നില്ലെങ്കിൽ, അത് പാഴാക്കി കളയുന്നുണ്ടെങ്കിൽ, നിനക്ക് പിന്നെ നേതൃത്വം ഒരിക്കലും അചിന്ത്യമാണ്. എവിടെയും നേതൃത്വത്തിലെത്തൂല, ദീനീ നേതൃത്വത്തിലെത്തൂല, ഒരു നേതൃത്വത്തിലെത്തൂല. അപ്പൊ ഒരു 20 വയസ്സിന്റെ ആ സമയത്ത് ഇങ്ങനെ അറിയും. അങ്ങനെ നേതാക്കളായിട്ടുള്ളൂ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, യൗവനം വിട്ടിട്ട് ഒരാളും വലുതായില്ല. അപൂർവം ഏതെങ്കിലും ചരിത്രത്തിന് അപവാദമായി ഒന്നൊക്കെ പറയാട്ടോ. അങ്ങനെയൊക്കെ ഏത് തത്വങ്ങൾക്കുണ്ടാകാം, തത്വത്തിനൊക്കെ അപവാദം ഉണ്ടാകും. ആ അപവാദങ്ങളെല്ലാം നമ്മൾ വിടുന്നത്. മൊത്തത്തിൽ പരിശോധിച്ചു നോക്കി, യൗവനം വിട്ട് ഒരാളും നേതാവോ ആലിമോ നബിയോ ഇതൊന്നും ആയി വന്നിട്ടില്ല. ഞാൻ രാഷ്ട്രീയ നേതൃത്വത്തെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, അതും അങ്ങനെ തന്നെയാണ്. ചെറുപ്പക്കാര്, ചെറിയ വിദ്യാർത്ഥി സംഘടനകൾ, യൂത്ത് സംഘടനകൾ, അതിലൊക്കെ കടന്ന് ഇങ്ങനെ വരുമ്പോഴേ ഉള്ളൂ. മൂത്ത സംഘടനയ്ക്ക് തന്നെ ഒരാൾ നേതാവായിട്ട് ഒക്കെ കഴിഞ്ഞിട്ട് ശേഷം എവിടെയും പോയി എവിടേക്കോ പോയിരുന്നിട്ട് വരില്ല. അത് അപൂർവമാണ്. ഒരു കാലത്ത് നേതാവാകാത്ത ഒരാള് പിന്നെ കുറെ ധനികനൊക്കെ ആയി വലിയൊരു സമ്പന്നനൊക്കെ ആയിട്ട് ദുനിയാവ് മുഴുക്കി എനിക്ക് വാങ്ങാന്നുള്ളിടത്ത് എത്തുമ്പോൾ നേതൃസ്ഥാനം കിട്ടിയെന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യൻ കണക്കിലെടുക്കൂല. നേതൃസ്ഥാനം നേതാവാണ് എന്ന് പറയാം, പ്രതാപം കൊണ്ട് പറയാം, കഴിവ് കൊണ്ട് പറയാം. പക്ഷെ ജനമനസ്സിലെ ആള് നേതാവല്ല. ജനത്തിന്റെ ആരുടെയും മനസ്സ് ഭരിക്കാൻ അയാൾക്ക് കഴിയില്ല. എന്താണ് കാരണം? അള്ളാഹു അങ്ങനെ നേതൃത്വം വയസ്സന്മാർക്ക് നൽകുന്നില്ല, യുവാക്കളാകുന്ന കാലത്തെ നൽകൂ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ ബഅസല്ലാഹു നബിയ്യൻ ഇല്ലാ ശാബ്ബ. യുവാവിനെ അല്ലാതെ അള്ളാഹു തആല ഒരാളെയും നബിയാക്കി അയച്ചിട്ടില്ല. നബിയാക്കി അള്ളാഹു അയച്ചോ യുവാവായിരുന്നു. വലാ ഊതിയൽ ഇൽമ വലാ ഊതിയൽ ഇൽമ ആലിമുൻ. ഒരു പണ്ഡിതനും ഇൽമ നൽകപ്പെട്ടിട്ടില്ല ഇല്ലാ വഹുവ ശാബ്. അയാൾ യൗവനാവസ്ഥയിലാകുമ്പോഴല്ലാതെ. യുവാവായിരിക്കുമ്പോൾ തന്നെ ഇൽമ കിട്ടുമ്പോഴേ അയാൾ ആലിമാകും. എന്നുവെച്ചാൽ യുവാവായിരിക്കുമ്പോ അല്ല ഇൽമും കിട്ടി, പിന്നെ വയസ്സനായിട്ട് ഒരു ഇൽമും കിട്ടൂല എന്നല്ല. ഇൽമ എന്ന് പറഞ്ഞത് മരിക്കോളം കിട്ടിക്കൊണ്ടിരിക്കും. കിടക്കപ്പായിൽ നിന്ന് അനങ്ങാൻ പറ്റാതെ കൈകാലുകളൊക്കെ ബലവത്തായി എല്ലാം കിടക്കപ്പായിൽ തന്നെ കിടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ വന്നാലും ഇൽമു എന്ന് പറയുന്നത് കണ്ണുണ്ടെങ്കിലും മനസ്സുണ്ടെങ്കിലും കിട്ടും. കിതാബ് നോക്കുന്ന ഒരാൾക്ക് കിതാബ് മറിച്ചാലോ, വയത് കേൾക്കുന്ന ഒരാൾക്ക് വയത് കേട്ടാലോ, കാസറ്റ് നോക്കുന്ന ഒരാൾക്ക് കാസറ്റ് വെച്ചാലോ ഒക്കെ ഇൽമു കിട്ടും. പക്ഷെ ഒരു ആലിം, ഒരു പണ്ഡിതൻ എന്ന സ്റ്റേജിലോ ഒരു വിദ്വാൻ എന്ന് വാഴ്ത്തപ്പെടുന്ന സ്റ്റേജിലോ ഒരാൾ എത്തുന്നത് അയാളുടെ യൗവനകാലം മുതൽക്കാണ്. യൗവനകാലത്തിൽ എത്തിയില്ലെങ്കിൽ പിന്നെ അവിടെ നിന്നിട്ട് അയാൾ എത്താനില്ല. അപ്പൊ യൗവനത്തിന്റെ അവസ്ഥയിലാണ് നേതൃഗുണം കാണേണ്ടത്. അപ്പോഴാണ് ആളിൽ മേധാവിത്വം കാണേണ്ടത്. അപ്പോഴാണ് ആളിൽ വിജ്ഞനാവേണ്ടത്. അപ്പോഴാണ് ആള് വിദ്വാനാകേണ്ടത്. ഈ കുറെ കാലം കഴിഞ്ഞിട്ട് പഠിക്കാൻ എന്ന് പറഞ്ഞാല് ഒരിക്കൽ ഇങ്ങനെ കേട്ടത് പിന്നെ ഇങ്ങനെ കാണാൻ മറക്കണം. അങ്ങനെ ഉണ്ടാവുമല്ലോ ഒരു നന്നാകല്. ഒരു 19 വയസ്സായിട്ടാ ഒരാൾക്ക് നന്നാകാൻ തോന്നിയത്. പിന്നെ എല്ലാ വയലുകളും പോയി വെള്ളിയാഴ്ചത്തെ പ്രസവം കേട്ട് ശ്രദ്ധിക്കാതിരുന്നാലും പിന്നെ ഇങ്ങനെ ശ്രദ്ധിക്കണ നേരത്ത് കേട്ടതൊക്കെ കാണാൻ മറ്റേ കാത് കൂടെ അങ്ങനെ പോണേ. ഇനി കേട്ടു പഠിച്ചു എന്നാൽ തന്നെ കുറച്ച് കഴിഞ്ഞ് ഓർക്കുമ്പോൾ ചിലപ്പം കഴിയില്ല, ചിലപ്പോ കേൾക്കാൻ തന്നെ കഴിയില്ല. ഉറക്കം ഇങ്ങനെ കേൾക്കുമ്പോഴൊക്കെ ഉറക്കായിരിക്കും. അതൊക്കെ അവസ്ഥയുടെ, ആ വാർദ്ധക്യത്തിന്റെ അവസ്ഥയുടെ ദൗർബല്യങ്ങളാണ്. പിന്നെ ഇൽമൊന്നും മണ്ടി കിടക്കില്ല. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് മിംബൈനി സദിയൈ സൗജത്തിൻ വോ മിംബൈനി സദിയൈ സൗജത്തിൻ വോ ഉമ്മി ഹുസൂലു ഇൽമിൻ ഖാലഹു ഫിൽ ഉമ്മി. ഒരു മുല മുതൽക്ക് മറ്റേ മുലയിലെത്തിയ ഇൽമു പഠിക്കുന്ന കാലം കഴിഞ്ഞു. ഇമാമുന ശാഫിഈ തങ്ങളുടെ കവിത, നല്ല കവിതയാണ്. ഉമ്മായുടെ മുലയിൽ നിന്ന് ഭാര്യയുടെ മുലയിലേക്ക് എത്തുന്നതിനിടക്ക് വേണം പഠിക്കാൻ. ഉമ്മായുടെ മുലയിൽ നിന്ന് ഭാര്യയുടെ മുലയിലേക്ക് എത്തിയാ പിന്നെ പഠിച്ചിട്ട് കാര്യമില്ല. ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞത് പെണ്ണ് കിട്ടിയാ പിന്നെ പഠിച്ചിട്ട് കാര്യമില്ല എന്ന് വെച്ചാൽ എന്റെ വയസ്സാണ് എന്റെ കണക്ക്. ചിന്ത മാത്രമല്ല, പെണ്ണിട്ടിട്ട് എത്രയോ ആൾ ഓതാൻ പോയോലുണ്ട്. ഇതല്ല പറയുന്നത്. ഇൽമിന് ശരിക്കുള്ള അവസ്ഥ അതാണ്. ആ അവസ്ഥ, ഈ അവസ്ഥ, നേതൃത്വത്തിന്റെ അവസ്ഥ, വിജ്ഞാനത്തിന്റെ അവസ്ഥ, വിദ്യയുടെ അവസ്ഥ, പ്രതാപത്തിന്റെ അവസ്ഥ, ഈ അവസ്ഥയെല്ലാം അള്ളാഹു നൽകുന്ന ഈ സുവർണ ദശയിൽ വേണം ഉണ്ടാവാൻ. ഇതുണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ ഉണ്ടാവില്ല. എന്റെ യുവാക്കളെ, യുവതികളെ, നിങ്ങൾക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ഈ അവസ്ഥ ഒന്നുണർന്ന് ചിന്തിക്കൂ. കണ്ണുകൊണ്ട് നിങ്ങൾക്ക് കാണാം
കാതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കാം, കൈകാലുകൾ കൊണ്ട് നിങ്ങൾക്ക് ചലിക്കാം, നിങ്ങളുടെ മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും സദാസമയവും. എന്തെല്ലാമാണോ ഈ അവയവങ്ങൾക്കൊക്കെയുള്ള സിദ്ധിയെങ്കിൽ, ഏതൊക്കെ സിദ്ധികളാണ് ഈ അവയവങ്ങൾക്ക് അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്നതെങ്കിൽ അതൊക്കെ സമ്പൂർണമായി ലഭിക്കുന്ന അവസ്ഥ നിങ്ങളുടെ യൗവനത്തിന്റെ അവസ്ഥയാണ്. 15 വയസ്സ് മുതൽക്ക് നിങ്ങളുടെ യൗവനം നഷ്ടപ്പെടുന്നത് വരെയുള്ള അവസ്ഥ. ഒരു 35 വയസ്സായാൽ തന്നെ ഒന്നുമില്ലാത്ത ഒരാൾക്കും കണ്ണിന് മങ്ങല് വരും. അപ്പൊ കണ്ണടക്കം വെക്കേണ്ടി വരും വായിക്കാൻ. ഒരു 33, 35 വയസ്സായ കണ്ണട വെക്കേണ്ടി വരും. എന്റെ മുമ്പ് വായിച്ചവർക്കൊക്കെ മുസാബിൽ നോക്കാൻ കണ്ണട വെക്കണം. എന്തേ സംഭവിച്ചു? ചെറിയ കുട്ടിക്കാലത്ത് തന്നെ വെക്കണോ? അത് വേറെ കഥ, അത് രോഗമാണ്. സാധാരണഗതിയിൽ ഒരു 35 വയസ്സുകാരന് കണ്ണട വെച്ചെങ്കിലേ വായിക്കൂ എന്ന് പറഞ്ഞാൽ അത് രോഗമല്ല. കണ്ണിന്റെ കാഴ്ച സിദ്ധിക്ക് ആവശ്യമായിട്ടുള്ള കണ്ണിന്റെ അവിടത്തെ അല്ലാഹു തആല ഒരുക്കിയിരിക്കുന്ന സംവിധാനത്തിന് സംഭവിക്കുന്ന പാകതയുടെ കമ്മിയാണ്, കഴിവിന്റെ കമ്മിയാണ്, ദൗർബല്യമാണ്. ആ ദൗർബല്യം പിന്നെ ഓപ്പറേഷൻ ചെയ്തിട്ടൊന്നും മാറില്ല. വേറെ വല്ല രോഗം കൊണ്ട് മൂടൽ വന്നാൽ ഓപ്പറേഷൻ ചെയ്താൽ പോകും, ശരിയാവും. പക്ഷെ വയസ്സായിട്ടുള്ളതുണ്ടല്ലോ, കണ്ണ് കാണാതെ ആവുന്ന ഒരു 35 വയസ്സായിട്ട് കണ്ണട വെച്ച് വായിക്കൊണ്ടിടത്തേക്ക് എത്തുന്ന കാഴ്ച കമ്മി, ഇത് നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് മാറ്റാൻ കഴിയില്ല. ഇത് വയസ്സിന്റെ ദൗർബല്യമാണ്. അപ്പൊ യൗവനം നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായിത്തീരുന്നതാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിച്ചിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞത് കമസലി വൈസ് അജബൽ കുഫാറ നബാതുഹു ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور. സുദീർഘമായ ഒരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ഈ അവസ്ഥ വിവരിക്കുന്നത് ഒരു ഉപമ കൊണ്ടാണ്. കമസലി വൈസ്, നല്ല മഴ. അജബൽ കുഫാറ നബാതുഹു, വിശ്വാസികളല്ലാത്ത ആളുകൾ മഴ എവിടെ നിന്ന് വന്നു എന്ന് ചിന്തിക്കൂല, മഴ എന്തിനു വേണ്ടി പെയ്തു എന്ന് ചിന്തിക്കൂല, മഴ ആര് വർഷിച്ചു എന്ന് ചിന്തിക്കൂല. വിശ്വാസികളല്ലാത്ത ആളുകൾ മഴ കൊണ്ട് ഇവിടെ എന്തുണ്ടായി ആലോചിക്കും. നമുക്ക് എത്ര മഴ കിട്ടി, എന്നിട്ട് വൈദ്യുതിക്ക് എത്ര അംശം കിട്ടി. കണ്ടില്ല നിങ്ങൾ കണക്ക്? ഇടുക്കിയിൽ ഇത്ര വൈദ്യുതിക്കുള്ള അംശമുണ്ട്. ഇത് നമ്മളെ കണക്കാ. ഇത് മൂമിനീങ്ങൾ മാത്രം നോക്കണ കണക്കല്ല, മൂമിനീങ്ങളല്ലാത്തവർക്കും ഈ കണക്കറിയാം. ഈ വർഷം കിട്ടേണ്ട മഴയൊക്കെ കിട്ടി, അതുകൊണ്ട് ഇക്കുറി വല്ലാത്ത നഷ്ടം ഉണ്ടാവില്ല, കൃഷിക്ക് വലിയ നാശം ഉണ്ടാവില്ല. ശരിയാ, ഇതാണ് അള്ളാഹു പറയുന്നത്. അജബൽ കുഫാറ നബാതുഹു, മഴ കിട്ടിയപ്പോൾ ആ മഴ കൊണ്ടുണ്ടായ ഉൽപാദനമാണ് അവർ ശ്രദ്ധിക്കുന്നത്, മഴ കൊണ്ടുണ്ടായ നേട്ടമാണ് അവർ ശ്രദ്ധിക്കുന്നത്. അതാത് കാലത്തെ ഉൽപ്പന്നങ്ങൾ നോക്കുന്ന ആളുകൾക്ക് ആ ഉൽപാദനത്തിന്റെ നേട്ടമാണ് മഴയിൽ നോട്ടം. അങ്ങനെ അവർ മനസ്സിലാക്കിയപ്പോൾ അജബൽ കുഫാറ നബാതുഹു, നല്ല മഴ കിട്ടി, തുലാവർഷവും കിട്ടി, ആ കൊല്ലം കിട്ടേണ്ട എല്ലാ ഉൽപ്പന്നങ്ങളും ശരിയായി. പക്ഷെ ആ ശരിയായ ഉൽപ്പന്നങ്ങളിലേക്ക് നോക്കുമ്പം പിന്നെ വേനൽ വന്നു, മഴയില്ലാത്ത അവസ്ഥ വന്നു. മഞ്ഞച്ചു, തെങ്ങിന് മഹാളി പിടിച്ചു, നെല്ല് മഞ്ഞായി. ചിലപ്പോ പാകമായിട്ട് നന്നായിട്ട് കൊയ്തെടുക്കാനാവും, ചിലപ്പോ പാകമാകാതെ കേടായി ഉണങ്ങിയിട്ട് ചാമ്പലാകും. ഏതായാലും അല്ലാഹു പറയുന്നു പിന്നെ എല്ലാ ധാന്യങ്ങളും കൊയ്തെടുത്ത വൈക്കോൽ തുരുമ്പുകളായിട്ട് മാറും, ഉപകാരമില്ലാത്തതായിട്ട് മാറും. ഇതുപോലെയാണ് നിങ്ങളുടെ ആയുസ്. അല്ലാഹു തആല ഉപമിക്കുന്നത് ഇതുപോലെയാണ് നിങ്ങളുടെ ആയുസ്. നല്ല ശ്യാമളമായ ഉൽപാദനം, കണ്ണുകൊണ്ട് എന്തെല്ലാം കാണാം, കാതുകൊണ്ട് ഏത് പതുങ്ങിയ ശബ്ദവും കേൾക്കാം, കാലുകൊണ്ട് എവിടേക്കും എത്രയും ഓടാം, എത്ര സമയം വേണമെങ്കിലും നിൽക്കാം, മനസ്സുകൊണ്ട് എന്തും ചിന്തിക്കാം, ഏത് വേദനയുള്ള വാർത്ത കേട്ടാലും ഒന്നുമില്ല, എവിടെ എന്ത് സംഭവിച്ചു എന്ന് കേട്ടാലും ഒരു പ്രയാസവുമില്ല. എല്ലാം താങ്ങാനും എല്ലാം സഹിക്കാനും എല്ലാം പൊറുക്കാനുമുള്ള വിശാലമായ കരുത്തുറ്റ മനസ്സവനുണ്ട്. ഈ അവസ്ഥ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു കഴിഞ്ഞാൽ സുമ്മയഹീജു, ഉണങ്ങും, പിന്നെ മഞ്ഞക്കും. മഞ്ഞച്ചു പോയാൽ പിന്നെ അത് കൊയ്തെടുത്തിട്ട് അങ്ങ് വൈക്കോലെ തുരുമ്പുകൾ മാറ്റുന്നത് പോലെ മാറ്റിയിടാനേ പറ്റൂ. ഇത് അല്ലാഹു തആല നമ്മുടെ യൗവനത്തെ ഉപമിച്ച ഉപമയാണ്. നീണ്ടുപോകുന്ന ആയത്താ, ഞാൻ അതിലേക്ക് കിടക്കല്ല. അപ്പൊ ഈ ഒരവസ്ഥ വരുമ്പോൾ എന്റെ യുവാക്കൾ ആലോചിക്കുക, അപ്പോഴാണ് യൗവനത്തെ കുറിച്ച് നമുക്ക് നഷ്ടം തോന്നുക. ഒപ്പതിന്റെ വില അറിയില്ല. യൗവനത്തിൻ്റെതായ അല്ലാഹു നൽകിയ ശേഷികൾ എല്ലാം എന്തിനാണോ അല്ലാഹു നൽകുന്നത്, അല്ലാഹു ഉദ്ദേശിക്കുന്നത് ഈ ശേഷി കൊണ്ട് എന്താണോ അതിലേക്ക് തിരിക്കാൻ നോക്കി. പ്രധാനപ്പെട്ട എന്താ ഉണ്ടാകുന്നത്, നമ്മളെ കായികമായ ശാരീരികമായ എല്ലാ ശക്തികളും സമ്പൂർണ്ണമാകുന്നു.
മാനസികമായ ഒരു പാകതയും പക്വതയും വരും. ഇത് വയസ്സ് കൂടുന്നതിനനുസരിച്ച് ഇങ്ങനെ വരും. ഒരു 40 വയസ്സ് വരെ ഏറുകയാണ്, ചുരുങ്ങല്ല. ഒരു 15 വയസ്സ് മുതൽക്ക് 40 വയസ്സ് വരെ മാനസികമായ ഉയർച്ചയിലേക്കാണ് മനുഷ്യൻ പോകുന്നത്. ശാരീരികമായി ഒരു 33-35 വയസ്സ് വരെ കൃത്യമായ ഉയർച്ചയിലേക്കാണ് പോകുന്നത്. ഒരു 35 വയസ്സിന് ശേഷം ശാരീരികമായി താഴ്ചയിലേക്ക്, ഒരു 35 വയസ്സിന് ശേഷവും 40 വയസ്സ് വരെ മാനസികമായ ഉയർച്ചയിലേക്ക്. എന്നൊന്ന് സ്റ്റെപ്പ് ഒന്ന് ഇങ്ങനെ നോക്കിയാണ് നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല ഒരുക്കി തരുന്നത്. എങ്ങനെയാണ് ഇതൊക്കെ? ശാരീരികമായി നമ്മുടെ കഴിവുകളൊക്കെ നിലനിർത്തുന്നത് ഭക്ഷണം കഴിച്ചിട്ടാണല്ലോ. ഭക്ഷണം കഴിച്ചിട്ട്, വെള്ളം കുടിച്ചിട്ട്. വെള്ളം എത്ര ഗ്ലാസ് കുടിക്കണം, അല്ലെങ്കിൽ തന്നെ ഇനിയും കുഴപ്പമുണ്ടാവും. ഡോക്ടർമാർ പറഞ്ഞു തരും. ഭക്ഷണം ഇത്തിരി നേരം കഴിക്കണം, അല്ലെങ്കിൽ ഇനിയൊക്കെ കുഴപ്പമുണ്ടാവും. ഇത്രയും കലോറി, ഇന്നാലിന്റെ മൂല്യങ്ങളൊക്കെ വേണം, ഇന്നാലിന്റെ പോഷകങ്ങളൊക്കെ വേണം. ഈ മൂലകങ്ങളും പോഷകങ്ങളും ഇത്ര അളവ് ഇത്ര കിട്ടിയില്ലെങ്കിൽ ഒരാൾക്ക് ആ രോഗം വരും, ഈ രോഗം വരും, മറ്റേ രോഗം വരും. ഇതൊക്കെ നമ്മൾ കണക്കൂട്ടണേ. ഇതൊക്കെ അള്ളാഹു തന്നുകൊണ്ടിരിക്കുന്ന, ആ തന്നതൊക്കെ ഉപയോഗിക്കാൻ അവസരം കിട്ടുന്ന, ഉപയോഗിച്ചിട്ട് കേടൊന്നും പറ്റാത്ത നമ്മുടെ അവസ്ഥ. ഇറച്ചി എത്ര സാപ്പിടുന്നു? പൊരിച്ചതായിട്ടും വറുത്തതായിട്ടും കഷ്ണമായിട്ടും ചാറായിട്ടും സാപ്പിടുന്നു. പക്ഷെ അതൊക്കെ ദഹിക്കുന്നു. തൊട്ടടുത്ത തീറ്റയുടെ സമയം വരുമ്പോഴേക്ക് കുഴപ്പമൊന്നുമില്ല. എന്തും തിന്ന തുറക്കാൻ നേരത്ത് റമദാനിലൊക്കെ അല്ലാഹു തആല തിന്നാൻ നമുക്ക് സൗകര്യം തന്നിട്ട് ദഹിക്കാനുള്ള അവസ്ഥ തന്നിട്ടില്ലെങ്കിൽ അല്ലോ ഒരൊറ്റ രാത്രിയിൽ വേണമല്ലോ ഇത് മുഴുവൻ തിന്നാനേ. തുറക്കുന്ന നേരം കഴിഞ്ഞിട്ട് എന്തെല്ലാം നമ്മൾ തിന്നണ്. ഈ തിന്നുന്നത് മുഴുവൻ നമ്മുടെ പള്ളയുടെ ഉള്ളളവെന്ന് കണക്കൂട്ടി നോക്കിയാൽ അതിൽ കൊള്ളുന്നതിന്റെ അപ്പുറം തിന്നാലും തൊട്ടടുത്ത തീറ്റയുടെ നേരം എത്തുമ്പോ ഒരു കാറ്റങ്ങ് പോയ ഷാറ് തൊള്ളയിൽ കൂടെ ഒരു കാറ്റ്, ആ ഒരൊറ്റ കാറ്റുകൊണ്ട് കഴിഞ്ഞു തൊക്ക. തറാവി നിസ്കരിച്ചാൻ പോയിട്ട് കഞ്ഞുടിക്കണവന് കഞ്ഞുടിക്കാം, അത് കഴിഞ്ഞിട്ട് പെലച്ചൊക്കെ അടിക്കണവന് നല്ല അടിക്കാം. ഇതൊക്കെ ആ ഒരവസ്ഥയാണ്. എന്ത് തിന്നാലും കുഴപ്പമില്ല, ഏത് ഭക്ഷ്യവസ്തുവും ഉപയോഗിക്കാം, ഏത് വെള്ളവും കുടിക്കാം, ഏത് പൊരിച്ചതും തിന്ന കരിച്ചതും തിന്ന എല്ലാമാകാം. ഈ അവസ്ഥ യൗവനത്തിന്റെ അവസ്ഥയാണ്. ഇത് ശാരീരികമായൊരവസ്ഥ. ഞാൻ ശാരീരികമായ അവസ്ഥയേക്കാൾ മാനസികമായ അവസ്ഥകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകട്ടെ. എന്റെ യുവാക്കളെ, യൗവനത്തിന്റെ കാലത്ത് നമുക്ക് മാനസികമായി ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? കരുത്തുണ്ടെന്ന തോന്നൽ, കഴിവുണ്ടെന്ന തോന്നൽ, ഞാൻ പ്രതാപവാനാണെന്ന തോന്നൽ. ഈ തോന്നൽ തന്നെ മതി. അത്യാവശ്യം അഹങ്കാരമായിട്ടല്ല ഞാൻ പറയുന്നത്. അഹങ്കാരമായി തോന്നുന്നത് മറ്റൊരു രൂപം. എനിക്കിപ്പം നല്ല കഴിവുണ്ട്, അള്ള കൃപ ചെയ്തിട്ട് യാതൊരുവിധ ആരോഗ്യ പ്രശ്നമല്ല, അള്ള കൃപ ചെയ്തിട്ട് എന്ന് കൂട്ടിയാൽ മതി. എന്നാ അഹങ്കാരല്ല. ഏത് വലുപ്പം അല്ലാഹു തആല ഒരാൾക്ക് നൽകുന്നതും അള്ളാന്റെ കൃപ കൊണ്ടാന്ന് വിചാരിക്കുന്നതോടെ അഹങ്കാരം പമ്പകടം. പിന്നെ അവിടെ കിബിറില്ല. ആരോഗ്യമുള്ളൊരു ചെറുപ്പക്കാരൻ അല്ലാഹു തആല കൃപ ചെയ്തിട്ട് എനിക്കിപ്പോ ഈ ആരോഗ്യം കിട്ടി എന്നാ വിചാരെങ്കിൽ പറഞ്ഞാ പോരാ. പറച്ചില് വേറൊന്ന്, പറച്ചിലെന്തൊക്കെയോ ഒന്ന് പറഞ്ഞിട്ട് എന്റെ കൈവന്യ അത് എന്ന് വിചാരിക്കുന്നത് വേറെ. വിചാരവും പറച്ചിലും ഒരുപോലെ വന്ന ഒരാൾക്ക് പടച്ചോന്റെ കൃപ കൊണ്ടാണ് എന്റെ എല്ലാം. ഒരു ഇൽമ കിട്ടിയ മൂലേര് പടച്ചോന്റെ കൃപ കൊണ്ടാണ് ഞാൻ മൂലേരായത്, പടച്ചോന്റെ കൃപ കൊണ്ടാണ് എന്റെ സൗന്ദര്യം, പടച്ചോന്റെ കൃപ കൊണ്ടാണ് എന്റെ ഈ സംസാരം, പടച്ചോന്റെ കൃപ കൊണ്ടാണ് എന്റെ ആരോഗ്യം, പടച്ചോന്റെ കൃപ കൊണ്ടാണ് എന്റെ എല്ലാം എന്ന് ചിന്തിച്ചാൽ അഹങ്കാരമില്ല. അപ്പൊ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കാം. പടച്ചോൻ കൃപ ചെയ്തിട്ട് ഞാൻ നല്ലൊരു യുവാവാണ്. ആ നല്ലൊരു യുവാവാന്ന് തോന്നുന്ന അവസ്ഥയിൽ മാനസികമായി ഒരവസ്ഥ വന്നാൽ തന്നെ ഒരാർജവും വരും മനുഷ്യനെ. എന്തും പറയാൻ, എന്തും ചെയ്യാൻ, എന്തും പോകാൻ, എവിടെയും പോകാൻ, ഏതും കേൾക്കാൻ ഒരവസ്ഥ. ആരാ ചോദിക്കാൻ എന്നൊരവസ്ഥ. അത് ധാർഷ്ട്യത്തിന്റെ ഒരവസ്ഥയുണ്ട്. ഞാൻ ധാർഷ്ട്യത്തിന്റെ അവസ്ഥ മാത്രമല്ല പറയുന്നത്, നിഷേധിയുടെ മനസ്സ് മാത്രമല്ല ശബ്ദിക്കുന്നത്. സാധാരണഗതിയിലുള്ള എല്ലാ യുവാക്കൾക്കും, അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്നവർക്കും വഴിപ്പെടാത്തവർക്കുമെല്ലാം കൈകാലുകളും അതിന്റെ സിദ്ധികളും അവന്റെ അവയവങ്ങളും അതിന്റെ സിദ്ധികളും മാനസികമായ അവന്റെ പാകതയും ശരിയായ അവസ്ഥയിൽ വരുമ്പോ ആരോഗ്യം സമ്പൂർണമാണ്, 100% അവൻ ആരോഗ്യവാനാണെന്ന് തോന്നുമ്പോ മാനസികമായി ഉണ്ടാകുന്ന ഒരവസ്ഥ വല്ലാത്തൊരു ഉല്ലാസാവസ്ഥയാണ്. ആ ഉല്ലാസാവസ്ഥയിൽ അയാൾ ചെയ്യുന്നത് പലതും അയാൾക്ക് ചെയ്യാൻ കഴിയും. അയാളുടെ സിദ്ധികൾ പലയിടത്തേക്കും അയാൾക്ക് വിനിയോഗിക്കാൻ കഴിയും. ഏറ്റവും പ്രധാനമായി വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിത്തീരുന്നത് ആ യൗവനത്തിന്റെ ദശയിലാണ്. ഏതൊരു വിപ്ലവകാരിയുടെ ചരിത്രം പരിശോധിച്ചോളൂ. വാർദ്ധക്യം വന്നതിന്റെ ശേഷം തൊള്ളയിട്ടിട്ട് ആരും കേൾക്കൂല. വയസ്സനായി കഴിഞ്ഞ ശേഷം കാര്യസ്ഥനാണ് എന്നും പറഞ്ഞു കണ്ട് വലുതാക്കിയിട്ട് ആരും കേൾക്കൂല.
നല്ല യുവാവായ സമയത്ത്, ചെയ്യാൻ കഴിയുന്ന സമയത്ത്, നടപ്പാക്കാൻ കഴിയുന്ന കാര്യമാണ് ചെറുപ്പക്കാരൻ പറയുന്നതെങ്കിൽ അതവനങ്ങ് നടപ്പാക്കും എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന അവസ്ഥ, മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുന്ന അവസ്ഥ, ഇവനും അത് തോന്നും. ആ അവസ്ഥയിലാണ് ആർജവം. അത് നല്ലൊരു ആർജവം തന്നെയാ. എവിടെയും പറയാനും എവിടെയും നിൽക്കാനും. ചോദ്യം ചെയ്യും. അനീതി കണ്ടാൽ ചോദ്യം ചെയ്യാൻ പറ്റുന്ന അവസ്ഥ. വയസ്സനായ കുറച്ച് ഇപ്പൊ എന്തിനാ നമ്മൾ ഈ വയസ്സാം കാലത്ത് ആരോടെയും തെറ്റാൻ പോണേ തോന്നുമല്ലോ. കുറച്ച് വയസ്സായ ഒരാൾ എന്തിനാ ഇപ്പൊ നമ്മളിപ്പോ ആരോടെങ്കിലും തെറ്റാനും കുടുങ്ങാനൊക്കെ പോണേ? വെറുതെ മനുഷ്യന് ഇഷ്ടമില്ലാത്തത് പറയണ്ട. വെറുപ്പുള്ള ഏറ്റവും മോശപ്പെട്ട അവസ്ഥ കണ്ടാലും എന്തിനാ മറ്റോരോട് തെറ്റാൻ പോകുന്നു തോന്നുന്ന ഈ അവസ്ഥ അപകർഷബോധമാണ്. താഴ്ന്നു തോന്നുകയാണ്. ഞാൻ എങ്ങനെ നിൽക്കേണ്ട ഒരവസ്ഥ. നേരെ മറിച്ച് ചെറുപ്പക്കാരനാണെങ്കിലോ എന്താ ചോദിച്ചാല് ചിലപ്പോ ചോദിക്കുന്ന അതബ് കേടിലാവും, അത് വേറെ കണക്ക്. പക്ഷെ ചോദിക്കണം, നടത്തണം, ഉദ്ദേശിച്ചങ്ങ് ചെയ്യണം എന്ന് പറ്റുന്ന ഒരവസ്ഥ മാനുഷികമായി മനുഷ്യനുണ്ടായിത്തീരുന്ന ആ മാനുഷികത്വത്തിന്റെ പാരമ്യത്തിലെത്തുന്ന ആ അവസ്ഥ, മാനസികമായി പാകത വരുന്ന ഒരവസ്ഥ വരുന്ന സമയത്തെ ഇത് വരൂ. ഇത് യുവാവിനുണ്ടാകുമ്പോഴാണ് ആ മനസ്സുകളുടെ പരിശ്രമ ഫലമായിട്ട് വിപ്ലവങ്ങൾ ഉണ്ടാകുന്നത്, മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നത്. നിങ്ങൾ ആലോചിക്കൂ, അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഖുർആൻ പറയുന്ന ശബ്ദമുണ്ട് ഫത. ഫത ഖുർആനിൽ ധാരാളമായി ഉപയോഗിക്കപ്പെട്ട ഒരു പദമാണ് ഫത. യുവാവ് എന്നായി ശബ്ദത്തിന്റെ അർത്ഥം യുവാവ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം രാജ്യത്തെയും രാഷ്ട്രത്തെയും രാഷ്ട്രനായകന്മാരെയും ഭരണാധികാരികളെയും സമൂഹത്തെയും മൊത്തം ചോദ്യം ചെയ്തുകൊണ്ട് ഒരു നന്മയുടെ വാഹകനായി, ധർമ്മത്തിന്റെ വാഹകനായി അള്ളാഹുവിന്റെ നബിയാകുന്നതിന് മുൻപ് തന്നെ കടന്നു വന്നത് ഖുർആൻ വിവരിക്കുന്നുണ്ട്. വലഖദ് ആതൈനാ ഇബ്രാഹീമ റുശ്ദഹു മിൻ ഖബൽ. സമയമെത്തുന്നതിന് മുൻപേ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനിക്ക് നമ്മൾ തന്റെ ഇടം നൽകി. ഇത് യുവാവിനുണ്ടാകേണ്ട ഏറ്റവും വലിയൊരു ഗുണം, തന്റെ ഇടം. ആ തന്റെ ഇടം എന്ന് പറഞ്ഞാൽ യൗവനം നേടിയാലും ചിലപ്പോ മാനസികമായ യൗവനം നേടാത്തവരാണെന്ന് പലരും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അശുദ്ധി, കായികമായ ശാരീരികമായ പാകതക്കൊപ്പം മാനസികമായും ശക്തി എന്ന് പറഞ്ഞ അവസ്ഥയാണ് ആ മാനസികമായ അവസ്ഥ. ആ മാനസികമായ അവസ്ഥയിൽ ഒരാൾ പാകതപ്പെട്ട അപ്പ എന്റെ പേര് റുഷ്ദ്. ഇഷ്ടം പോലെയാണ് പണം ചെലവഴിക്കുക, ഇഷ്ടം പോലെയാണ് കൊടുക്കുക. നോക്ക് റുഷ്ദിനെതിരാണ്. ഉദാഹരണമായി ഞാൻ ചിന്തിക്കുക, നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്ത് പോയി വിളിച്ചൊരു ഓട്ടോറിക്ഷ. എവിടുക്കാ പോണ്ടി? ഹോസ്പിറ്റൽ ഓൻ അറിഞ്ഞൂടാ. കോഴിക്കോട് ഏതോ ഒരു ഹോസ്പിറ്റല്. ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഈ ഹോസ്പിറ്റലിൽ ഓട്ടോറിക്ഷയുടെ കയറിയിരുന്ന് നമുക്കറിയില്ലാന്ന് ഓട്ടോറിക്ഷക്കാരൻ മനസ്സിലാക്കിയാൽ വലിയ ടൗണൊക്കെ ആണെങ്കിൽ അതിലേക്കോ കറക്കി തിരിച്ചിട്ട് മീറ്ററൊക്കെ കറക്കിയിട്ട് ഓനെ എവിടെയെങ്കിലും കൊണ്ടുവെക്കും. ഇത് നമ്മുടെ സാധാരണ നടപ്പാ. ഇത് ചിന്തിക്കാതെ ഒരു ചെറുപ്പക്കാരൻ ദുബായിൽ നിന്ന് വന്നിട്ട് അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് വന്നിട്ട് അത്യാവശ്യം പണം കഴിയുന്നതിന്റെ മുമ്പ് യാത്ര ചെയ്യുമ്പോൾ കോഴിക്കോട്ടങ്ങാടി പോയി അല്ലെങ്കിൽ മലപ്പുറങ്ങാടി പോയി എവിടെയെങ്കിലും പോയിട്ട് ഓട്ടോറിക്ഷ കയറിയിടും. കോട്ടയാണ് ഇങ്ങോട്ട് നേരത്തേക്ക്. ഇതൊക്കെ പണ ചെലവഴിക്കണ ഓൻ്റെതാ പണം, അവനധ്വാനിച്ച ആ പണം. പക്ഷെ അവനധ്വാനിച്ച പണം അത് ചെലവഴിക്കുമ്പോൾ തന്റെ ഇടമില്ലാത്ത ചെലവഴിക്കലാണ്. ഇതിന് സഫഹ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. സഫഹ്. ഇതൊക്കെ ഇസ്ലാമിന്റെ ഭാഷയിലും ഖുർആന്റെ ഭാഷയിലും ശബ്ദിച്ചാൽ നമ്മളെ യുവാക്കളൊക്കെ കരുമണ്ടന്മാരാണ്. ചോദിക്കാൻ തന്നെ പാടില്ലല്ലോ. ഇപ്പൊ പീടി പോയിട്ട് മുളകിന് എത്രയാ വില ചോദിക്കൂല. മരുന്ന് ഷാപ്പിച്ചൊന്ന് മേടിച്ചണ മാതിരിയാ. ചോദിക്കാതെ എങ്ങനെ മേടിച്ച മുളക്, കുമ്പളങ്ങ, മത്തന് ഇത് ചോദിക്കാതെ വാങ്ങുന്നവർക്കൊക്കെ ഓരോരോ വിലയായിരിക്കും. നേരെ മറിച്ച് ചോദിച്ചു വാങ്ങുന്നവനെ അതിന്റെ വില കിട്ടും, ശരിക്കാവും. ഞാൻ ഉദാഹരണം പറയുന്നതാണ്. നമ്മുടെ നാട്ടിലെ സാധാരണക്കാര് ബോറാന്ന് മനസ്സിലാക്കണമല്ലോ. 1 കിലോ മുളകിന് എത്രയാ വില എന്ന് ചോദിച്ചിട്ട് മുളക് വാങ്ങിയാൽ നമ്മളെ നാട്ടിൽ ഓന് ചപ്പനാണ്, ഓർ മഹാമോസാണ്. മുളകിന് ബലം വെച്ചില്ല. ഓനൊക്കെ മുളകിന് ബലം വെച്ച് കിടക്കുക ഈ ലോകത്ത്. എത്ര കുടിക്കുന്ന അങ്ങനെ കഴിച്ചില്ലാവുന്നു. ഇത് ഓട്ടോറിക്ഷ കയറുന്ന ആള് ഇവിടുന്ന് എത്ര ഉണ്ട്, എവിടെയാണ് ആ സ്ഥലം എന്നൊക്കെ പഠിച്ച ശേഷം ഒരു ഓട്ടോറിക്ഷയിൽ ആ സ്ഥലത്തേക്ക് എന്താണ് മിനിമം ചാർജ്, മിനിമം ചാർജിന് പോകില്ലെങ്കിൽ എത്ര വരും എന്നൊക്കെ ചോദിച്ചറിഞ്ഞു ഉറപ്പിച്ചിട്ട് കയറി കുത്തിരുന്നിട്ട് ആ പണം ചെലവഴിക്കുന്ന അവസ്ഥ വന്നാൽ ഇതാണ് യതീമക്കൾക്ക് മുതൽ കൊടുക്കുന്നിടത്ത്. പണ്ടത്തെ കുട്ടികളുടെ മുതലുകൾ സംരക്ഷിച്ച് വലിയവർ വരുന്ന നിലയുണ്ട്. ഇന്ന് സർക്കാരൊന്നുമില്ല മാതിരിയല്ല പണ്ടത്തെ കാലം. ഖുറൈശികളിൽ നിന്നുള്ള മൂപ്പന്മാര് അവരുടെ കുട്ടികളുടെ രക്ഷിതാക്കൾ മരിക്കുമ്പോൾ അവരുടെ വളർത്തു മക്കളെ ഏൽക്കുന്നത് പിന്നെ മറ്റു മനുഷ്യന്മാരാണ്. ആ മനുഷ്യന്മാരെ ഏൽക്കുമ്പോൾ ഇവർക്ക് ചിലപ്പോൾ സ്വത്തുണ്ടാവും. അവരുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നവരെയാണ് ഖുർആൻ പരിശീലിപ്പിക്കുന്നത്. ആ പരിശീലനം പറഞ്ഞ കൂട്ടത്തിൽ ഖുർആൻ പഠിപ്പിക്കുന്ന ചില മസാലകളുണ്ട്, വിവരങ്ങൾ. നിങ്ങൾ വിഡ്ഢികൾക്ക് മുതൽ കൊടുക്കരുത്. ഖുർആൻ പറയാം വിഡ്ഢികൾക്ക് മുതൽ കൊടുക്കരുത്. ആരാ വിഡ്ഢി? നമ്മളെ ഇടയിൽ പിരാന്തെന്നാ വിഡ്ഢി എന്ന് പറഞ്ഞാൽ അല്ല.
അംവാനഹും അവരുടെ മുതൽ കൊടുക്കരുത് എന്നാണല്ലോ ഖുർആൻ പറയുന്നത്. അപ്പൊ വിഡ്ഢിത്തം എവിടെയാണ്? മുതൽ ചെലവഴിക്കുന്നിടത്താണ് വിഡ്ഢിത്തം. മുതൽ തന്റെ ഇടത്തോടുകൂടെ ചെലവഴിക്കുന്നതാണ് റുഷ്ദ്. അനാവശ്യമായി മുതൽ ചെലവഴിക്കാതെ, അനാവശ്യമായി പണം ചെലവഴിക്കാതെ, അനാവശ്യമായി സമ്പത്ത് ചെലവഴിക്കാതെ, ആവശ്യത്തിന് വേണ്ടി മാത്രം ഒരാളുടെയും മുമ്പിൽ പെടാതെ, പോയത്തെത്തിപ്പെടാതെ, ആരുടെയും മുമ്പിൽ ചൂഷിതനാകാതെ, ആരാലും വഞ്ചിക്കപ്പെടാതെ തന്റെ പണം കൈകാര്യം ചെയ്യാൻ ഒരാൾക്ക് കഴിയൂ വന്നാൽ അവനാണ് റഷീദ്. അത് ഹലാലായ ഇസ്ലാം അംഗീകരിച്ച വഴിയിലേക്ക് കൂടി ആയാലാണ് മതപരമായ റഷീദ്, ദീനിയായ റഷീദ്. ഇനി മതപരമായല്ലാതെ ചിന്തിക്കുകയാണെങ്കിലും പൊട്ടത്തരത്തിലല്ലാതെ പണം ചെലവഴിക്കാൻ കഴിയുന്നവനാണ് റഷീദ്. പൊട്ടത്തരത്തിൽ ചെലവഴിക്കുന്നവൻ സഫീ, വിഡ്ഢി, പടുവിഡ്ഢി എന്നാ പറയാം. അപ്പൊ പടുവിഡ്ഢികളാകാൻ പാടില്ല യുവാക്കൾ. റുഷ്ദ്. ഞാൻ ഇബ്രാഹിം നബിയെ ഉദ്ധരിക്കുകയായിരുന്നു. അല്ലാഹു പറയുന്നു, വലഖദ് ആതൈനാ ഇബ്രാഹീമ റുഷ്ദഹു മിൻ ഖബൽ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നാം തന്റെ ഇടം നൽകി. മുതൽ ചെലവഴിക്കാനും തനിക്കുള്ളതെല്ലാം ചെലവഴിക്കാനും വേണ്ടതിന് വേണ്ട അളവിൽ വേണ്ടപ്പോൾ മാത്രം ചെലവഴിക്കാനുള്ള തന്റെ ഇടം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നാം നൽകി. ആ ഇബ്രാഹിം നബിയെ ഖുർആൻ പറയുന്നത് സമൂഹത്തെ മൊത്തം അദ്ദേഹം സംസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ അവരുടെ മൂഢത്തരങ്ങളിൽ നിന്നും അവരെ ശരിയായ ദിശയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളെ വിവരിക്കുന്നിടത്ത് ഖുർആൻ പറഞ്ഞു, ഖാലൂ സമിഅനാ ഫതൻ യദ്കുറുഹും യുഖാലു ലഹു ഇബ്രാഹിം. വിഗ്രഹങ്ങളൊക്കെ തച്ചുടച്ചിട്ട് തന്റെ ജനതയുടെ എല്ലാ വിഗ്രഹങ്ങളും തച്ചുടച്ചിട്ട് വലിയ വിഗ്രഹത്തിന്റെ കഴുത്തിൽ കോടാലി തൂക്കിയ ഈ സന്ദർഭ വിഷയം, ആ സന്ദർഭം വിവരിക്കാൻ ഖുർആൻ ഫജഅലഹും ജുസാഅ, എല്ലാം തവിട്ട് പൊടിയാക്കിയിട്ട് ഇല്ലാ കബീറഹും, വല്യോനെ മാത്രം കോടാലി തൂക്കിയിട്ടിട്ട് മൂപ്പര് സുന്ദരമായിട്ട് ഇരിക്കുക. എന്താണ് ആ ഇരുത്തുന്നത്? നിങ്ങൾ ശുചായി ഇരുത്ത ഒരു യുവാവിന്റെ ഇരുത്തമതാണ്. അധർമ്മത്തിനെതിരെ ശക്തമായ പ്രതികരണം. ആ ശക്തമായ നമ്മൾ ഇവിടുത്തെ എല്ലാ വിഗ്രഹങ്ങളും പോയി തച്ചൊടുക്കാനായി പറയുന്നതായിട്ട് മനസ്സിലാക്കില്ലേ? ഇത് ഇന്ത്യ, രാജ്യം ഇന്ത്യ എന്ന് കൂടി മനസ്സിലാക്കുക. ഇത് അള്ളാഹുവിന്റെ ഒരു പ്രവാചകൻ മനസ്സിലാക്കിയതാണ്. അള്ളാഹുവിന്റെ ഒരു പ്രവാചകനായ ഇബ്രാഹിം നബി, ഇറാഖിലേക്ക് നിയുക്തരാകുന്ന പ്രവാചകനായ ഇബ്രാഹിം നബിയായി വരുന്ന അന്നത്തെ കുട്ടിക്കാലാണിത്. അദ്ദേഹം എല്ലാത്തിനെയും ശരിപ്പെടുത്തിയിട്ട് ഒരൊറ്റ ഇരുത്ത. ഈ ജനത എല്ലാം കൂടി വരുമ്പോ അവരോട് പറയാനുള്ള ഭാവത്തോടു കൂടി ഇരുത്തം, പരിഹാസത്തോടുകൂടെ. കുഞ്ചൻ നമ്പ്യാരെ ഹാസം, ആ ഹാസത്തോടുകൂടെ ഇരുത്താൻ മൂപ്പര്. നമ്മളെ നാട്ടിലെ മലയാളത്തിൽ കുഞ്ചൻ നമ്പ്യാർ നോക്കുമ്പോഴല്ല ഹാസം, എല്ലാരും ഹാസം. അങ്ങനെ ഹാസത്തോടുകൂടെ മൂപ്പരിങ്ങനെ ഇരിക്കുക, എല്ലാരും കൂടി നോക്കാന്. എല്ലാരും കൂടി വന്നപ്പോ അവര് പറയുന്ന, ആ ഖുർആൻ പറയുന്നത്, ഖാലൂ സമിഅനാ ഫതൻ യദ്കുറുഹും. ഒരൊറ്റ മനുഷ്യനെ ഇവരെ കുറ്റം പറയുന്നത് കേട്ടിട്ടുള്ളൂ. നമ്മുടെ ദൈവങ്ങളെ ഒരു യുവാവാണ് കുറ്റം പറയുന്നത് കേട്ടത്. അവന്റെ പണിയാണിത്. ഒപ്പിച്ചു. അപ്പോഴാണ് രാജാവ് എല്ലാവരുടെയും മുമ്പിൽ കൊണ്ടുവരണം, അവനെ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് വിചാരണ ചെയ്യണം. ഇബ്രാഹിം നബിയുടെയും ആശാദാൻ ജനങ്ങളുടെ മുമ്പിൽ പ്രശ്നമെത്തണം, ജനസദസ്സിൽ വിഷയമെത്തണം, എല്ലാവരും സമ്മേളിച്ച് കിട്ടണം. എല്ലാവരും സമ്മേളിച്ച സദസ്സിൽ വെച്ചിട്ട് എനിക്കെന്റെ ധർമ്മം പ്രസംഗിക്കണം, എനിക്കെന്റെ ന്യായം പറയണം, ഇവരുടെ മൂഢത്തരം വെളിവാക്കണം. ഇതാഗ്രഹിച്ചുകൊണ്ടിരുന്ന, കൊതിച്ചുകൊണ്ടിരുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇച്ഛിച്ചത് തന്നെ കിട്ടി. വൈദ്യൻ അത് തന്നെ കൽപ്പിച്ചു. ചക്രവർത്തി പറഞ്ഞു, എല്ലാ ജനങ്ങളുടെയും നടുവിലേക്ക് കൊണ്ടുവരണം. ഇബ്രാഹിം നബി ഒന്നു. ആരാ ഇതൊക്കെ കടിച്ചത്? ഇബ്രാഹിം, ആരാണ് ഇതൊക്കെ ഞങ്ങളുടെ ദൈവങ്ങളെ കൊണ്ട് കാണിച്ചു കൂട്ടിയത്? ചോദ്യം തന്നെ നോക്കി. ഞങ്ങളെ ദൈവങ്ങളെ കൊണ്ട് ഏത് മനുഷ്യനായി ഇതൊക്കെ കാണിച്ചതെന്നല്ലേ ചോദിക്കുന്നത്. എന്താ ദൈവം, എന്താ മനുഷ്യൻ? ഞങ്ങളുടെ ഈ ദൈവങ്ങളെ കൊണ്ട് ഈ മനുഷ്യൻ ആരാണോ ഇത് കാണിച്ചത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഫസ്അലുഹും ഇൻ കാനൂ യന്തിഖൂൻ. എന്തേ നിങ്ങളുടെ ദൈവങ്ങൾക്ക് സംസാരശേഷിയില്ലേ? മിണ്ടൂലേ? മിണ്ടോലോ? ചോദിച്ചു നോക്കി. അവരോട് തന്നെ ചോദിക്ക്. ഈ വമ്പന്റെ പണിയാ. ബൽ ഫഅലഹു കബീറുഹും. ഈ വമ്പൻ ഇതാ കോടാലും പിടിച്ച് നിൽക്കണേ, അവന്റെ പണിയാണിത്. ഈ കോടാലി പിടിച്ച വമ്പൻ അവന്റെ കീഴ് ദൈവങ്ങളൊക്കെ എന്നോട് മത്സരിക്കാനോ എന്റെ താഴെയുള്ളത് എന്ന് വിചാരിച്ചിട്ട് ഇവയെ മുഴുവൻ പരിശാക്കി കളഞ്ഞു, നിലംപരിശാക്കി കളഞ്ഞു. ഇതാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വെച്ചത്. ഫസ്അലുഹും ഇൻ കാനൂ യന്തിഖൂൻ എന്ന് പറഞ്ഞതോടുകൂടെ ഖുർആൻ പറഞ്ഞു, തല താഴ്ത്തിക്കളഞ്ഞു അവരൊക്കെ. ഇക്കണ്ട കാലം ഒക്കെ പൂജിക്കുന്ന, ഇബാദത്തിന് അർഹമാണെന്ന് വിശ്വസിക്കുന്ന ഈ ദൈവങ്ങൾ മിണ്ടൂല. മിണ്ടാത്ത ദൈവങ്ങളെയാണല്ലോ നമുക്ക് കിട്ടിയത്. മനുഷ്യൻ കൊത്തി നുറുക്കിയപ്പോ ചാരമായ ദൈവങ്ങളാണല്ലോ നമുക്ക് കിട്ടിയത് എന്ന ചിന്തയിലേക്ക് അവരെത്തിയപ്പോ അവർ പറഞ്ഞു, ഇബ്രാഹിം, ഈ ദൈവങ്ങൾ ഇതൊന്നും ചെയ്യൂല എന്ന് നിനക്കറിയൂലേ? എന്നാ ഇതാപ്പോ ദൈവം?
ഇതപ്പോ നിങ്ങളുടെ ഇബാദത്തിന് അർഹമായ ദൈവം എന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ധർമ്മം. ആ ധർമ്മ പ്രസംഗത്തിന് വേണ്ടി പരിവർത്തനം സൃഷ്ടിക്കുന്ന പ്രവൃത്തിക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന ചെറുപ്പക്കാരന് ശരിക്കുള്ള പ്രചോദകമായത് എന്താണ്? അദ്ദേഹത്തിന്റെ യൗവനം. ഇതാണ് ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. സമിഅനാ ഫതൻ യുഖാലു ലഹു ഇബ്രാഹിം. ഇബ്രാഹിം എന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, ഒരു യുവാവ്. ആ യുവാവിന്റെ യൗവനത്തിന്റെ കഴിവാണിത്, യൗവനത്തിന്റെ ആർജവമാണിത്, യൗവനത്തിന്റെ മാനസികാവസ്ഥയാണിത്, യൗവനത്തിന്റെ ധാർമ്മിക രോഷമാണിത്. ഈ ധാർമ്മിക രോഷമുള്ള, ഈ ധർമ്മചിന്തയുള്ള യുവാക്കളായി നമ്മുടെ യുവാക്കൾ മാറണം. നമ്മുടെ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം വിവരിക്കുന്നുണ്ട് ഖുർആൻ. ഞാൻ ചരിത്രം ദീർഘിപ്പിക്കുകയല്ല. വെള്ളിയാഴ്ചയിൽ ഓതൽ സുന്നത്തുള്ള സൂറത്തുൽ കഹ്ഫിൽ വിവരിക്കുന്ന ഒരു കൂട്ടം യുവാക്കളുടെ ചരിത്രമാണ്. അല്ലാഹു പറയുന്നു, ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ വറബത്നാ അലാ ഖുലൂബിഹിം. എന്താ ഖുർആന്റെ പ്രയോഗം? ഇന്നഹും ഫിത്യ, അവർ യുവാക്കളായിരുന്നു. ദഖിയാനൂസ് രാജാവിന്റെ കീഴിൽ എല്ലാവരും വിഗ്രഹപൂജകരായി നിൽക്കുന്ന കാലത്ത് ഈസാ നബി അലൈഹിസ്സലാമിന്റെ ശരിയായ സത്യവിശ്വാസത്തിന്റെയും തൗഹീദിന്റെ മേൽ നിലകൊള്ളാൻ വേണ്ടി തീരുമാനിച്ച ചെറുപ്പക്കാർ, 7 അംഗങ്ങൾ മാത്രം അടങ്ങുന്ന ചെറുപ്പക്കാർ. ആ ചെറുപ്പക്കാർ രാജ്യത്തിന് മുഴുവനെതിരെ, ഭരണകൂടത്തിന് മുഴുവനെതിരെ, സമൂഹത്തിന് മുഴുവനെതിരെ ധർമ്മം പ്രസംഗിക്കുകയാണ്. പക്ഷെ ആര് കേൾക്കും? ഇവരെ ചാരമാക്കുകയില്ലേ ഭരണകൂടം? ഈ ഒരവസ്ഥയിലെത്തിയിട്ട് അവർ കുടുങ്ങി. പറ്റച്ചാരമാകുന്ന അവസ്ഥയിലെത്തിയപ്പോ അവർ എവിടെയോ ഒളിച്ച് മലയിൽ പോയി, ഒരു ഗുഹയിൽ പോയി വസിച്ച് 300 നീണ്ട വർഷക്കാലം ഉറങ്ങിയ കഥ, മരിച്ചു കിടന്നതുപോലെ ഉറങ്ങിയ കഥ. അവരുടെ കൂടെയുണ്ടായിരുന്ന കാവൽ നായ ആ ഗുഹാമുഖത്ത് കാവൽ നിന്നിട്ട് ഉറങ്ങിക്കിടന്ന കഥ ഖുർആനിൽ വിവരിക്കുന്നുണ്ട്. ഇതാണ് അസ്ഹാബുൽ കഹ്ഫ്. ഈ അസ്ഹാബുൽ കഹ്ഫിനെ വിവരിക്കുമ്പോൾ ഖുർആൻ പറഞ്ഞു, ഇതിനവർക്ക് കഴിഞ്ഞത് ഇന്നഹും ഫിത്യ, അവർ ചെറുപ്പക്കാരായിരുന്നു. ആമനൂ ബിറബ്ബിഹിം, അല്ലാഹുവിനെ കൊണ്ട് വിശ്വാസമുള്ള ചെറുപ്പക്കാരായിരുന്നു. വസിദ്നാഹും ഹുദാ, ധാർമ്മിക മനസ്ഥിതി, ധാർമ്മിക രോഷം, ധാർമ്മിക ചിന്ത, ധാർമ്മിക വിശ്വാസം അവർക്ക് അല്ലാഹു തആല വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള നല്ല ചെറുപ്പക്കാർ. എന്നിട്ട് അല്ലാഹു പറയുന്നതോ വറബത്നാ അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിന് നമ്മൾ നല്ല കരുത്ത് നൽകി. إذ قاموا فقالوا ربنا رب السماوات والأرض لن ندعو من دونه إلها لقد قلنا إذا شططا. രാജാവിന്റെ മുഖത്ത് നോക്കി, രാജസദസ്സിന്റെ മുഖത്ത് നോക്കി, ഒരു നാടിന്റെ മുഴുവൻ മുഖത്ത് നോക്കി, ഒരു സമൂഹത്തിന്റെ മുഴുവൻ മുഖത്ത് നോക്കി, ഒരു ജനതയുടെ മുഴുവൻ മുഖത്ത് നോക്കിയിട്ട് അവർ പറഞ്ഞു, റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ പടച്ച യജമാനനായ ഉടമസ്ഥനായ നാഥനാണ് ഞങ്ങളുടെ നാഥൻ. നിങ്ങൾ പൂജിക്കുന്ന വിഗ്രഹങ്ങളല്ല, നിങ്ങളുടെ ദൈവങ്ങൾ എന്ന പടച്ചവന്മാരല്ല. അല്ലാഹു, ആകാശവും ഭൂലോകവും ഒക്കെ പടച്ച അല്ലാഹു. അവനല്ലാതെ ഞങ്ങൾ ഇലാഹെന്ന് വിളിക്കൂല, റബ്ബിനെ അല്ലാതെ ഞങ്ങൾ ഇലാഹെന്ന് വിളിക്കൂല. ഇതെല്ലാം അങ്ങനെ ഞങ്ങൾ വിളിച്ചു പോയാൽ ഞങ്ങൾ വല്ലാത്ത അക്രമമുള്ള വാക്കല്ലേ പറഞ്ഞു പോകുന്നത്, അനീതിയല്ലേ പറഞ്ഞു പോകുന്നത്. അതിന് ഞങ്ങളെ കിട്ടൂല, നീ ചെറുപ്പക്കാർ പറഞ്ഞു എന്ന് ഖുർആൻ പറയുന്നിടത്ത് ഫിത്യ. ഇത് പണ്ടത്തെ സമൂഹമാകേണ്ട. ഈ സമൂഹത്തിലും അത്തരം വീരന്മാർ എത്രയോ കടന്നുപോയി. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിലേക്ക് പോരാ നമുക്ക്. നല്ല കിടുകിടുത്തൊരു യുവാവ് മുആദ് ഇബ്നു അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു, ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ്. മുആദ് ഇബ്നു അംർ ഇബ്നുൽ ജമൂഹ്, മുആദ് ഇബ്നു അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു ഈ യുവാവായ മകൻ വിശ്വസിച്ചിട്ടാണ് തന്റെ ബാപ്പ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത്. അംർ ഇബ്നുൽ ജമൂഹ് ഖുറൈശികളുടെ ബനൂ സലമ ഗോത്രത്തിലെ നായകനാണ്, വലിയ നായകനാണ്. നായകന്മാർക്ക് അന്തര ഇടപാടുണ്ട്. മദീനത്ത് അള്ളാഹുവിന്റെ റസൂല് വന്നു നോക്കുമ്പോ മദീനത്തെ ഓരോ ഗോത്രത്തിന്റെ ഈ നായകന്മാര് അവരുടെ പടച്ചോമാരോലെ വീട്ടിൽ തന്നെ നായകന്മാർ. അല്ലാത്തവർക്കൊക്കെ അമ്പലത്തിൽ, ക്ഷേത്രത്തിലും അമ്പലത്തിലും വെച്ച പ്രതിഷ്ഠകൾക്ക് പുറമെ പടച്ചോന്മാരെ വീട്ടിലും കൂടി വെച്ചവരായിരിക്കും സമൂഹ ഗോത്രത്തിന്റെ നേതാക്കന്മാർ. എന്താ നേതാക്കന്മാർ ഇഷ്ടണ്ടാണ് നേരത്ത് ദൈവം പോലെ വീട്ടിൽ വേണം, അങ്ങനെ വീട്ടിൽ ദൈവം. അക്കൂട്ടത്തിൽ അംർ ഇബ്നുൽ ജമൂഹ് എന്ന് പറഞ്ഞ ഒരു ദൈവമുണ്ട്, മനാഫ്. മനാഫ് എന്ന ദൈവത്തിന്റെ പേരാണ്. നമ്മളെ അബ്ദു മനാഫില്ലേ, അഷ്റഫുൽ ഖൽഖിന്റെ ഉപ്പാപ്പ അബ്ദു മനാഫ് എന്ന മനാഫ് ദേവന്റെ അടിമാണ്. മനാഫ് എന്നത് അന്നത്തെ ഖുറൈശികളുടെ ദേവനായിരുന്നു.
അബ്ദുമനാഫ് റസൂലുള്ളാഹിന്റെ ഉപ്പാപ്പയാ. പക്ഷെ ഉപ്പാപ്പാന്റെ കാലത്ത് ജനങ്ങളുടെ ദേവനിലേക്ക് ചേർത്ത് അബ്ദുമനാഫ് എന്ന് വിളിച്ചു വന്നതാണ്. നമ്മൾ എന്ത് ചെയ്യാനാ? ഈ മനാഫ് ദേവനാണ് അംറുൽ ജമൂഹിന്റെ ദേവൻ. ഈ ദേവന് വീട്ടിലുണ്ട്. മുആദും തന്റെ സഹോദരൻ ഒരു മുആദും, രണ്ട് ചെറുപ്പക്കാർ, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, മുആദ് ഇബ്നു അംറുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു. ഈ രണ്ട് ചെറുപ്പക്കാരും നട്ടാട്ട പാതിരക്ക് എന്ത് ചെയ്യുന്നറിയോ? സ്വന്തം പിതാവിന്റെ വീട്ടിന്റെ അകത്തെ ഏറ്റവും വലിയ സുന്ദരനായ ദൈവം, ആ ദൈവത്തെ എടുത്തിട്ട് മെല്ലെ കയറി കെട്ടി കൊണ്ടുപോയിട്ട് ജനങ്ങൾ കുപ്പത്തൊട്ടിയാക്കി ഉപയോഗിക്കുന്ന അടുക്കാട്ട് കൊണ്ടുപോയി അടിച്ചുവാരിയിടുന്ന മലം കൊണ്ടുപോയി വലിച്ചെറിയുന്ന കുഴിയിലേക്ക് വലിച്ചെറിയും. ആരാ അതിന്റെ ദേവനെ കാണിച്ചു? ഇയാള് നേരം വെളുത്താലപ്പോ ഇറങ്ങി നടന്നിട്ട് പറയും. എവിടെ നോക്കിയാലും കാണൂല. അവസാനം കണ്ടെത്തുന്നത് ഈ കുപ്പത്തൊട്ടിയിൽ. കുപ്പത്തൊട്ടിയിൽ പാവം ഇറങ്ങിയിട്ട് ഈ ദൈവത്തെ എടുത്ത് വൃത്തിയാക്കി കഴുകി സോപ്പിട്ട് വരുതി ശരിയാക്കി അത്തറ് പൂശിയിട്ട് വീണ്ടും കൊണ്ടുവെക്കും വീട്ടില്. പിറ്റേന്ന് രാത്രിയും കാണാനില്ല. ഇങ്ങനെ എത്ര രാത്രി? മുആദും രണ്ട് സുഹൃത്തുക്കൾ, രണ്ടാളും ചെറുപ്പക്കാർ. നമ്മുടെ നാട്ടിലെ SYF-ന്റെ കുട്ടികളെ പോലുള്ള രണ്ട് ചെറുപ്പക്കാർ. ഈ രണ്ട് ചെറുപ്പക്കാർ വീട്ടിൽ പോയി തോന്നിയാസം കളിക്കാനല്ല ഞാനിത് പറയുന്നത്. ഇത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി വന്ന മദീനത്തെ അന്നത്തെ ദൈവങ്ങളിൽ വിശ്വസിച്ചിരുന്ന ആളുകളെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി അന്നത്തെ ആളുകൾ അന്നെന്തെല്ലാം സഹിച്ചുവെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന ചരിത്രമാണ്. മുആദും വന്നിട്ട് വീണ്ടും രാത്രിയിൽ ഇത് ചെയ്യും. പകൽ ഇയാൾ തന്നെ പണി. കുറെ ശല്യം കേട്ടപ്പോ ഇയാൾ എന്ത് ചെയ്തു? അവസാനം ഒരിക്കൽ തന്റെ വാള് പിടിച്ചിട്ട് ഈ മനാഫിന്റെ കൈ കൊടുത്തു, കഴുത്തലടുത്തിട്ട്. ഇത്ര മൂടന്മാരാവല്ലോ നിങ്ങൾ നോക്കിയാണ്. വാള് കൈ പിടിച്ചിട്ട് മനാഫ് എന്ന കല്ല് എന്ന ദൈവത്തിന്റെ മേലെ കൊടുത്തിട്ട് എന്താ കാര്യം? കഴുത്തലവിടെ തൂക്കിട്ടിട്ട് പറഞ്ഞ്, ഇനി നിനക്ക് വേണമെങ്കിൽ നീ നോയിക്കോ, നിന്നെ എനിക്കാവൂല നിന്നെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാന്ന് ദേവനോട്. ദേഷ്യം പിടിച്ചിട്ടുണ്ടല്ലോ ഒരു പറച്ചില്. ഞാനെന്നാ വാള് തന്നേക്കാം. ഈ വാളേറ്റ് നിന്നെ ആരാ എടുക്കാൻ വരുന്നതെങ്കിൽ ഓനെ വേണ്ടത് കൈകാര്യം ചെയ്തോ എന്ന് പറഞ്ഞിട്ട് മൂപ്പര് നോക്കി. പിറ്റേന്ന് നോക്കുമ്പോ ഈ വാള വരെ ആവശ്യമുള്ളതല്ല. അതെടുത്ത് വെച്ചിട്ട് വീണ്ടും ഈ വിഗ്രഹത്തെ എടുത്തിട്ട് അന്ന് കൊണ്ടേയിട്ടത് എങ്ങനെയാണെന്നറിയോ? ചത്ത ഒരു പട്ടിയെ ഈ വിഗ്രഹത്തിന്റെ തലക്കൽ കെട്ടിയിട്ട് ചത്ത കെട്ട് മണക്കണ പട്ടിയോടുകൂടെ ഇതിനെ കുപ്പത്തൊട്ടിയിലിട്ട് പിറ്റേത്ത് ഒന്ന് നോക്കുമ്പോ ദേവന്റെ കൂടെ സാധാരണ ദേവൻ മാത്രമല്ല, കുഴുത്ത് മണക്കുന്ന പട്ടിയുടെ ജഡവും. ഇത് നോക്കിയിട്ട് ഇയാൾ വേവലാതി കൊണ്ടു. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് ഇയാൾക്ക് ഇനി വേണ്ട. വളരെ പ്രയാസത്തോടുകൂടെ വേദനയോടുകൂടെ നിൽക്കുമ്പോഴാണ് അങ്ങ് അകലിൽ നിന്നൊരു ചെറിയ സംഘം, ഒരു കച്ചവട സംഘം. അവർ ഒന്ന് നോക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖിനെ കൊണ്ട് വിശ്വസിച്ച കൂട്ടരാണ്. അഷ്റഫുൽ ഖൽഖിനെ കൊണ്ട് വിശ്വസിച്ച ഈ കൂട്ടർ ഒന്ന് നോക്കുമ്പോ എന്തെന്ന് വെച്ചാ എന്റെ ദേവനെ എന്നും ഇത് തന്നെ പണി. ഈ കുപ്പക്കുഴിയിൽ കൊണ്ടുവന്നിട്ടു. ഏത് ശകടന്മാർ, ഏത് ദുഷ്ടന്മാർ, ആരാണിത് ചെയ്യുന്നതെന്ന് അറിഞ്ഞൂടെ. എന്നും ഇതന്നെ. ആരാ ചെയ്യുന്നത്? അംറുൽ ജമൂഹിന്റെ സ്വന്തം പുത്രൻ മുആദ്, തന്റെ തുണക്കാരൻ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയായി ഇടപാട്. അപ്പൊ ഈ യാത്ര സംഘം പറഞ്ഞു, നേരെ തന്നെ ഈ പട്ടിന്റെ ഒപ്പം കെട്ടിട്ടിട്ട് കുപ്പത്തൊട്ടി കൊണ്ടുവന്നിട്ട് എഴുന്നേറ്റ് പോകാൻ പറ്റാത്ത, ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാത്ത ഇതിനെ അങ്ങൾ ഈ ദൈവമൊന്നും ഇലാഹ് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പഠിച്ചോ, ഏക ഇലാഹായ അല്ലാഹുവില്ലേ നമ്മൾ വിശ്വസിക്കുന്ന അല്ലാഹു, ആ അല്ലാഹുവിൽ വിശ്വസിച്ചാൽ ഇതിനൊക്കെ നടക്കണോ എന്ന് ശരിയായ ഒരു സുവിശേഷം നടത്തിയപ്പോ ഇയാളുടെ മനസ്സ് തെളിഞ്ഞു. അംറുൽ ജമൂഹ് അന്നിമിഷം മുസ്ലിമായി, മനസ്സാ മൂമിനായി. അല്ലാഹുവിന്റെ തിരുഹദ്റത്തിൽ റസൂലുള്ളാഹിന്റെ തിരുഹദ്റത്തിൽ ചെന്ന് വിശ്വസിച്ചു. ആ അംറുൽ ജമൂഹിനെ വിശ്വാസത്തിലേക്ക് നയിച്ചത് മഹാനായ അംറുൽ ജമൂഹിന്റെ മകൻ മുആദാൻ. ചെറുപ്പക്കാരനാണ്, ഫത, നല്ല ചെറുപ്പക്കാരനായ അദ്ദേഹം അംറുൽ ജമൂഹ് എന്ന തന്റെ പിതാവ് ബദർ യുദ്ധത്തിലേക്ക് വന്നപ്പോ റസൂലുള്ളാഹിനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ മക്കളെല്ലാം കൂടിയിട്ട് എന്നെ തടയുകയാണ്. അങ്ങ് ബദറിലേക്ക് പോകുമ്പോ ഞാനും പോരണം. ഞൊണ്ടിയാണ് അദ്ദേഹം, കാല് ചട്ടയാണ്, നടക്കാൻ കഴിയില്ല. അങ്ങനത്തെ നടത്താണ് അദ്ദേഹത്തിന്റെ നടത്തം. കാല് മുടന്തി അദ്ദേഹത്തിന്റെ നടത്തം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആയത്ത് തന്നെ ഇറക്കിയിട്ടുണ്ട്. ലൈസ അലൽ അഅമാ ഹറജ് വലാ അലൽ അറജ് ഹറജ്. അന്ധന്മാര് യുദ്ധത്തിന് പോയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, മുടന്തന്മാര് യുദ്ധത്തിന് പോയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഒന്ന് ഓടാനെങ്കിലും കഴിയണമല്ലോ. അതുകൊണ്ട് മുടന്തുള്ളവർ യുദ്ധത്തിന് പോകണ്ടാന്ന് ആയത്ത്. അംറുൽ ജമൂഹ് ബദർ യുദ്ധത്തിൽ നിന്നും അടക്കപ്പെട്ടു. മക്കളെല്ലാം കൂടി പറഞ്ഞു, മുആദ് അടക്കം പറഞ്ഞു, ഞാൻ പോകാം.
ആ മുആദാൻ അബൂ ജഹൽ ലഅനത്തുല്ലാഹി അലൈഹി, അഷ്റഫുൽ ഖൽഖിന്റെ ഏറ്റവും വലിയ ഫിർഔൻ, ഇസ്ലാമിന്റെ ഏറ്റവും കഠിന ഫറോവ, ആ ഫിർഔനെ കൊന്ന വ്യക്തിയാണ് മുആദ് ഇബ്നു അംർ ഇബ്നുൽ ജമൂഹ്. ഈ ഉമ്മത്തിലെ ഫിർഔന്റെ വസ്ത്രങ്ങൾ, ഈ ഉമ്മത്തിലെ ഫിർഔന്റെ ആയുധങ്ങൾ, ഈ ഉമ്മത്തിലെ ഫിർഔന്റെ പടക്കോപ്പുകൾ അല്ലാഹുവിന്റെ റസൂൽ വിധിച്ചു നൽകിയത് മുആദ് ഇബ്നു അംർ ഇബ്നുൽ ജമൂഹിനാണ്. അദ്ദേഹം യുദ്ധത്തിന് പോയി. പക്ഷെ അംർ ഇബ്നുൽ ജമൂഹിന് യുദ്ധത്തിന് പോകാൻ കഴിഞ്ഞില്ല. തൊട്ടടുത്ത കൊല്ലത്തിൽ അതാ വന്നു ഉഹദ്. ഉഹദ് യുദ്ധത്തിന് വന്നപ്പോ മഹാനായ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നിട്ട് ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു തങ്ങൾ വന്ന് പറഞ്ഞു, അള്ളാഹിന്റെ റസൂലേ, കഴിഞ്ഞെല്ലാം ബദറിലേക്ക് പോരാൻ അനുവദിച്ചില്ല, അതുപോലെ എന്റെ മക്കൾ ഇക്കൊല്ലവും തടയും, എനിക്ക് ഉഹദ് യുദ്ധത്തിന് പോരാൻ കഴിയില്ല, മക്കൾ സമ്മതിക്കുന്നില്ല, എന്റെ മക്കളുടെ വാക്കങ്ങ് കേൾക്കരുത്, അള്ളാന്റെ ഹബീബേ എന്നെ യുദ്ധത്തിനൊന്ന് പോരാൻ സമ്മതിക്കണം. ആരംഭ നബി തങ്ങൾ പറഞ്ഞു, അംർ, നിങ്ങൾക്ക് കാരണമുണ്ടല്ലോ, നിങ്ങൾക്ക് രോഗമുണ്ടല്ലോ, നിങ്ങൾക്ക് മുടന്തുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞു, അള്ളാന്റെ റസൂലേ, ഇന്നി അർജു അൻ അഖ്തിറ ബിഅർജതി ഫിൽ ജന്ന, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഈ മുടന്തോണ്ടൊന്ന് ചാടണം റസൂലേ, എനിക്കൊരു മോഹമുണ്ട്. ഈ കാലിന്റെ മുടന്തോയിട്ട് സ്വർഗ്ഗത്തിലൊന്ന് ചാടണം, ഒന്ന് വിലസണം, എന്റെ മുടന്തേറ്റ് സ്വർഗ്ഗത്തിലൊന്ന് ലാത്തണം, എന്റെ മുടന്ത് ഉയർത്തിയിട്ടും പൊക്കിയിട്ടും നടക്കുന്നത് സ്വർഗനിവാസികളൊന്ന് കാണണം, എനിക്കുമില്ലേ മോഹം, എന്റെ മോഹം അങ്ങ് നിരസിക്കരുത് റസൂലേ. അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹുവിന്റെ വിലാപം ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിച്ചു, മക്കളെ തിരിച്ചയച്ചു. മഹാനായ അംർ ഇബ്നുൽ ജമൂഹ് അദ്ദേഹം ഉഹദ് യുദ്ധത്തിൽ ധീരധീരം പോരാടി. അദ്ദേഹത്തിന്റെ കൂട്ടസുഹൃത്തായ, അദ്ദേഹത്തിന്റെ ഇഷ്ടസുഹൃത്തായ, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സഹോദരനായ അബ്ദുല്ലാഹി ഇബ്നു അംർ എന്ന മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവിനെയും കൂട്ടി രണ്ടുപേരും ധീരധീരം പോരാടിയിട്ട് ഷഹീദായി. മുടന്തുമായി നാളെ സ്വർഗത്തിൽ വരുന്ന അംർ ഇബ്നുൽ ജമൂഹ്, ഇത് നമ്മുടെ പ്രതീക്ഷയാണ്. അദ്ദേഹത്തിന്റെ പ്രതീക്ഷ പോലെ നമ്മുടെ പ്രതീക്ഷയും അല്ലാഹു പുലർത്തുമാറാവട്ടെ. അങ്ങനെ പറഞ്ഞുള്ളൂ. ശുഹദാക്കളാണെങ്കിൽ പോലും ഉറപ്പിക്കാൻ വയ്യ, അതല്ലാണ്ട് റസൂല് പഠിപ്പിച്ചതാ. അദ്ദേഹത്തിന്റെ ആശ പോലെ നമ്മളും ആശിക്കുക, അദ്ദേഹം സ്വർഗത്തിൽ വരുന്നു. മുടന്തേറ്റ് സ്വർഗത്തിൽ അങ്ങനെ നടക്കാനൊരു മോഹമെന്ന്, ഒരു മുടന്തന്റെ പറച്ചില്, മുടന്തേറ്റ് ചാടിയൊന്ന് സ്വർഗത്തിൽ നടക്കണ്ടേ എനിക്ക് എന്ന് അള്ളാന്റെ റസൂലിനോട് ഒപ്പ്. ഈ അംർ ഇബ്നുൽ ജമൂഹിന്റെ മകനാണ് മുആദ്. മുആദിന്റെ തന്റെ ഇടം കണ്ടോ നിങ്ങള്? ഉഹദ് യുദ്ധത്തിൽ പോയി ഷഹീദാകാൻ വേണ്ടിയിട്ടുള്ള അവസരം റസൂലുള്ളാഹിനോട് ചോദിച്ച് യാചിച്ച് വാശി പിടിച്ചു മേടിച്ച, സ്വന്തം മക്കളുടെ നിരാശവും അവരുടെ എല്ലാ ഒഴിവുകഴിവുകളും മാറ്റിവെച്ചിട്ട് തനിക്ക് ഷഹാദത്ത് കിട്ടണമെന്ന് മോഹിച്ച അംറിനെ സൃഷ്ടിച്ചതാരാണ്? സ്വന്തം മകൻ, തന്റെ ഇഷ്ടപ്പെട്ട മകൻ മുആദ്, വത്സലനായ തന്റെ പിതാവിനെ ധാർമ്മിക യോദ്ധാവാക്കി മാറ്റിയ മകൻ, ഷഹീദാക്കി മാറ്റിയ മകൻ, സ്വർഗത്തിൽ മുടന്തുകൊണ്ട് ചാടാൻ അവസരം കൊടുത്ത മകൻ. ആ മകന്റെ പരിവർത്തനമാണ്, ആ മകന്റെ വിപ്ലവമാണ് യുവാക്കൾ ഉണ്ടാക്കേണ്ടത്. ആ വിപ്ലവ വീര്യമുള്ള മകനാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീനിന്റെ ഏറ്റവും കൊടിയ ശത്രുവായ ശത്രുവിനെ വധിച്ചത് നോർക്കുമ്പോഴാണ് യുവാക്കളോട് ഇസ്ലാമിനുള്ള കടപ്പാട് നമുക്ക് ബോധ്യപ്പെടുക. യുവാക്കൾ എന്ന് പറയുമ്പോ ചാപ്പല്യമാണ് അവരുടെ പ്രകൃതമെങ്കിൽ പോലും, നഷ്ടമാണ് അവർക്ക് സംഭവിക്കുന്നതെങ്കിൽ പോലും, എല്ലാ ദൗർബല്യങ്ങളിലും ദുർബല വികാരങ്ങളിലും നശിക്കുകയാണ് അവരുടെ ജീവിതമെങ്കിൽ പോലും, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും സുന്ദരമായ മുഹൂർത്തങ്ങളൊക്കെയും യുവാക്കളുമായി ബന്ധപ്പെട്ടതാണ്. ഏറ്റവും വിലപ്പെട്ട ഏതെല്ലാം വലിയ അവാർഡ് ലഭിക്കേണ്ട കർമ്മങ്ങളുണ്ടോ, യുവാക്കളുടെ കർമ്മമാണ്. അവയിൽപ്പെട്ട ഒന്നാണ് ഇസ്ലാമിന്റെ കൊടിയ ശത്രുവായ, ഇസ്ലാമിന്റെ ഫറോവ എന്ന് റസൂല് പറയണമെങ്കിൽ ആ ഫറോവ എത്ര കഠിനമാകണം. മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ച ഫറോവയുടെ സ്ഥാനം അനേക തവണ ഒരു വിശ്വാസിയുടെ അവിശ്വാസിയുടെ പേര് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഫിർഔൻ. യഖുദുമു ഖൗമഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ തന്റെ ജനതയെ നേതാവിയായി വരുമെന്ന് ഖുർആൻ പറഞ്ഞ ഫിർഔൻ. ഇന്ന ഫിർഔന ആലിം ഫിൽ അർദ്, അഹങ്കാരിയാണ് ഫിർഔൻ എന്ന് പറഞ്ഞ ഫിർഔൻ. അന റബ്ബുകുമുൽ അഅല, ഞാനാണ് വലിയ റബ്ബ് എന്ന് വാദിച്ച ഫിർഔൻ. ആ ഫിർഔനേക്കാൾ കടുത്തുപോയല്ലോ എന്റെ ഫിർഔൻ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് അബൂജഹലിനെയാണ്. പറയാൻ കാരണമുണ്ട്. എന്തേ? നാളെ മറ്റന്നാൾ വരുന്ന ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന സമയത്ത് കഴുത്തിങ്ങനെ നീട്ടി മുറിച്ചുമ്പോ എടോ നീട്ടിയിട്ട് മുറിച്ച് നെഞ്ചത്ത് കയറിയിട്ട് മുറിക്കുന്ന ഇബ്നു മസ്ഊദിനോട് നീട്ടി മുറിക്കടോ. കടത്തറക്കുന്ന നേരത്ത് നെഞ്ചിൽ കയറിയിരുന്ന് താടിക്ക് പിടിച്ചുകൊണ്ട് കടത്തറക്കുന്ന തന്റെ യോദ്ധാവിനോട് പറഞ്ഞ കിങ്കരനാണ് ഈ ഫിർഔൻ, ഈ ഉമ്മത്തിലെ ഫിർഔൻ. നേരെ മറിച്ച് മൂസാ നബിയുടെ ഫിർഔനോ ആമന്തു ബിറബ്ബി മൂസാ വ ഹാറൂൻ,
യൂഖിനൂൻ. മൂസാ നബിയുടെയും ഹാറൂന്റെയും റബ്ബിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചു എന്നാ മുങ്ങിയപ്പോ പറഞ്ഞത്. മരിക്കാൻ നേരത്ത് വിശ്വാസം പ്രകടിപ്പിച്ച ഫിർഔൻ അള്ളാഹു രക്ഷപ്പെടുത്തിയില്ലെങ്കിലും, ആ വിശ്വാസം അള്ളാഹു കണക്കെടുത്തില്ലെങ്കിലും, ബഅസിന്റെ ഈമാനെങ്കിലും ആ നേരത്ത് വിശ്വസിച്ച ഫിർഔനും സമാനനല്ല ഈ ഉമ്മത്തിലെ ഫിർഔൻ. മരിക്കുമ്പോഴും മുഹമ്മദന്റെ തല കണ്ട് ഞെട്ടണം എന്ന് പറഞ്ഞ ഫിർഔൻ, ആ ഫിർഔനെ വധിച്ചതാരാണെന്ന് അറിയുമോ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിലേക്ക് നമുക്ക് മടങ്ങാം. അദ്ദേഹം പറയട്ടെ കഥ. ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്നു തന്റെ സ്വഹീഹിൽ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ബദർ യുദ്ധത്തിൽ അണികളിൽ നിൽക്കുക. സുന്ദരമായ അണി, വളയാത്ത അണി, വളവൊക്കെ നബി തങ്ങൾ തന്നെ നീർത്തിപ്പോയ അണി. ഞാൻ എന്റെ അണിയിൽ അപ്പുറം ഇങ്ങനെ നോക്കി. പട തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുന്ന സമയമാണ്. ആ നേരത്ത് അപ്പുറം നോക്കുമ്പോ ഞാൻ എന്റെ ഹദീസത്തിൻ അസ്നാനുഹുമാ, വയസ്സ് ചെറുതായ രണ്ട് ചെറുപ്പക്കാര്. വലത്ത് നോക്കുമ്പോൾ ഒരു ചെറുപ്പം, ഇടത്തോട്ട് നോക്കുമ്പോൾ ചെറുപ്പക്കാരൻ. ഞാൻ ആലോചിച്ച് കുട്ടികളുടെ അടിയിലുള്ളപ്പോ ഞാൻ വന്ന് പെട്ടത്. അങ്ങനെയുണ്ടല്ലോ പെടലേ. ജുമാക്ക് തന്നെ കുട്ടികളുടെ അടിയിൽ പോയിരുന്ന ഒരു വിഷമല്ലേ. കുട്ടികളെ മറയിനോടുത്ത് വലിയോലെ മറയരുത് എന്ന് മറയിനോടുത്തും കൂടി പറയും പണ്ടക്കും വേണ്ടേ. അതാ കുട്ടികളെ, ഈ കുട്ടികളെ രണ്ടാളടിയിലുള്ളപ്പോ ഞാൻ പെട്ടത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. കാരണം ഒരു സ്വഹാബി, വർത്തക പ്രമുഖനായ സ്വഹാബി, പ്രമുഖനായ അശ്റത്തുൽ മുബശ്ശരീങ്ങളിൽപ്പെട്ട സ്വഹാബി. അദ്ദേഹത്തിന്റെ അപ്പുറം രണ്ട് ചെറുപ്പക്കാരാക്കും മൂപ്പര് പറഞ്ഞു, ഞാൻ രണ്ട് ഇവർ രണ്ടാളെക്കാൾ കരുത്തരായ രണ്ട് മനുഷ്യന്മാരടിക്ക് എത്തുള്ളൂ എന്ന് എഴുതിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ വലത്തുള്ളൂ എന്നെ മെല്ലെടുത്തുകൊണ്ട് യാ അമ്മി, ബഹുമാനപ്പെട്ട പോലെ അങ്ങനെ വിളിക്കുക, യാ അമ്മി. നോക്കി അതൊക്കെ നമ്മൾ അറബികളിൽ നിന്ന് കണ്ടുപിടിക്കണം. യാ അമ്മി, പിതൃ സഹോദര എന്ന ഈ വാക്കിന്റെ അർത്ഥം. പിതാവിന്റെ സ്ഥാനമാണ് വയസ്സിൽ മൂത്തവർക്ക് അവർ നൽകുക. സ്വന്തം സമപ്രായക്കാരാണെങ്കിലോ യബ്നഅമ്മി, എന്റെ പിതൃവ്യ പുത്ര, എളാപ്പാന്റെ മോന് മൂത്താപ്പാന്റെ മോന്. എളാപ്പാന്റെ മൂത്താപ്പാന്റെ മക്കളാ സമപ്രായക്കാര് മുഴുവൻ. എളാപ്പാരോ മൂത്താപ്പാരോ ആണ് വയസ്സിൽ മൂത്ത കാരണവന്മാരൊക്കെ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ കുടുംബക്കാരനല്ല, അൻസാരികളിൽപ്പെട്ട സഹാബിയാണ് ചെറുപ്പക്കാരൻ. കൈ പിടിച്ചിട്ട് പറയുന്നത്, യാ അമ്മി, എന്റെ പിതൃവ്യ. എവിടെയാ അബൂജഹല്? ഞാൻ ചോദിച്ചു, എന്താ കുട്ടിയെ എനിക്ക് അബൂജഹലിനെ കിട്ടിയിട്ട്, എന്തിനാ എനിക്ക് അബൂജഹലിനെ? അപ്പൊ ആ കുട്ടി പറഞ്ഞു, അബൂജഹലോ, അവൻ അല്ലാഹുവിന്റെ റസൂലിനെ അസഭ്യം പറയുന്നുണ്ട്, ചീത്ത പറയുന്നുണ്ട് എന്ന് കേട്ടു. ഈ ജനങ്ങളെ മുഴുവൻ ഇങ്ങോട്ട് കൂട്ടിയത് അബൂജഹലാണെന്ന് കേട്ടു. അവനെ ഞാൻ കണ്ടുമുട്ടിയാൽ മതി, എന്റെ വാളും അവന്റെ വാളും തമ്മിൽ ഏറ്റുമുട്ടിയാൽ ഞങ്ങളിൽ ആരാണോ ദൈവവിധിക്ക് ആദ്യം വരുന്നതെങ്കിൽ അവൻ മരിക്കും. രണ്ടാലൊരാൾ മരിക്കാതിരിക്കില്ല. ഞാൻ ആദ്യം മരിക്കണ്ടെങ്കിൽ ഞാൻ, അവനാദ്യം മരിക്കണ്ടെങ്കിലോ രണ്ടാലൊരാൾ മരിക്കാതെ വിടൂല. ചെറുപ്പക്കാരൻ എന്റെ കൈ തോണ്ടിയിട്ട് പറഞ്ഞു, ചെറുപ്പക്കാരൻ. ഞാൻ ഓന്റെ പൗറും കേട്ടിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ ഇടത്തോൻ തോണ്ടിയിട്ട് ചോദിച്ചു, യാ അമ്മി അയിന് അബൂജഹൽ, അബൂജഹൽ എവിടെയെന്ന്. ഓനോ ഇവൻ തമ്മിൽ പറഞ്ഞ വർത്താനം ഓൻ കേട്ടിട്ടില്ല. ഓനോട് ചോദിച്ചു, ഞാൻ എന്തിനാ കുട്ടി എനിക്ക് അബൂജഹലിനെ? ഓനും പറഞ്ഞു, ഇതല്ലേ അബൂജഹലിനെ കിട്ടിയാല് ഞങ്ങൾ രണ്ടാലൊരാൾ മരിക്കും. ആരാ? ഓനോ ആയുസ് ദീർഘം, എന്നാ ഓൻ ജീവിക്കും, ബാക്കിയുള്ളവ മരിക്കും. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് അബൂജഹൽ ഇങ്ങനെ ചാടുന്നത്. ഞാൻ അവർക്ക് രണ്ടാക്കും കാണിച്ചു കൊടുത്തു, അതാ നിങ്ങൾ തേടുന്ന അബൂജഹൽ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നു, പുലിക്കുട്ടികളായി രണ്ടുപേർ ഓടിച്ചാടി അബൂജഹലിന്റെ നേരെ പോയിട്ട് രണ്ടുപേരും കൂടി വെട്ടി. ആരുടെ വെട്ടാണ് കൊണ്ടത്, ആരുടെ വെട്ടിനാണ് മുറിഞ്ഞത്, ആരുടെ വെട്ടിനാണ് വീണത് അറിയില്ല. ഹത്താ ബറദ്, ആള് കുളൂസായി, തണുത്തുപോയി. ആള് തണുക്കോളം രണ്ടാളും വെട്ടി. അബൂജഹൽ വീണ് കടന്നിട്ട് ആ രണ്ടാളും മടങ്ങിയുള്ളൂ. ഞാൻ മനസ്സിലാക്കി, രണ്ട് വീരന്മാരുടെ മുമ്പിലാണ്. റസൂലുള്ളാഹിന്റെ മുമ്പിൽ രണ്ടാളും വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ കൊന്നു അബൂജഹലിനെ, ഞാൻ കൊന്നു അബൂജഹലിനെ, ഞാൻ കൊന്നു അബൂജഹലിനെ. അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ വന്ന് രണ്ടാളും വാള് കാണിച്ചപ്പോ റസൂലുള്ള രണ്ടാളും വാള് നോക്കട്ടെ എന്ന് പറഞ്ഞു. വാള് നോക്കിയിട്ട് തങ്ങൾ പറഞ്ഞു, കിലാക്കുമാ ഖതല, നിങ്ങൾ രണ്ടാളും തന്നെയാ കൊന്നത്. പക്ഷേ സലബുഹു ലിമുആദ് ബിൻ അംർ ബിൻ ജമൂഹ്, ഈ മുആദിനാണ് അബൂജഹലിന്റെ ശരീരത്തിൽ ധരിച്ചിട്ടുള്ള പടക്കോപ്പുകളൊക്കെ അവകാശപ്പെട്ടത്. ഇതാണ് അംറുബുൽ ജമൂഹ എന്ന തന്റെ പിതാവിനെ ധർമ്മത്തിലേക്ക് നയിച്ച മുആദ് എന്ന ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനാണ് അബൂജഹൽ എന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ കൊടിയ ശത്രുവിനെ, ഈ ഉമ്മത്തിന്റെ ഫിർഔനെ, ഈ ദീനിന്റെ കൊടിയ ശത്രുവിനെ എന്നേക്കുമായി കൊലപ്പെടുത്തിയ ധീര പോരാളി മഹാനായ മുആദ് എന്ന ചെറുപ്പക്കാരനാണ്. അബൂബക്കർ സിദ്ദീഖിനും ഉമറുൽ ഫാറൂഖിനും അലിയാർക്ക് പോലും കിട്ടിയ ഭാഗ്യമല്ലാതെ വീരന്മാർ എത്ര പേരുണ്ട്, ശൂരന്മാർ എത്ര പേരുണ്ട്. പക്ഷെ അവർക്കൊന്നും കിട്ടാത്ത ഭാഗ്യം അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരിൽ ചെറുപ്പക്കാരനെ കിട്ടി. നോക്കി നിങ്ങൾ, ഇസ്ലാം എത്ര വലിയ കടപ്പാട് ആ ചെറുപ്പക്കാരോട്. നമ്മളെ പോലുള്ള യുവാക്കളാണ് എന്റെ ചെറുപ്പക്കാരെ.
നിങ്ങളെപ്പോലുള്ള യുവാക്കളാണ് എന്റെ യുവാക്കളെ, യുവതികളെ, നിങ്ങൾ ആലോചിക്കണം. ഇസ്ലാമിലെ ഏറ്റവും വലിയ തെളിവെന്താ? ഏറ്റവും വലിയ വിശ്വോത്തര ഗ്രന്ഥമായി നമ്മൾ മനസ്സിലാക്കുന്ന തെളിവ് വിശുദ്ധ ഖുർആനെ പോലും ഈ റമളാൻ മാസത്തിൽ ഇറക്കിയത് കൊണ്ടാണ് റമളാൻ മാസത്തിന്റെ ശറഫ് അല്ലേ? ആ വിശുദ്ധ ഖുർആൻ, ഈ വിശുദ്ധ ഖുർആനിൽ സമൂഹം ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് ആരോടാണ്? ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത്, ഏറ്റവും അധികം നമ്മുടെ ഇന്നത്തെ മുസാഹിഫിലും ഖുർആനിലും സമൂഹം കടപ്പെട്ടിരിക്കുന്നത് 20 വയസ്സായ ഒരു ചെറുപ്പക്കാരനെ കൊണ്ട്. 20 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ, കേവലം 20 വയസ്സ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്ത് ഹിജ്റ വരുമ്പോ 11 വയസ്സ് മാത്രം പ്രായമായ സെയ്ദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, അൻസാരിയായ ചെറുപ്പക്കാരനാണ്. 11 വയസ്സ് മാത്രം പ്രായമാണ് അദ്ദേഹം. ഈ 11 വയസ്സിന്റെ അകത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നു ബദർ യുദ്ധത്തില്. അള്ളാഹിന്റെ റസൂല് ബദർ യുദ്ധത്തിൽ അവരെ മടക്കി അയച്ചു. അദ്ദേഹം മാത്രമല്ല, അതും കൂട്ടത്തിലൊന്ന് പറയേണ്ടതാണ്, സെയ്ദ് ഇബ്നു സാബിത്ത് അടക്കമുള്ള ഒരു കുട്ടികളുടെ സംഘം, യുവാക്കളുടെ സംഘം ഒന്നിച്ച് റസൂലുള്ളാഹിന്റെ ഹദറത്തിൽ ബദറിലേക്ക് നബി തങ്ങൾ പോകുന്നു എന്ന് കേട്ടപ്പോ, അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ പിടിക്കുന്നു എന്ന് കേട്ടപ്പോ, ചിലപ്പോ ഏറ്റുമുട്ടലുണ്ടായേക്കാമെന്ന് വിവരമറിഞ്ഞപ്പോ ആ സമയത്ത് അതിൽ പങ്കെടുക്കാനുള്ള അവകാശമോർത്തുകൊണ്ട്, അവകാശത്തിന് വേണ്ടി വാദിച്ചുകൊണ്ട് യുവാക്കളുടെ ഒരു കൊച്ചു സംഘം അഷ്റഫുൽ ഖൽഖിന്റെ തിരുഹദറത്തിൽ ആരംഭ നബി തങ്ങള്, നിങ്ങൾക്കൊക്കെ എത്ര പ്രായമായി കുട്ടികളെ എന്ന് വെച്ച് നോക്കുമ്പോൾ ഒരുത്തന് 11, ഒരുത്തന് 12, ഒരുത്തന് 13, ഒരുത്തന് 14, ഇത്രയേ ഉള്ളൂ. 8 അംഗങ്ങളുള്ള നല്ലൊരു സംഘം. 8 അംഗങ്ങളുള്ള സംഘങ്ങൾക്കും പ്രായം തികഞ്ഞിട്ടില്ല. യുവാക്കളാകാൻ പോകുന്നേ ഉള്ളൂ, കുമാരന്മാരാകാൻ പോകുന്നേ ഉള്ളൂ. ഇസ്ലാമിന്റെ ആദ്യകാലത്തെ യുവാക്കളുടെ ചരിത്രം പഠിക്കുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 20 വയസ്സാകുമ്പോ നേതൃത്വത്തിന്റെ ഗുണം വരുമെന്ന് പറഞ്ഞതുപോലെ കുട്ടിക്കാലത്ത് തന്നെ നേതാവിന്റെ സ്വഭാവം അറിയാമെന്ന് നമ്മൾ തിരുത്തി വായിക്കണം. കുട്ടികളാവുമ്പോ എന്നറിയാവോ എന്റെ വലുപ്പം എങ്ങോട്ടാ പോകുന്നു എന്ന്. റസൂലുള്ളാഹിന്റെ യുവാക്കളായ സ്വഹാബാക്കളുടെ സ്ഥിതി ഇതായിരുന്നു. ഈ കുട്ടികളടങ്ങുന്ന സംഘം റസൂലുള്ളാഹിന്റെ ഹദറത്തിൽ വന്നിട്ട് ബദർ യുദ്ധത്തിൽ ചാൻസ് ഇട്ടാനാവാദം നബി എല്ലാരും തിരിച്ചയച്ചു. അപ്പോലെ കൂട്ടത്തിൽപ്പെട്ട കുറച്ചു മുതിർന്നൊരു കുട്ടി തന്റെ കയ്യിലെ ചെറിയൊരു കുന്തം, ചെറുകുന്തം എന്നറിയാം, ഹിർബ, ചെറിയുന്തം, ചെറുകുന്തം എന്നാ എന്റെ പേര്. അതെങ്ങനെ പിടിച്ചിട്ട് ഒറ്റേറാണ് കൊടുക്കുന്ന സാധനം, എറിയണ സാധനം, അമ്പുപോലെ എറിയുന്ന സാധനം അല്ല, വലിയ കുന്തല്ല, അതിന് റൂമ എന്നാ പറയാ. വലിയ കുന്തത്തിന് വലിയ കുന്തം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുത്തു. ഈ RSS കയ്യിലെ ബഡില്ലേ, ഏതാണ്ട് ആ ബഡിന്റെ അത്ര വലിപ്പം തോന്നുന്ന ചെറിയ ഒരു കുന്തത്തിന് ആ ചെറുകുന്തം എന്ന് പറയാം, ഹിർബ. ഈ ഹിർബ എടുത്തിട്ട് ഇയാളൊരു കളി, നല്ല അഭ്യാസ പ്രകടനം. ആരംഭ ലഭിതങ്ങളുടെ മുമ്പിൽ അഭ്യാസ പ്രകടനം നടത്തിയപ്പോ റസൂലും സ്വഹാബാക്കളും അന്തം വിട്ടു നോക്കി. റാഫി ഇബ്നു ഖദീജ, നിനക്ക് എത്ര വയസ്സായടോ? അദ്ദേഹം പറഞ്ഞു 14 വയസ്സായിക്കണ നബി, ഞാൻ വലിയ ആളാ, 16 വയസ്സ്, എന്നെ നബി കൂട്ടണം, ബദർ യുദ്ധത്തിലേക്ക് കൂട്ടണം. റാഫി ഇബ്നു ഖദീജ പറഞ്ഞു, ഞാൻ തങ്ങൾ മനസ്സിലാക്കിയതുപോലെ നല്ലൊരു ഏറുകാരൻ കണ്ടോ. ഈ ചെറുകുന്തം കൊണ്ട് ശരിക്കും അഭ്യാസം അറിയാം എനിക്ക്. ഞാനന്ന് പോയി പടപൊരുതട്ടെ, എന്റെ കുന്തം കൊണ്ട് ശത്രുക്കളുടെ കളച്ഛേദം വരുത്താൻ ആവശ്യമെങ്കിൽ എനിക്ക് കഴിയും, എന്നെ കൂട്ടണം. അതുകൊണ്ട് അള്ളാന്റെ റസൂലേ ഫൈദൽ ജിഹാദ്, എനിക്ക് സമരത്തിന് അനുവാദം തരണം. അള്ളാന്റെ റസൂല് റാഫിന്റെ ഈ അഭ്യാസം കണ്ടിട്ട് കഴിവുറ്റ കുട്ടി എന്നുള്ള നിലക്ക് കൊടുത്തപ്പതാ മറ്റൊരു കുട്ടി കരഞ്ഞിട്ട് സമ്പത്തുബിനു ജുന്ദുബ് റളിയല്ലാഹു അൻഹു തങ്ങൾ ചെറുപ്പക്കാരനാണ്, നന്ന ചെറുപ്പക്കാരൻ, ഇയാളെക്കാളും പ്രായം കമ്മി. അദ്ദേഹം പറഞ്ഞു, നബിയെ റാഫിന് കൊടുക്കുന്ന ഒന്നാ ഞാനും വേണം. ഞാനും റാഫിയും തമ്മിൽ തല്ലൂടുമ്പോഴൊക്കെ റാഫി തോറ്റിട്ടേ ഉള്ളൂ. ഞാൻ അവനെ വീഴ്ത്തിയിട്ട് നെഞ്ചത്ത് കയറി ഇരുന്നിട്ടേ ഉള്ളൂ ഏത് മത്സരത്തിലും. അതുകൊണ്ട് റാഫിന് കിട്ടിയോ എനിക്കും കിട്ടണം. സമ്പത്തുബിനു ജുന്ദുബിന്റെ വാശി. കുടുംബം ശരിവെച്ചു, സമ്പത്തിന്റെ അമ്മയും ബാപ്പയും ശരിവെച്ചു. സമ്പത്തിന്റെ അമ്മയും ബാപ്പയും കുടുംബം പറയുന്നത് നോക്കി മരിക്കാനാ വിടുന്നത് മക്കളെ. എന്റെ രക്ഷിതാക്കൾ ഓർക്കണം. നമ്മളാണെങ്കിലോ പോണ്ട, അവർക്ക് വേണ്ട, ഇവിടേക്ക് വേണ്ട, വരൂ നോൽമ്പ് വൽക്കണ്ടെന്നറിയില്ല, മരിച്ചുപോയി കുട്ടിയെ. തലോൽമ്പ് പറ്റി, മറ്റേ നോൽമ്പ് പറ്റി, ബദരീങ്ങളാണ്ട് പറ്റും തൊട്ടൊന്നും മരിച്ചിട്ടില്ല. എന്നാലും എന്റെ കുട്ടി എന്നും നോൽക്കണ്ട, മരിച്ചു. ഇങ്ങനെ തോന്നാത്ത വല്ല ചെറുപ്പക്കാരൻ രക്ഷിതാക്കളും നമ്മുടെ കൂട്ടത്തിലുണ്ടോ? 2 or 3 നോമ്പ് നോച്ചിട്ട് കുട്ടികൾ മരിക്കുന്നില്ലെങ്കിൽ ഇനി മരിക്കാൻ നേരത്ത് ക്ഷീണം തോന്നിയെങ്കിൽ മുറിപ്പിച്ചാ പോരെ, എന്നാലും തലക്കത്തന്നെ മരിക്കൂന്നെരുതി മുറിക്കാൻ പറയണോ? അങ്ങനെ ഒരു കൽപ്പന ഉണ്ടോ? മാതാപിതാക്കൾക്ക് അങ്ങനെ ഒരു നിയമമില്ല. 7 വയസ്സായ കുട്ടിയോട് നോമ്പിന് കഴിവെത്തിയിട്ടുണ്ടെങ്കിൽ കൽപ്പിക്കണം. 10 വയസ്സായാലും കുട്ടി നോറ്റിട്ടില്ലെങ്കിൽ, നോൽക്കാത്തതിന്റെ പേരിൽ കഴിവുണ്ടെങ്കിൽ ആ കുട്ടിനെ അടിക്കണം. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. നിസ്കാരം പോലെ തന്നെയാ നോമ്പും.
തീരെ അശ്വാണ്, തീരെ വെജ. ഒരിക്കൽ നോറ്റപ്പോ തന്നെ ഛർദിച്ച് കുഴങ്ങി ആകെ ഹൈറാനിയത്തായി എന്ന് പറഞ്ഞാൽ അന്ന് മുറിപ്പിക്കണം. ശരിയാ? ഇങ്ങനെ ചെയ്യേണ്ട സ്ഥാനത്ത് നമ്മുടെ മാതാപിതാക്കൾ ഇതാണ് കുഞ്ഞുങ്ങളെ ഓമനിക്കുന്നതെങ്കിൽ ഇവിടെ സമ്രത്ത് ബിൻ ജുന്ദിന്റെ മാതാപിതാക്കളിലേക്കും കുടുംബത്തിലേക്കും ഒന്ന് ചിന്തിക്കൂ. എന്റെ രക്ഷിതാക്കളെ, സമ്രത്ത് ബിൻ ജുന്ദിന്റെ കുടുംബം പറയുന്നു, ശരിയാണ് എന്റെ കുട്ടി പറയുന്നത്. റാഫിയുമായി തല്ലുകൂടിയപ്പോഴൊക്കെ റാഫിനെ മലർത്തിയടിച്ച പാരമ്പര്യം എന്റെ സമ്രക്കുണ്ട്. അതുകൊണ്ട് റാഫിന് ചാൻസ് ഉണ്ടോ, പ്രവേശനമുണ്ടോ? എന്റെ മകനും പ്രവേശനം കൊടുക്കണം. റാഫിന്റെ മാതാപിതാക്കൾ അല്ല, സമ്രത്തിന്റെ മാതാപിതാക്കൾ ആട്ടെ, റസൂലുള്ള വാദത്തിന് മുമ്പിൽ തോറ്റെടുത്തു. സമ്രക്കും റാഫിനും അനുമതി കൊടുത്തു. അന്ന് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അടക്കമുള്ള 6 കുട്ടികൾ മടങ്ങിപ്പോന്നു. ഉമറുൽ ഫാറൂഖ് എന്ന ധീരയോദ്ധാവിന്റെ മകൻ ഇബ്നു ഉമറും ആ കൂട്ടത്തിലുണ്ട്. ധീരൽ പക്ഷെ മടങ്ങിപ്പോന്നു. വയസ്സ് 14. ഈ സെയ്ദ് ഇബ്നു സാബിത്തിന് അന്നത്തെ വയസ്സ് റസൂലുള്ള മദീനത്ത് വരുമ്പോ 11. അപ്പൊ തൊട്ടടുത്ത കൊല്ലത്തിൽ ബദർ വരുമ്പോ 12, ഉഹദ് വരുമ്പോ 13. ബദറിൽ 12 വയസ്സാവുന്ന കാലത്ത് അല്ലാഹുവിന്റെ റസൂൽ അനുമതി കൊടുക്കാതെ തിരിച്ചയച്ച സെയ്ദ് ഇബ്നു സാബിത്തിന് റസൂലുള്ള വഫാത്താകുന്ന സമയത്ത് കേവലം 20 വയസ്സ് മാത്രമാണ്. 20 വയസ്സായ സമ്രത്ത് ബഹുമാനപ്പെട്ട സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14-15 വയസ്സ് മുതൽക്ക് എഴുത്തുകാരനാക്കി നിശ്ചയിച്ചിട്ട് കാത്തിബുൽ വഹ്യ്, വഹ്യിന്റെ എഴുത്തുകാരനാണ് സെയ്ദ് ഇബ്നു സാബിത്ത്. ഭാഷ പഠിക്കാൻ, വിദ്യ പഠിക്കാൻ, ഇതരരോട് സംസാരിക്കാൻ പഠിക്കാൻ, ഖുർആൻ അവതരിക്കുന്നത് മുഴുവൻ പെട്ടെന്ന് മനഃപ്പാഠമാക്കാൻ അല്ലാഹു നിർദ്ദേശിക്കുന്ന സ്വഹാബിയാണ് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. നബി തങ്ങളുടെ വീടിന്റെ അടുത്താ മൂപ്പരുടെ കുടുംബത്തിന്റെ വീട്. അതുകൊണ്ട് വിളിക്കാൻ എളുപ്പ. എഴുത്തറിയുന്ന സ്വഹാബി വിളിച്ചെഴുതി. അങ്ങനെ റസൂലുള്ളാന്റെ എഴുത്തറിയുന്ന ആളായതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ കാലം കഴിഞ്ഞിട്ട് വലിയൊരു യുദ്ധം നടന്നു. യമാമ യുദ്ധം. 1000കണക്കിന് സ്വഹാബാക്കൾ പങ്കെടുത്ത യുദ്ധം. കള്ളപ്രവാചകനായ മുസൈലിമത്തിന്റെ സേനയുമായി നടക്കുന്ന യുദ്ധം. ആ യമാമ യുദ്ധത്തിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയ സ്വഹാബാക്കൾ അങ്ങോട്ട് മരിച്ചുട്ട് ഒരുപാട്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, ഖലീഫ ഇങ്ങനെ പോയ കുടുംബം കനത്ത വില നൽകേണ്ടി വരും. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയാണ് നാം സൂക്ഷിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹയാത്ത് കാലത്ത് ഇറങ്ങിയേടത്തോളം ഖുർആന്റെ സൂക്തങ്ങളൊക്കെ മനഃപ്പാഠമാക്കിയ സ്വഹാബാക്കൾ ജീവിച്ചത് കൊണ്ടാണ് ഖുർആൻ നിലനിന്നത്. ക്രമത്തിലായിക്കൊണ്ട് റസൂലുള്ള ഓതിക്കൊടുത്ത സൂറത്തിന്റെയും ആയത്തിന്റെയും ക്രമപ്രകാരം തല മുതൽ അവസാനം വരെ ഖുർആൻ മനഃപ്പാഠമാക്കിയ 100 കണക്കിന് സ്വഹാബാക്കൾ ഇന്നുണ്ട്. പക്ഷെ അവരിൽ 70 പേരാണ് ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതെന്ന് ഓർക്കണം. കേവലം എല്ലാവരുമല്ല, സ്വഹാബാക്കൾ 100 കണക്കിന് പേര് കൊല്ലപ്പെട്ടവരിൽ 70 പേര് ഖുർആൻ മനഃപ്പാഠമാക്കിയവരായിരുന്നു. അതുകൊണ്ട് ഉമർ എന്നവർ പറഞ്ഞു, അല്ലാഹുവിന്റെ ഖലീഫ, റസൂലിന്റെ ഖലീഫ, അങ്ങയുടെ ദയവുണ്ടായിട്ട് വിശുദ്ധ ഖുർആനെ സംരക്ഷിക്കണമെങ്കിൽ, അള്ളാന്റെ ഖുർആൻ ലോകത്തെ ജനങ്ങൾക്ക് കിട്ടണമെങ്കിൽ, പിൻതലമുറക്ക് കിട്ടണമെങ്കിൽ, വരുന്ന തലമുറകൾക്ക് ലഭിക്കണമെങ്കിൽ അങ്ങത് ക്രോഡീകരിച്ചെഴുതിയേ പറ്റൂ, ലിഖിതമാക്കിയേ പറ്റൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യമൊന്നും കൂട്ടാക്കിയില്ലെങ്കിലും സമ്മതിച്ച് ഉറപ്പിച്ച ശേഷം 2 പേരും കൂടി തീരുമാനിച്ചത് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെയാണ്. ആരായ സെയ്ദ് ഇബ്നു സാബിത്ത്? 20 വയസ്സായ ചെറുപ്പക്കാരൻ. ഖലീഫ വിളിച്ചു വരുത്തിയിട്ട് സെയ്ദിനെ നോക്കിയിട്ട് പറഞ്ഞു, സെയ്ദ് ഇന്നക ലശാബുൻ ആഖിലുൻ, നിങ്ങൾ ബുദ്ധിമാനിയായ ചെറുപ്പക്കാരനാണ്, യുവാവാണ്. ഇന്നക ലശാബുൻ ആഖിലുൻ, ബുദ്ധിമാനിയായ യുവാവാണ്. ലനത്തഹിമുക, നിങ്ങളെപ്പറ്റി ഒരു തെറ്റിദ്ധാരണയും അരുതായ്മയും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ റസൂലുള്ളാഹിക്ക് വഹി എഴുതിയിരുന്ന നിങ്ങൾ ഖുർആനെ മനഃപ്പാഠമാക്കിയവരുടെ മനസ്സിൽ നിന്നും, എഴുതപ്പെട്ട തോലുകളിൽ നിന്നും, എഴുതപ്പെട്ട കടലാസു കഷ്ണങ്ങളിൽ നിന്നും, എഴുതപ്പെട്ട ഇലക്കഷ്ണങ്ങളിൽ നിന്നും, എഴുതപ്പെട്ട എല്ലിന്റെ കഷ്ണങ്ങളിൽ നിന്നുമൊക്കെ ക്രോഡീകരിച്ചിട്ട് വിശുദ്ധ ഖുർആനിന്റെ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ ക്രോഡീകരിക്കണം. ആ ചുമതല നിങ്ങൾ ഏറ്റെടുക്കണം. ഒഴിവും കഴിവൊക്കെ മൂപ്പര് പറഞ്ഞു നോക്കി. പക്ഷേ ഖലീഫയുടെ നിർബന്ധം, അത് ഖൈറാണ്, നിങ്ങളത് ചെയ്തേ പറ്റൂ. മഹാനായ സെയ്ദ് പറയാ, വല്ലാഹി ലൗ കല്ലഫനി നഖല ജബലിൻ മിൻ മകാനിഹി, ഒരു മല ചൂണ്ടിക്കാണിച്ചിട്ട് ഈ മല ഇവിടെ നിന്ന് നീക്കി അപ്പുറത്ത് കൊണ്ടുപോയി വെക്കണം എന്നാണ് ഖലീഫ എന്നോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ കാന അഹ്വനലയ മിമ്മാ അമറനി മിൻ ജംഇൽ ഖുർആൻ, ഖുർആനെ ക്രോഡീകരിക്കാൻ വേണ്ടി എന്നോട് കൽപ്പിച്ച ആ ഭാരത്തേക്കാൾ ലളിതകാര്യമായിട്ട് എനിക്ക് തോന്നുമായിരുന്നു. അത്ര ഭാരം ഖുർആന് ലോകർക്ക് മുഴുവൻ കിട്ടണേ. ഒരായത്ത് നഷ്ടപ്പെട്ടുകൂടാ,
ഒരക്ഷരം കൂടിയൂടാ, ഒരു ചെറിയ വാക്ക് പോയൂടാ, ഒരു ചെറിയ കുനിപ്പ് നഷ്ടപ്പെട്ടുകൂടാ. വിശുദ്ധ ഖുർആന്റെ മുഴുവൻ അംശങ്ങൾ ഒരംശവും ചോരാതെ, ഒരംശവും ചേരാതെ, ഒരംശവും കൂടാതെ, ഒരംശവും കുറയാതെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിലേക്ക് കിട്ടണമെങ്കിൽ, അതൊരൊറ്റ വ്യക്തി ഏറ്റെടുക്കണമെങ്കിൽ എന്താ ഉത്തരവാദിത്വം? മല നീക്കുന്നത് ചെറിയ ഉത്തരവാദിത്വം തന്നെയാണ്. ഇത് മനസ്സിലാക്കുന്നവരെ മനസ്സിലാക്കൂ. ആ സെയ്ദ് ഇബ്നു സാബിത്തിന്റെ പരിശ്രമ ഫലമായി വിശുദ്ധ ഖുർആൻ കോടീകൃതമായി. വിശുദ്ധ ഖുർആന്റെ എഴുതപ്പെട്ട ലിഖിതം ഖലീഫയുടെ മുമ്പിൽ കൊണ്ടുവന്നു കൊടുത്തു. ഖലീഫ അത് സൂക്ഷിച്ചു തന്റെ മരണം വരെ. ശേഷം റസൂലുള്ളാഹിന്റെ ഭാര്യ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ കയ്യിലേൽപ്പിച്ചിട്ട് കാലാകാലങ്ങളിൽ ഖുർആന്റെ ഉമ്മായി, വിശുദ്ധ ഖുർആന്റെ അവലംബ ഗ്രന്ഥമായി എഴുതപ്പെടുന്ന ഗ്രന്ഥം ഒന്നാമതായി എഴുതി വെക്കപ്പെട്ടത് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഏതാണ്ട് ദശകം കഴിഞ്ഞു. ഒരൊന്നൊന്നര ദശകം കഴിഞ്ഞപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് വന്നപ്പോൾ ഒന്നുകൂടി ക്രോഡീകരിക്കേണ്ടി വന്നു ഖുർആൻ. കാരണം വിദേശീയര് തെറ്റായി ഓതാൻ തുടങ്ങി. അപ്പൊ വിദേശത്തേക്കുള്ള കോപ്പികളും അവർക്കുള്ള പ്രതികളും കൂടി എഴുതേണ്ട നിയമം വന്നപ്പോ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നിർദ്ദേശിച്ചു ഏതാനും കോപ്പികൾ എഴുതാൻ. ആരാ ചുമതല? മഹാനായ സെയ്ദ് ഇബ്നു സാബിത്ത് എന്ന ഈ സ്വഹാബിയെ തന്നെ. 30കാരനായിരിക്കും അദ്ദേഹം. 30കളിൽ മാത്രം ജീവിക്കുന്ന യുവാവായ സെയ്ദ് ഇബ്നു സാബിത്താണ് വിശുദ്ധ ഖുർആന്റെ 6-7 പ്രതികൾ അങ്ങ് എഴുതിയിട്ട് ഈ ഉമ്മത്തിനെ ഏൽപ്പിച്ചത്. ഇറാഖിലേക്ക് കൊടുത്തയച്ചത് ആ ഖുർആനാണ്, യമനിലേക്ക് കൊടുത്തയച്ചത് ആ ഖുർആനാണ്, ലോകത്തിന് മുഴുവൻ വെളിച്ചം കിട്ടിയത് ആ ഖുർആനാണ്. ആ ഖുർആനിന്റെ പ്രതിയാണ് ഉമ്മു മുസ്ഹഫിന്റെ അതേ രീതിയിൽ ഇന്ന് നമ്മുടെ കയ്യിൽ എഴുതപ്പെട്ടു വരുന്ന മുസ്ഹഫ് ഉസ്മാനി. കേട്ടല്ലോ, ഉസ്മാനി. നമ്മുടെ മുസാഹിബിന്റെ പൈപ്പ് നോക്കിയാൽ തലക്കെ കാണാം മുസ്ഹഫ് ഉസ്മാനി, അൽ മുസ്ഹഫുൽ ഉസ്മാനി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം കോടീകരിക്കപ്പെട്ട മുസ്ഹഫ്. ആരാണ് ഇതിന്റെ കോടീകരണം ഏറ്റെടുത്തത്? ആരോടാണ് സമൂഹം ഇതിൽ കടപ്പെട്ടിരിക്കുന്നത്? ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത്, മദീനാവാസ കാലത്ത് മദീനയിലേക്ക് ഹിജറ വരുമ്പോ 11 വയസ്സ് പ്രായമായ 20 വയസ്സായ ചെറുപ്പക്കാരന്റെ നിശ്ചയദാർഢ്യമാൻ, കരുത്തുറ്റ മനസ്സാൻ, മരവിക്കാത്ത മനസ്സാൻ, ആർജവമുള്ള മനസ്സാൻ, കഴിവുറ്റ ശക്തിയുള്ള പ്രതാപമുള്ള മനസ്സാൻ സമൂഹത്തിന് ഏറ്റവും കടപ്പെട്ടത്. ഇതാണ് സെയ്ദ് ഇബ്നു സാബിത്ത്. ഈ സെയ്ദ് ഇബ്നു സാബിത്തിനെ പോലുള്ള പുലിക്കുട്ടികളായ യുവാക്കളുടെ പിൻഗാമികളാണ് എന്റെ ചെറുപ്പക്കാരായ സുന്നി യുവജന ഫെഡറേഷന്റെ പതാക പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ചെറുപ്പക്കാർ വിശേഷിച്ച് ഓർക്കണം. കറുത്തവും വെളുപ്പുള്ള പതാക നിങ്ങളെ പിടുത്തം. സുന്നി യുവജന ഫെഡറേഷന്റെ പതാക കറുപ്പും വെളുപ്പുക. ബദരീങ്ങൾ പിടിച്ച പതാക, ഉഹദ് യുദ്ധത്തിൽ പിടിച്ച പതാക. ബദരീങ്ങളെയാണ് ഞാൻ ഇവിടെ എണ്ണിയത്. ഉഹദ് യുദ്ധത്തിൽ പോയ സ്വഹാബാക്കളെയാണ് എണ്ണിയത്. ആ യുവാക്കൾ പിടിച്ച പതാക പിടിക്കുന്ന പിൻഗാമികളെ ഇസ്ലാം കടപ്പെട്ടിരിക്കുന്നത് നിങ്ങളെപ്പോലുള്ള നിങ്ങളുടെ മാതൃകായോഗ്യന്മാരായ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിലെ സ്വഹാബികളായ യുവാക്കളോടാണെങ്കിൽ പിൻതലമുറ നമ്മോട് കടപ്പെടണം. വർത്തമാന തലമുറയെങ്കിലും നമ്മോട് കടപ്പെടണം. നമ്മുടെ ജീവിത രീതി കണ്ടിട്ട് ചെറുപ്പക്കാർ ആകർഷിക്കണം. ഇസ്ലാമിന്റെ ജീവിത രീതി ഇങ്ങനെയാണെന്ന് അവർ മനസ്സിലാക്കണം. അവിധം നമ്മൾ ജീവിക്കണം. എന്റെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഉണരണം. ചെറുപ്പത്തിന്റെ ദൗർബല്യമായിട്ട് എന്താണോ പണ്ടത്തെ ചപല വികാരമെങ്കിൽ അത് തന്നെയാണ് പേരൊക്കെ മാറിയാലും ഇന്നത്തെയും വികാരം. അധമ വികാരമായിട്ട് മനുഷ്യൻ എന്താണോ അതാണ് അല്ലാഹു തആല എന്നും മനുഷ്യന് കൂടപ്പിറപ്പായി നൽകിയിട്ടുള്ളത്. കാമം, മോഹം, ക്രോധം, ഇതാണ് മനുഷ്യന്റെ ദുർബല വികാരം. ഈ ദുർബല വികാരങ്ങളെ വേണ്ടാത്ത മാർഗത്തിലൂടെ ചെലവഴിക്കുന്നതും ഉപയോഗപ്പെടുത്തുന്നതും അത് ആ രീതിയിൽ ഇസ്ലാം തെറ്റായ വഴിക്ക് ഏതെല്ലാം നിലയ്ക്ക് വിരോധിച്ചോ ആ രീതിയിലൂടെ പെരുമാറുന്നത് തന്നെയാണ് എന്നത്തെയും പാപം. ആ പാപത്തിൽ മുന്നണിയിൽ നിൽക്കുന്നത്, കൂസലില്ലാതിരിക്കുന്നത്, കഴിവുറ്റവരായി നിൽക്കുന്നത്, ശാരീരികമായി ബലമുള്ള, മാനസികമായി ആർജവമുള്ള, മനസ്സിന് ബലമുള്ള, ആര് ചോദിക്കാൻ എന്ന് തന്റെ ഇടത്തോടുകൂടെ ഹൃദയത്തിൽ തോന്നുന്നതായി ചെറുപ്പക്കാര് തന്നെയാണ്. കള്ളു കുടിക്കുന്നുണ്ടോ? ചെറുപ്പക്കാരൻ കുടിക്കുന്ന അത്ര വയസ്സും കുടിച്ചോണ്ടോന്നില്ല. തോന്യാസത്തിന്റെ മുന്നിലൊക്കെയും ചെറുപ്പക്കാരൻ അടിപതറുന്ന അത്ര വയസ്സന്മാർ അടിപതറൂല. ഓല് പതറിയിട്ടും കാര്യമില്ലല്ലോ. അപ്പോഴാ മനസ്സിനെ പറ്റുള്ളൂ. കുടിച്ചു നോക്കിയാൽ ശരിക്കും ദഹിക്കൂല എന്ന് കണ്ടാൽ തന്നെ ആ ജാതി ഒന്നും കുടിക്കൂല. ഇതിപ്പോ ചെറുത് പറയല്ല, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പോലൊക്കെ കുടിയന്മാരാന്ന് വെച്ചിട്ട് പറയല്ല. എന്റെ ചെറുപ്പക്കാരെ, കാലം കുറെ മാറി. ഞാനും നിങ്ങളും ഇന്നത്തെ പത്രത്തിൽ വായിച്ച റിപ്പോർട്ട് അന്താരാഷ്ട്ര മദ്യ ലോബി ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് മദ്യത്തിന്റെ ഏറ്റവും വലിയ വിപണിയാക്കി ഇന്ത്യയെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് അന്താരാഷ്ട്ര മദ്യ ലോബിയുടെ ഇന്നത്തെ പരിശ്രമത്തിന്റെ സാമ്പിൾ ഈ സർക്കാരിന്റെ മുമ്പിൽ വെക്കുന്നത് ലോകാരോഗ്യ സംഘടനയാണ്. ഇന്നത്തെ പത്രത്തിൽ റിപ്പോർട്ട്. ലോകാരോഗ്യ സംഘടന നമ്മുടെ ഇന്ത്യൻ ഭരണകൂടത്തിന്റെ മുമ്പിൽ വെക്കുന്ന റിപ്പോർട്ട് അന്താരാഷ്ട്ര മദ്യ ലോബി ഇന്ത്യയിൽ കുറെ കൂടി മദ്യപന്മാരെ സൃഷ്ടിക്കാൻ വേണ്ടി വലിയ പുതിയ തന്ത്രങ്ങൾ പയറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ്.
ഇന്ത്യ, ചൈന, അമേരിക്ക തുടങ്ങിയിട്ടുള്ള ചൈന മുതൽക്കുള്ള ഏതാനും 3-4 ലോക രാഷ്ട്രങ്ങളും ഇതാണ് ഇനി ഇവരുടെ കണ്ണ്. ഇന്ത്യയിലാണ് കൂടുതൽ പ്രതീക്ഷ. കാരണം ഇന്ത്യയിലെ 1% മദ്യപന്മാരായാൽ 1 കോടി പേർ മദ്യം കഴിക്കും. അല്ലെ, 1% മദ്യം കുടിച്ചാൽ 1 കോടി പേർ മദ്യപന്മാരായി മാറും. ഇത്ര നല്ല വിപണി ലോകത്ത് എവിടെ കിട്ടൂല. പിന്നെ ചൈനയിൽ കിട്ടാണ്ട്. പക്ഷേ ലോകാരോഗ്യ സംഘടന തന്നെ മുന്നറിയിപ്പ് നൽകുന്നതിൽ ചൈനയിൽ അവരുടെ തന്ത്രം വിജയിക്കുമോ എന്ന് ശങ്ക. കാരണം കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിലുള്ള ചൈനയിൽ സർക്കാർ തന്നെ അതിനു വേണ്ട തടകലുകൾക്ക് നിൽക്കും. നമ്മുടെ ഇന്ത്യ അതല്ല. ഉദാഹരണവൽക്കരണത്തിന്റെ ഫലം അറിയുന്ന നമ്മുടെ ഇന്ത്യയിലേക്ക് ഈ മദ്യ വിപണിയാക്കാൻ വേണ്ടിയിട്ട് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകുകയാണ്. അന്താരാഷ്ട്ര മദ്യ ലോബി ഒന്നിച്ച് പരിശ്രമിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ ഏതാനും കൊല്ലങ്ങൾ കൊണ്ട് കോടികളെ മദ്യപന്മാരാക്കാൻ അവർക്ക് കഴിയും. ഈ രാജ്യത്തെ മനുഷ്യരിൽ 20% കുടിയന്മാരാണ്. 20%. അവരിൽ 8-10% എന്നും കുടിക്കുന്നവരാണ്, നിത്യകുടിയന്മാർ. 5% പേരെങ്കിലും മദ്യത്തിന്റെ അടിമകളായി മാറിയവരാണ്, അഡിക്റ്റുകൾ. ഇതൊക്കെ ഇന്നത്തെ കണക്കാണ്. കൊച്ചു കേരളത്തിൽ 400% ഈ അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ മദ്യം പെരുകിയത്, വർദ്ധിച്ചത്. മദ്യപാനിയുടെ സംഖ്യയിൽ വന്ന വർദ്ധിച്ച അളവ് 400% അളവ്. ശതമാനം കൂട്ടിയിട്ട് നോക്കി, 100% എന്ന് പറഞ്ഞിട്ട് നിർത്താൻ വയ്യാഞ്ഞിട്ട് 100%, 200%, 300%, 400% വർധനവ് മദ്യപന്മാരിൽ കേരളത്തിൽ വർധനമുണ്ട് എന്നാ പറയുന്നത്. ഇവിടെയുള്ള ആളുകളിൽ നിന്ന് 1%, 100 കോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ട്. ഈ 100 കോടിയിൽ നിന്ന് 1 കോടി കുടിക്കൂലേ? 1% കുടിച്ചാൽ 1% ഏറിയ 100 കോടി. അടുത്ത 5 വർഷങ്ങൾക്കുള്ളിൽ 5 കോടി കുടിയന്മാരെ സൃഷ്ടിക്കാനാണത്രേ അന്താരാഷ്ട്ര മദ്യലോബി ശ്രമിക്കുന്നത്. അതിനുള്ള എല്ലാ ഉരുട്ടുകളും സൂത്രങ്ങളും അവർ പയറ്റിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും നല്ല ബ്രാൻഡുള്ള, ഉത്തമ ഗുണമുള്ള നല്ല മദ്യങ്ങൾ ഇറക്കുമതി ചെയ്യാനാണ് വിദേശ മദ്യ കുത്തകകൾ പരിശ്രമിക്കുന്നത്. ഇന്നത്തെ പത്രത്തിൽ റിപ്പോർട്ടാണ്. ആരാ സുഹൃത്തുക്കളെ ഇതിന്റെ ഒക്കെ ആളുകള്? കുടിക്കുന്നവരുടെ പട്ടിക നോക്കിയാൽ ആരാ? പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്ന് യേശുക്രിസ്തു വിളിച്ചു പറയുന്ന പോലെ കുടിക്കാത്തവൻ എറിയട്ടെ എന്ന് ഒരാളോട് പറഞ്ഞാലേ കുടിക്കാത്തവര് വളരെ കുറവായിരിക്കും. 20 ആളുകൾ, 100 പേരുണ്ടെങ്കിൽ 20 ആളുകൾ ഇന്ത്യയിൽ കുടിക്കാരാന്ന് പറഞ്ഞാൽ എത്രയാ അതിന്റെ വർധനവ്? ഇനി ഇന്നത്തെ ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പിൽ ഒരു പ്രധാന കാര്യം കൂടിയുണ്ട്. 20% കുടിയന്മാരിൽ സ്ത്രീകൾ വളരെ കുറവാണത്രേ. അതുകൊണ്ട് സ്ത്രീകളെ കൂടി കുറച്ചും കൂടി കുടിപ്പിക്കാൻ അന്താരാഷ്ട്ര മദ്യലോബി കുറച്ചും കൂടി ശ്രമിക്കുന്നുണ്ട്. നല്ല പരിപാടികൾ ആസൂത്രണം ചെയ്യാനുണ്ട്. സ്ത്രീകളും കൂടി കുറച്ച് കുടിപ്പിക്കാം. ഉസാറായില്ലേ? സ്ത്രീകളും കൂടി കുറച്ച് കുടിച്ചാൽ നമ്മൾ കുടിച്ച കുട്ടികൾ വരണോന്നൊക്കെ വിട്ടും നമ്മള് പെണ്ണുങ്ങളായിട്ട് കുടിച്ചിട്ട് പറയാൻ തിരിഞ്ഞാൽ കുടിച്ചാതെ തന്നെ പോലെ പറയുന്നത് നമ്മൾ കുടിച്ചിട്ട് പറയണോടത്താത്തുള്ളൂ. കുടിക്കാതെ ചീത്തറിഞ്ഞാല് സ്വന്തം ഭർത്താവിനെ പറഞ്ഞാലോ, അമ്മാനെ പറഞ്ഞാലോ, പാപ്പാനെ പറഞ്ഞാലോ, മക്കളെ പറഞ്ഞാലോ, കുടിക്കുന്ന പുരുഷൻ പറയുന്നതാ കുടിക്കാത്ത പെണ്ണ് പറയാ. 2 പെണ്ണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം കൂടാണെങ്കിൽ എന്താ ഭാഷ? ഈറ്റ കുടിക്കും കൂടി ചെയ്താല് സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ ഈ സമൂഹത്തെ. എന്റെ യുവാക്കളെ, ഇന്നത്തെയും ഇന്നലത്തെയും അല്ല, 1000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പുള്ള ആളുകളുടെ സംസ്കാരമാണിത്. ഇന്നും അത് തന്നെ ചെറുപ്പക്കാരന്റെ ദൗർബല്യം. فلولا ثلاث هن من عيشة الفتى وجديك لما حفل متى قام عبدي എന്ന് അല്ലാഹുവിന്റെ റസൂൽ പോലും ജനിക്കുന്നതിന് മുൻപ് മരണപ്പെട്ട 19-കാരനായ ത്വറഫത്ത് എന്ന മഹാകവിയാണ് പറഞ്ഞതെങ്കിൽ, കഅബത്തിൽ തൂക്കപ്പെട്ടതായ കില്ലയിൽ തൂക്കപ്പെട്ട ഏറ്റവും ശക്തമായ അവാർഡിനർഹമായ കവിതയുടെ കർത്താവ് ത്വറഫ 19 വയസ്സായ ചെറുപ്പക്കാരനായപ്പോ കൊല്ലപ്പെട്ട കവി. ആ കവിയുടെ സുദീർഘമായ കവിത അറബ് സാഹിത്യം പഠിക്കാൻ എന്നും അവലംബ ഗ്രന്ഥമാണ് അൽ മുഅല്ലഖത്തു സാനിയ. ഞാനൊക്കെ അങ്ങനെ പഠിച്ചതാ, അറബ് സാഹിത്യം പഠിക്കാൻ, ഖുർആന്റെ ഭാഷ പഠിക്കാൻ. ഞങ്ങളിത് പഠിക്കുന്നു, പഠിപ്പിക്കുന്നു ഉന്നത അറബി കോളേജുകളിൽ. വലസ്തു ബിഹല്ലാലിത്തിലായി മഖാഫതൻ വലകിൻ മതാ യസ്തർഫിദിൽ ഖൗമു യർഫിദി وإن تبغني في حلقة القوم تلفني وإن تستنقني وإن تقتنصني في الحوانيت تصطدي. 20 വയസ്സായ 19 വയസ്സായ അന്നത്തെ ത്വറഫയുടെ മനസ്ഥിതിയല്ലേ ഇന്നത്തെ ചെറുപ്പക്കാരൻ. ഇവിടത്തെ നടുവക്കാട്ട് മുസ്ലിമീങ്ങളായി നിസ്കരിക്കുന്ന ചെറുപ്പക്കാര് കുട്ടികളെ ഉദ്ദേശിച്ച് പറയുകയല്ല ഞാൻ. നമ്മളടക്കമുള്ള സമൂഹത്തിന്റെ നല്ല ഒരു ഭാഗം, നല്ല ഒരു ശതമാനം, വലിയ ഒരു ഭാഗം നമ്മുടെ പ്രദേശത്തടക്കം ചെറിയ ചെറിയ കുട്ടികൾ കുടിക്കുന്നവരല്ലെന്ന് പറയാൻ കഴിയില്ല.
കുടിക്കാത്തവരുണ്ടെന്ന് പറയാൻ ശരിക്കും നെഞ്ചത്ത് കൈവച്ചു പറ്റുന്നവർ വളരെ കുറവായിരിക്കും. പണ്ടെങ്കിലും കുടിച്ചില്ല എന്ന് പറയാൻ കഴിയുന്നവർ സമൂഹത്തിൽ വളരെ കുറവായിരിക്കും. അള്ളാഹു നമ്മുടെ സമൂഹത്തെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അന്നത്തെ ചെറുപ്പക്കാരനെ നോക്കി, ഞാനങ്ങനെ മല കയറുന്നവനല്ല, പേടിച്ചോടിച്ചു പോകുന്ന ഏതെങ്കിലും ഗുഹയിൽ പോയി പോകുന്ന പേടിത്തൂറിയല്ല. എന്നെ ആർക്ക് സഹായത്തിന് കിട്ടണോ ഞാൻ അവിടെ ഓടിയെത്തും. ഇങ്ങനത്തെ മുന്നിൽ എല്ലാ സഹായക്കാരും പറ്റിയാ നിങ്ങൾ മനസ്സിലാക്കണ്ട. വിളിച്ചാ സഹായത്തിന് അവരാ കിട്ടുക, ഓടി വരാൻ അവരാ കിട്ടുക, കല്യാണം ഭംഗിയാക്കവരാണ്, തക്കാരം ഭംഗിയാക്കവരാണ്, മരിച്ചോടുത്ത് ശരിപ്പെടുത്തവരാണ്, നാലാള് കൂടി കൊടുത്ത് ഓവർ ശരിയാക്കുന്ന അവരാണ്, വാഹനങ്ങളൊക്കെ ശരിക്കും തിരിച്ചുവിടുന്ന അവരാണ്. ഇതാ അയാളും പറയുന്നത്. മനുഷ്യനെപ്പോൾ എന്റെ സഹായം വേണോ ഞാനുണ്ട്. ആർക്കെന്റെ സഹായം വേണോ ഞാനുണ്ട്. എവിടെ എന്റെ സാന്നിധ്യം അറിയണോ ഞാനുണ്ട്. പക്ഷേ ജനസദസ്സുകളിലും സഭകളിലും എന്നെ കാണണോ ഞാനുണ്ട്. ക്ലബുകളിലും മറ്റും എന്നെ കാണണോ ഞാനുണ്ട്. ഇനി അവിടെ ഒന്നും കണ്ടില്ലെങ്കിൽ കള്ള് ഷാപ്പിൽ വന്നിട്ട് എന്നെ വേട്ടയാടി എങ്കിലെങ്കിലും എന്നെ കിട്ടും. വേട്ടയാടുക എന്ന പദം എന്നെ വല വെച്ച് പിടിക്കുന്നെങ്കിൽ ഫിൽ ഹവാനീതി, കള്ളിഷാപ്പിൽ പോയിട്ട് എന്നെ വല വെച്ച് പിടിക്കണോ തസ്തദി പിടിക്കാം. ഒന്നുകിൽ കള്ളിഷാപ്പില് അല്ലെങ്കിൽ ജനസദസ്സില്. അല്ലാതെ മലയിലൊന്നും പോയി കുത്തിരിക്കണ പേടിത്തൂരല്ല ഞാൻ. നിനക്ക് വേണോ അതിരാവിലെ വാ, അതിരാവിലത്തെ ബെഡ് കോഫി ആക്കിയിട്ട് നല്ല നിറച്ച ക്ലാസ് ഞാൻ എനിക്ക് തന്നേക്കാം. വേണ്ടേ വേണ്ട, വേണോ വേണമെങ്കിൽ തരാം. ഫസ്ദദി വീണ്ടും വേണ്ടും വേണോ ഏറ്റിത്തരാ, ആർക്കും തരാ. ഞാനൊരു കുടിയനാണെന്ന് കരുതിയിട്ട് തറവാടില്ലാത്തവനല്ല, കുടുംബമില്ലാത്തവനല്ല, സമ്പന്നനല്ലാത്തവനല്ല, പേര് കേട്ട തറവാട്ടിൽപ്പെട്ടു നടന്നവനാണ് ഞാൻ. വലിയാൾ വമ്പൻ. ഈ അടുത്ത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഒരു വലിയ മുസ്ലിം ഹാജിയാർ, ജനങ്ങൾ അദ്ദേഹത്തെ വല്ലാതിരിക്കുന്നു. പക്ഷെ അദ്ദേഹം മരണപ്പെട്ടു നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്വത്ത്, സ്ഥലമൊക്കെ കൂടി ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയ തിരിയും. അപ്പൊ ശരിക്കും ആ കുടുംബത്തിനൊരു കുറച്ചിലാവും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഈ റമദാൻ മാസത്തിൽ മരണപ്പെട്ട അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാവട്ടെ. ദീനീ സംരംഭങ്ങളിൽ മുന്നിലുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ മക്കൾക്ക് മുതൽ കൊടുക്കാൻ വയ്യ. കുടിയന്മാർ, മുഴുക്കുടിയന്മാർ. എന്നിട്ട് അദ്ദേഹത്തിന്റെ മുതലുകൾ എന്ത് ചെയ്തിരിക്കുന്ന അത്രേ, മരുമക്കളുടെ പേരിലും ആ മരുമക്കൾ എന്ന് പറഞ്ഞാൽ മക്കളെ പെണ്ണുങ്ങളെ, മക്കളെ പെണ്ണുങ്ങളുടെ പേരിലും പേരക്കുട്ടികളുടെ പേരിലും എഴുതിച്ചിട്ട് പിതാമഹൻ മരിക്കേണ്ടി വരിക. മക്കൾക്ക് കൊടുക്കാൻ വയ്യ. കുടിയന്മാർ, മുഴുവൻ മക്കൾ കുടിയന്മാർ. പ്രതാപമുള്ളവരാണ്, കഴിവുറ്റവരാണ്, പേര് കേട്ട തറവാടാണ്. നമ്മുടെ നാട്ടിലൊക്കെയും അങ്ങനെ പരിധിയാൽ എത്രയോ പേര് കാണും. എന്നെ നീ തെരഞ്ഞാൽ ഇലാദിറുവത്തിൽ ബൈത്തിൽ കരീമിൽ മുസമ്മദി. ഏവരും ലക്ഷ്യമാക്കുന്ന രാവും വൈകുന്നേരവും ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു വീട്ടിലെ ശിഖരത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ആ ഉയർന്ന കുടുംബത്തിലാണ് ഞാൻ പിറന്നത്. പക്ഷേ കുടിക്കാതെ പറ്റൂല, കള്ളുഷാപ്പ് പോകാതെ പറ്റൂല, അല്പം പൂസാകാതെ പറ്റൂല. കുടിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് കുറച്ച് കൂട്ടുകാര്. നദാമായ ബീളുൻ, വെളുത്ത അപ്സരസ്സുകളായ കൂട്ടുകാരികൾ. നക്ഷത്രങ്ങളെ പോലെ തിളങ്ങുന്ന അപ്സരസ്സുകളായ കൂട്ടുകാരികൾ. അതാണ് കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾക്ക് വേണ്ടത്. കൈനത്തു, പാടി രസിപ്പിക്കാൻ നല്ല നർത്തകിയും ഡാൻസ് എടുക്കുന്ന നർത്തകിയും ഞങ്ങളുടെ ക്ലബിലുണ്ട്. ഉന്നത ക്ലബിൽ പോയാൽ
രാത്രി ഉയർന്ന ക്ലബിൽ പോയാൽ, പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ പോയാൽ, ഇനി സ്പാട്ട് സിറ്റികളും മറ്റേ സിറ്റികളും മറിച്ചേ സിറ്റികളൊക്കെ വരുമ്പോ അവിടെയൊക്കെ ഒരുക്കപ്പെട്ട ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോയാൽ നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ മുതലാളിമാർ തണ്ടിച്ച് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി യന്ത്രം പോലെ പണിയെടുത്ത് ഗൾഫിൽ നിന്ന് പ്രയാസപ്പെട്ടുണ്ടാക്കി വരുന്ന പണം ചെലവഴിക്കുന്നത് എവിടെയാണെന്ന് കാണാം. ഉപകാരപ്രദമല്ലാത്ത ഏതെല്ലാം ഇങ്ങനെയാണ് നമ്മുടെ പണം പോകുന്നതെന്ന് കാണാം. നമ്മുടെ മാപ്പളക്കാരായ നമ്മുടെ മലപ്പുറം ജില്ലയിലെ മാപ്പള മക്കൾ എവിടെയൊക്കെ ദുഷിച്ചുകൊണ്ടാണ് ഈ സമ്പത്ത് മുഴുവൻ നശിപ്പിച്ച് കളയുന്നത്, പാപ്പരാകുന്നത് എന്ന് കാണാം. ഇത് തന്നെയാ 1400 കൊല്ലം മുമ്പ് റസൂലുള്ള ജനിക്കുന്നതിന് മുമ്പ് അജ്ഞരായിരുന്ന വിദ്യയില്ലാത്ത ജാഹിലിയ്യത്തിലെ ജനതയിലെ സാഹിത്യകാരന്മാര് പറയുന്ന ചിത്രമെങ്കിൽ ആ ചിത്രത്തിൽ നിന്ന് ഒരു വണിയെങ്കിലും അപ്പുറം കടക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. സംസ്കാരം ഒരു ലേശമെങ്കിലും നേടാൻ നമുക്ക് കഴിഞ്ഞില്ല. അയാൾ പറഞ്ഞ അത് തന്നെ അന്നും. മിനിസ്കത്തുകൾ ഇട്ടിട്ടും നീണ്ട മാക്സികൾ ഇട്ടിട്ടും ആടാനും പാടാനും രസിക്കാനും രസിപ്പിക്കാനും വേണ്ട തരത്തിലുള്ള പെണ്ണുങ്ങൾ, നർത്തകിമാർ ഞങ്ങൾക്ക് കൂട്ടായി കുടിച്ചു പൂസായാൽ പിന്നെ ഇല്ലേ ഞങ്ങളുടെ ഷാപ്പിൽ. നമ്മളെ ലാൻസ് ക്ലബ്ബുകൾ, നമ്മളെ മറ്റേ ക്ലബ്ബുകൾ, ഉയർന്നവർ പോയി താമസിക്കുന്ന കളിക്കുന്ന സ്ഥലങ്ങൾ, വിനോദ കേന്ദ്രങ്ങൾ അവിടുത്തായി പറയുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പറയുന്നത് വലിയ ഇന്നത്തെ ഉണ്ടാക്കുന്ന സ്റ്റിഫൊന്നും അല്ല. അത് ശരിയായ ശുദ്ധമായ സുന്ദരികളെ അതിനാക്കി വെച്ചത് പറഞ്ഞിട്ട് പഴയതും പുതിയതുമായ മുതലുകൾ വിറ്റ് തുലച്ച് ഞാൻ കുടിച്ചുകൊണ്ടിരിക്കും. ഇല്ല അന്തഹമത്തിനിൽ അശീറത്തു കുല്ലുഹാ വൗഫിരിത്തു ഇഫ്റാദൽ ബൈരിൽ മുഅബ്ബദി. ചൊറി പിടിച്ച് വരണ്ട് ഒന്നിനും പറ്റാതായ പരുവത്തിലായ ഒട്ടകത്തെ അകറ്റി പട്ടി തൊട്ട കലം പോലെ മാറ്റി നിർത്തപ്പെടുന്നത് പോലെ കുടുംബങ്ങൾ അകറ്റി, ഉറ്റവരകറ്റി, ഇഷ്ടക്കാരകറ്റി, ഉമ്മയും ബാപ്പയും അകറ്റി, ആർക്കും വേണ്ടാത്തവനായി കഴിയേണ്ടത് വരെ ഞാൻ കുടിച്ചുകൊണ്ടിരിക്കും, അതുവരെ ഞാൻ രമിച്ചുകൊണ്ടിരിക്കും, അതുവരെ ഞാൻ രസിച്ചുകൊണ്ടിരിക്കും, അതുവരെ ഞാൻ വിറ്റു തുലച്ചുകൊണ്ടിരിക്കും എന്ന് 1400 കൊല്ലം മുൻപ്, 14-15 നൂറ്റാണ്ട് മുൻപ് അഷ്റഫുൽ ഹൽക്ക് ജനിക്കും മുമ്പ് മരണപ്പെട്ട ത്വറഫ എന്ന ആ ആൾ അന്നത്തെ ജാഹിലിയ്യത്തിലെ ചിന്തയും അദ്ദേഹത്തിന്റെ കവിത അദ്ദേഹം ശരിക്കും ഉൾക്കൊള്ളുന്ന ജീവിതവും വരച്ചു കാണിക്കുന്നുവെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാരൻ എത്തിയതും അവിടെ തന്നെ. അതൊന്നൊരു അടിയാണോ അപ്പുറം പോയിട്ടില്ല. മദ്യം മദിരാക്ഷി പിന്നെ എന്താ അതിന്റെ അപ്പുറം ചെറുപ്പക്കാരനെ. ഇതിലൊക്കെ കുടുങ്ങുന്നത് എന്റെ ചെറുപ്പക്കാരെ നിങ്ങളാണ്. കാരണം കഴിവുണ്ട്, കുടിച്ചാ ദഹിക്കും, വലിയ കുഴപ്പമൊന്നുമില്ല, ചോദിച്ചാ പറയാൻ കഴിയും. ഒന്നുമില്ലെങ്കിൽ അൻഡവും കുടിച്ചില്ലേ, ഇജൊക്കെ എന്നാടാ നന്നായി എന്നെങ്കിലും വയസ്സന്മാരോട് ചോദിക്കുന്നരുതി വയസ്സനം മിണ്ടാൻ വയ്യ. കഴിയോ? കഴിയില്ല. വയസ്സായ ഒരു മനുഷ്യന് കുട്ടികളോട് സംസാരിക്കാൻ വയ്യ. കാരണം വയസ്സായവൻ പറഞ്ഞാൽ കുട്ടി ചോദിക്കും, നിങ്ങളിപ്പെന്ന് എങ്ങനെയൊക്കെ ആയത് ഞമ്മക്കറിയില്ലേ, അന്ന് നമ്മളൊക്കെ എന്ന് വെച്ചാ പാപം ചെയ്യാത്തവൻ കല്ലുരയട്ടെ എന്ന് യേശുക്രിസ്തു പറഞ്ഞ ആ നിലയ്ക്ക് എത്തി നമ്മളെ സമൂഹം നടത്തും. എന്റെ ചെറുപ്പക്കാരെ, ഇവിടെയാണ് നിങ്ങൾ തിരുത്തൽ ശക്തിയായി മാറേണ്ടത്. ഇവിടെയാണ് നിങ്ങളുടെ പ്രതാപം ഉണരേണ്ടത്. ഇവിടെയാണ് നിങ്ങളുടെ ധർമ്മരോഷം ഉണരേണ്ടത്. ഇവിടെയാണ് നിങ്ങളുടെ ആർജവം തെളിയിക്കേണ്ടത്. ഇത്തരം അധർമ്മത്തിനെതിരെ, ഇത്തരം അനീതികൾക്കെതിരെ, ഇത്തരം അരുതായ്മകൾക്കെതിരെ, ഇത്തരം അസാൻമാർഗിക പ്രവർത്തനങ്ങൾക്കെതിരെ, ഇത്തരം സംസ്കാര ശൂന്യമായ ജീവിതത്തിനെതിരെ തിരുത്തൽ ശക്തിയായി മാറാൻ യൗവനത്തിന്റെ തിടുക്കത്തിൽ, യൗവനത്തിന്റെ ചോരത്തിളപ്പിൽ, കഴിവിന്റെ ബലത്തിൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് കഴിയണം. കുടിച്ചിട്ട് ദഹിക്കുന്ന കാലത്ത് കുടിക്കാത്തവനാണ് വമ്പൻ. നിസ്കരിക്കാഞ്ഞാൽ ചോദ്യം ചെയ്യാത്തവർ നിലക്കൊള്ളുന്ന കാലത്ത് നിസ്കരിക്കുന്നവനാണ് വമ്പൻ. ആരടോ അങ്ങനെ ചെയ്യാനെന്ന് ആരും ചോദിച്ചാൽ ഞാനടോ എന്ന് പറയാൻ കഴിവുള്ള കാലത്ത് അള്ളാഹു പൊരുത്തപ്പെട്ട മാതിരി ജീവിക്കുന്നവനാണ് വമ്പൻ. അതാണ് റസൂലുള്ള പറഞ്ഞതിനർത്ഥം. 7 മനുഷ്യന്മാർക്ക് അർശിന്റെ നേരിൽ അല്ലാഹു മഹ്ശറിൽ നേരിട്ട് കൊടുക്കുന്ന ഈ അള്ളാഹിന്റെ റസൂല് രണ്ടാമത് എണ്ണുന്നത് ആരാന്നറിയാം? 1 ജനങ്ങൾക്ക് തണിയായി നിൽക്കുന്ന ഭരണാധികാരി. ശരിയല്ലേ? ജനങ്ങൾക്ക് തണിയായി നിൽക്കുന്ന ഭരണാധികാരിക്ക് അള്ള തണിയായി നിൽക്കും അർശിന്റെ നേരിൽ. അർശ് എന്ന് പറഞ്ഞാൽ ആകാശവും ഭൂമിയും ഒക്കെ കൂട്ടിവെച്ചാൽ അതിലേറെ വലുതായ ആകാശങ്ങളെയും ഭൂമികളെയും ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന വമ്പൻ ഗോളം. ആ ഗോളത്തെ അള്ളാഹു സൂര്യനെ നേലാക്കിയിട്ട് കൊടുക്കുന്ന കൂട്ടത്തിൽ അള്ളാഹിന്റെ റസൂൽ ഒന്ന് എണ്ണുന്നത് ഇമാമുല്ലഹു അദ്
عدل ومن في عبادتي نشأ بالتقى لله لا في ضلال. ഇമാമുന യാഫിഈ റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയുടെ ഒരു ഹദീസ് അദ്ദേഹം കവിതയാക്കിയതാണിത്. 7 പേർക്ക് അല്ലാഹു തആല അർശിന്റെ നേരിട്ട് കൊടുക്കുന്നതിൽ ഒന്നാമത് ഇമാമുൻ ലഹു അദിൽ, നീതിമാനായ ഭരണാധികാരി. ഉമറുൽ ഫാറൂഖിനെ പോലുള്ള ഭരണാധികാരി, ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ പോലുള്ള ഭരണാധികാരി, അത്തരം ഭരണാധികാരികൾ. രണ്ടാമത് പറയുന്നത് വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, പടച്ചവന്റെ ഇബാദത്തിലായി തന്നെ വളർന്നു വന്ന ചെറുപ്പക്കാരൻ, യുവാവ്. 15 വയസ്സാകുമ്പോഴേ നിസ്കരിച്ചു. എന്റെ ചെറുപ്പക്കാരാ ഒന്ന് ഓർത്തു നോക്കി, എന്തൊരു മഹത്തായ ഭാഗ്യ. 15 വയസ്സായത് മുതൽക്ക് ഒരു നിസ്കാരം ഖളായില്ലാതെ നിസ്കരിക്കാൻ ഒരു ചെറുപ്പക്കാരന് കഴിഞ്ഞാൽ അവൻ എത്ര ഉത്തമനാണ്. ഖളായില്ലാതെ സമയത്ത് കൃത്യമായി 15 വയസ്സ് മുതൽക്ക് നിസ്കരിച്ചു വരുന്ന ചെറുപ്പക്കാരൻ, റമളാൻ മാസത്തെ നോമ്പ് നഷ്ടപ്പെടാത്ത ചെറുപ്പക്കാരൻ, അരുതായ്മകളിൽ വല്ലപ്പോഴും പെട്ടാൽ തന്നെ പശ്ചാത്തപിച്ച് ഖേദിച്ച് മടങ്ങി പശ്ചാത്തപിച്ച് ദുആ ചെയ്യുന്ന ചെറുപ്പക്കാരൻ, അത്തരം ഒരു നല്ല നിലയിലേക്ക് വന്ന ചെറുപ്പക്കാരനെ വയസ്സായ വയസ്സന്മാരെക്കാൾ കേണ് പേണ് ബുദ്ധിമുട്ടി ഉരുണ്ട് വേച്ച് നടന്ന് ഉരുണ്ട് മറിഞ്ഞ് കഷ്ടപ്പെട്ട മുസ്ലിമായ വയസ്സനേക്കാൾ അർശിന്റെ നിഴൽ അല്ലാഹു തആല ഇട്ടുകൊടുക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ആ അവസ്ഥയിലേക്ക് എന്റെ ചെറുപ്പക്കാർ വളരണം. അത് വളരണമെങ്കിൽ യൗവനം അള്ളാഹുവിന്റെ മഹത്തായ വരദാനമാകുന്നു എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. പടച്ചവന്റെ നിയമത്ത്, പടച്ചവൻ എപ്പോ കട്ട് ചെയ്യുന്നോ അപ്പം നിഷേധിക്കപ്പെടും. പടച്ചവൻ എപ്പോ കട്ട് ചെയ്യുന്നോ കേൾവി പോകും. പടച്ചവൻ എപ്പോ നിഷേധിക്കുന്നോ സംസാരിക്കാൻ കഴിയില്ല. പടച്ചവൻ എപ്പോ പിൻവലിക്കുന്നോ നടക്കാൻ കഴിയില്ല. ഒരൊറ്റ ചെറിയ നിമിഷം മതി. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഏറ്റവും ശക്തനായ ഒരു യുവാവായ ഭരണാധികാരിയായിരുന്നു സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക്. സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് എന്ന് പറയുന്നത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മുൻപുള്ള ഭരണാധികാരി, ശക്തനായ ഭരണാധികാരിയാണ്. ആ ശക്തനായ ഭരണാധികാരി ഏറ്റവും സുന്ദരനാണ്, നല്ല യുവാവാണ്. 40 വയസ്സാകുന്നതിന് മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. യുവാവാണ്, 40 വയസ്സാണതിന്റെ മുമ്പ് ഭരണാധികാരിയായി മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ യൗവനം കണ്ടിട്ട് അദ്ദേഹത്തിന് തന്നെ ഒരിക്കൽ വല്ലാത്ത സന്തോഷം. ഇതാണ് മരണത്തിന് നിമിത്തമായത്. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് ഉമവി ഭരണകർത്താക്കളിൽ നല്ല നിലയിലേക്ക് ഭരണകൂടത്തെ കൊണ്ടുവന്നതിൽ ഏറ്റവും വമ്പനാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സേവനം തന്റെ പിൻഗാമിയായി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം നിശ്ചയിച്ചു എന്നത് തന്നെയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് വന്നില്ലായിരുന്നെങ്കിൽ ഒരു രണ്ടാം ഉമറിനെ ഇസ്ലാമിക ചരിത്രത്തിലും ഭരണ ചരിത്രത്തിലും ഖിലാഫത്ത് ചരിത്രത്തിലും നഷ്ടപ്പെടുമായിരുന്നേനെ. ആ സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് വെള്ളിയാഴ്ച ദിവസം സുന്ദരമായി കുളിച്ച് റാഹത്തിൽ വസ്ത്രമെടുത്ത് പച്ച വസ്ത്രം ഉടയാടയണിഞ്ഞ് പച്ച തലേക്കെട്ട് കെട്ടി പച്ച ഷാള് വെച്ച് അദ്ദേഹം ഖലീഫയാണ്. ഖലീഫയുടെ വേഷഭൂഷാദികളോടെ, ഇന്നത്തെ വലിയ ഖലീഫമാരെ കണ്ടല്ലോ സുൽത്താനൊക്കെ പറഞ്ഞാൽ വസ്ത്രം കെട്ടിന്റെ മുകളിൽ പിന്നെ ഒരു വസ്ത്രം, മറ്റൊരു ഇനാഹില്ല എന്നറിയാം, സ്ഥാന വസ്ത്രങ്ങളുണ്ട്. ഈ വസ്ത്രത്തിന്റെ മേലെ 10,000 വട്ടം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കും. ഇക്കാര്യത്തിലും കൂടി ആക്കും. ഇക്കാര്യത്തിൽ ഇത് നോക്കിയാൽ മനസ്സിലാക്കാം. കുപ്പായം നമ്മളെ ഷാഫി മദ്ഹബ് അനുസരിച്ച് സംസ്കാരം പത്തിലാകട്ടെ. ഓല മദ്ഹബ് ഏതാണെന്നറിയാം, വെറുതെ പോലെ കുറ്റം പറയണ്ട. ഈ ആക്കുന്ന ഈ വസ്ത്രം പച്ച തലേക്കെട്ട് എല്ലാം കെട്ടിയിട്ട് കണ്ണാടിന്റെ മുമ്പിൽ മൂപ്പരിങ്ങനെ നിന്ന് നോക്കുമ്പോ എന്തൊരു ചന്തം. മൂപ്പര് കൈ ഇങ്ങനെ കേറ്റിട്ട് മസിലൊക്കെ ഇങ്ങനെ നോക്കി. എന്തൊരു ചന്തം, എന്തൊരു യൗവനം, നിറഞ്ഞ യൗവനം. ഞാൻ നല്ല യുവാവ്. തന്റെ ഓർമ്മകൾ കുറച്ചുകൂടി അപ്പുറം പോയി. കാന നബിയുനാ റസൂലൻ നബിയ്യ, അഷ്റഫുൽ ഖൽഖ് തങ്ങൾ ഭരിക്കുമ്പോ നബി തങ്ങൾ റസൂലായിരുന്നു, നബിയായിരുന്നു. വകാന അബൂബക്കറിൻ സിദ്ദീഖ, ശേഷമുള്ള പിൻഗാമി സിദ്ദീഖായിരുന്നു. വകാന ഉമറു ഫാറൂഖ, ശേഷമുള്ള പിൻഗാമി ഫാറൂഖായിരുന്നു. വകാന ഉസ്മാനു ഹയ്യ, നാണമുള്ള ലജ്ജായുവശനായ അല്ലാഹുവിന്റെ റസൂൽ പ്രകീർത്തിച്ച ആളാണ് പിന്നത്തെ ഖലീഫ. വകാന അലിയുൻ ശജാഅ, നാലാം ഖലീഫ അലി ധീരനാണ്. വകാന മുആവിയതു ഹലീമ, എന്റെ മുൻഗാമി മുആവിയ റളിയല്ലാഹു അൻഹു സഹിഷ്ണുവാണ്, നല്ല സഹനശക്തിയുള്ളയാണ്. വകാന യസീദു സബൂറ, തന്റെ മകൻ നല്ല ക്ഷമയുള്ള, എന്ത് വിപത്തും ക്ഷമിക്കുന്ന, എന്ത് എതിരാളികളെയും പൊറുക്കുന്ന ശക്തനാണ്. വകാന അബ്ദുൽ മലിക് സായിസ,
ഈസ, തന്റെ മകൻ എന്റെ ബാപ്പ അബ്ദുൽ മലിക് നല്ല മേധാവിത്വ ശക്തിയുള്ള രാഷ്ട്രീയ പരിചയമുള്ള നിപുണനായിരുന്നു. വകാന വലീദുൻ ജബ്ബാറ, എന്റെ നേരെ മുൻഗാമി എന്റെ സഹോദരൻ വലീദ് ധിക്കാരിയായിരുന്നു. വഹാ അനൽ മലികു ശാബ്, ഞാൻ എന്തു നിറഞ്ഞ ചെറുപ്പക്കാരൻ, ഞാൻ നല്ല യുവാവ്. കയ്യിലേക്കും വസ്ത്രത്തിലേക്കും ചന്തത്തിലേക്കും കണ്ണാടിയിലേക്കും മാറി മാറി നോക്കിയിട്ട് തന്റെ സൗന്ദര്യം ഉറപ്പിച്ച് അദ്ദേഹം കൊട്ടാരത്തിൽ നിന്നിറങ്ങി ജുമുഅയുടെ സമയമായി ഖുതുബ നിർവഹിക്കാനും നിസ്കരിക്കാനും പള്ളിയിലേക്ക് പോയി. ഖുതുബ നിർവഹിച്ചിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് ഉറക്കെ നിർവഹിച്ച് അവസാനം വന്നപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നില്ല. ശബ്ദം മിടറി, ചങ്കുപൊട്ടി, അദ്ദേഹം നശിപ്പെട്ടു. വെള്ളിയാഴ്ചയിൽ ജുമ ഒപ്പിച്ചിട്ട് വീട്ടിലേക്ക് വന്ന് തൊട്ടടുത്ത വെള്ളിയാഴ്ചക്ക് മുൻപായി അബ്ദുൽ മലിക്, സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് ഉമവി പള്ളിയുടെ ഏറ്റവും വലിയ ഭരണകർത്താവും ആ പള്ളി എടുപ്പിച്ച മഹാനും പണി പൂർത്തിയാക്കിയ മഹാനുമായ സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് അടുത്ത വെള്ളിയാഴ്ച വന്നപ്പോഴേക്കും മരണപ്പെട്ടു. എന്തേ വന്നത്? കണ്ണേറാണ് എന്നാ ചരിത്രം പറയുന്നത്. കണ്ണേർ ആരാൻ്റെത് പറ്റിയതല്ല, അവനാന്റെ കണ്ണേറ്. ഇന്നൽ ഐന ഹഖ്ഖുൻ, ഇതൊക്കെ മോശപ്പെട്ട വിശ്വാസമല്ല. സ്വഹീഹുൽ ബുഖാരി, അള്ളാന്റെ റസൂല് പറയുന്നു സ്വഹീഹുൽ ബുഖാരി, ഇതിനൊക്കെ ശരിയായ ബാബുണ്ട്. കണ്ണേറ് സത്യമാകുന്നു. അതിരുതി എല്ലാം കണ്ണേറാണെത്തി കുത്തിരിക്കണ്ട. കരിങ്കണ്ണ നോക്കൂ എന്നും പറഞ്ഞ് ഏതോ ഒരു കുന്തത്തെ പടച്ചുണ്ടാക്കിയാല് ഇവിടെ കണ്ണേറൊക്കെ പോകുന്നൊന്നും വിചാരിക്കണ്ട. അത് പാടില്ല. ജീവനുള്ള ഒരു സാധനത്തിന്റെ പതിമുണ്ടാക്കാൻ പാടില്ല. അത് ബന്ധലാക്കിയാലും തർക്കേടില്ല, കരിങ്കണ്ണ നോക്കൂ എന്ന് പറഞ്ഞാലും തർക്കമില്ല. ജീവനുള്ള ഒരു സാധനത്തിന്റെ പതിമ ഹറാമ. അത് രാഷ്ട്രീയ നേതാവാണെങ്കിലും പറ്റില്ല. കട്ടൗട്ടുകളൊക്കെ അല്ലേ, വല്ല കട്ടൗട്ടൊക്കെ എല്ലാരും വിചാരിച്ചു നമ്മൾ രാഷ്ട്രീയ പാർട്ടിയാകുമ്പോൾ നടക്കുക. അള്ളാന്റെ മുമ്പില് ഹയാത്തുണ്ടാക്കി കൊടുക്കാൻ ഈ കലാകാരനോട് പറയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. സ്വന്തം പേന കൊണ്ട് പെന്നുകൊണ്ട് ജീവനുള്ള വസ്തുവിന്റെ ചിത്രം, ജീവനുള്ള വസ്തുവിന്റെ പൂർണ്ണ ചിത്രം വരക്കാൻ പാടില്ല. ജീവൻ നിലനിൽക്കുന്ന അർത്ഥത്തിൽ കലാകാരൻ വരച്ചാൽ നാളെ അവനെ കൊണ്ട് ജീവൻ ഇടിപ്പിക്കുമെന്ന് സ്വഹീഹുൽ ബുഖാരി നിവേദനം ചെയ്ത ഹദീസിൽ ശഫീഉനാ റസൂലുള്ളാഹി. സ്കൂളിലെ കല ആറ്റാന്നൊന്നും പറഞ്ഞിട്ട് ഫലല്ല, കുറ്റം കിട്ടും. ജീവനില്ലാത്തത് വരച്ചിട്ടും നമുക്ക് നേടാ, മാർക്ക് നേടാ, എല്ലാം നേടാ. ജീവനുള്ളത് വരക്കാൻ പാടില്ല. ഈ ജീവനുള്ള പ്രതിമയും കണ്ണേറിനൊന്നും വെക്കാൻ പാടില്ല. ജീവനില്ലാത്ത വല്ലതൊക്കെ വെച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കണ്ണേറുണ്ട്. സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക്കിന് പറ്റിയത് കണ്ണേറ്. എന്റെ ചെറുപ്പക്കാരാ, തുടിപ്പുള്ള ചെറുപ്പക്കാരാ, കണ്ണ് തിളങ്ങുന്ന ചെറുപ്പക്കാരാ, കാതിന് മങ്ങലേക്കാത്ത ചെറുപ്പക്കാരാ, കണ്ണിന് കാഴ്ചയുള്ള ചെറുപ്പക്കാരാ, കൈകാലുകൾ തുരുതുര ചലിക്കുന്ന ചെറുപ്പക്കാരാ, ഓടിയാൽ കിടക്കാത്ത ചെറുപ്പക്കാരാ, തിന്നത് മുഴുവൻ ദഹിക്കുന്ന ചെറുപ്പക്കാരാ, ഇരുമ്പ് വിഴുങ്ങിയിട്ട് ചെറിയ സുഖവെള്ളം കുടിക്കാൻ പറ്റുന്ന ചെറുപ്പക്കാരാ, നിന്റെ ആരോഗ്യം നിന്റെ കണ്ണുകൊണ്ടൊരിക്കൽ കണ്ണാടിയുടെ മുഖത്ത് നോക്കിയാൽ പടച്ച തമ്പുരാൻ നശിപ്പിക്കാൻ വിചാരിച്ചാൽ നിങ്ങളുടെ കണ്ണും കാതുമൊക്കെ പിടിച്ചെടുത്താൽ അല്ലാഹുവല്ലാതെ പിന്നൊരില്ല ആരാണിത് കൊണ്ടുവരിക എന്ന ആശയത്തിൽ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകളുണ്ട്. ഈ ആയത്തുകളൊന്ന് ശ്രദ്ധിക്കുക, ഓർക്കുക. നമ്മുടെ കണ്ണും കാതുമൊക്കെ നൽകുന്ന അല്ലാഹു, യൗവനം നൽകുന്ന അല്ലാഹു, ആരോഗ്യം നൽകുന്ന അല്ലാഹു, വയസ്സ് നൽകുന്ന അല്ലാഹു, ചലനം നൽകുന്ന അല്ലാഹു, കാഴ്ചയും കേൾവിയും നൽകുന്ന അല്ലാഹു ഒരു നിമിഷം ഇത് കട്ട് ചെയ്താൽ നമുക്കാർക്കും തിരിച്ചു തരാൻ വേറെ ദൈവമില്ല, വേറെ ഇലാഹില്ല, വേറെ റബ്ബില്ല. ഇത് ഓർത്തുകൊണ്ട് പടച്ചവന്റെ നിഅമത്ത്, പടച്ചവന്റെ ഓശാരം, പടച്ചവന്റെ ഔദാര്യം എന്ന് മനസ്സിലാക്കി എന്റെയും നിങ്ങളുടെയും യൗവനം അള്ളാഹു പൊരുത്തപ്പെട്ട വഴിക്ക് തിരിക്കാൻ, അള്ളാഹു ഇഷ്ടപ്പെട്ട വഴിക്ക് തിരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.